ബജറ്റ് അവതരണം പൂർത്തിയായിരിക്കുന്നു. ഇനി ബജറ്റിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇനി ബജറ്റിനെ വിലയിരുത്താനുള്ള അവസരമാണ്. വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ എങ്ങനെയാണ് ബജറ്റിനെ നോക്കിക്കാണുന്നത്, മാനേജ്മെന്റ്, വിദ്യാർത്ഥിനികൾ എങ്ങനെയാണ് ഈ ബജറ്റിനെ വിലയിരുത്തുന്നത്, എന്തൊക്കെയാണ് രാജ്യം ഒരു സാമ്പത്തിക മാന്ദ്യം രാജ്യത്തുണ്ട് എന്ന് എക്കണോമിക് സർവേ തന്നെ പറയുന്ന സാഹചര്യത്തിൽ ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ, അതിനെ അഭിമുഖീകരിക്കാൻ പാകത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ ബജറ്റിലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ്. ഇനിയുള്ള മണിക്കൂറിൽ ഡോക്ടർ അരുൺകുമാർ നമ്മളോടൊപ്പം ചേരുന്നു. ജെയിൻ കോളേജിൽ നിന്ന്, ഇന്ത്യൻ സ്കൂൾ ഓഫ് കൊമേഴ്സിൽ നിന്ന് അരുൺകുമാർ ചേരുന്നു. ഒപ്പം തന്നെ ഡോക്ടർ അരുണിനൊപ്പം വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ, അതോടൊപ്പം തന്നെ ഇതിലെ വിദഗ്ധർ, മാനേജ്മെന്റ്, വിദ്യാർത്ഥിനികളെല്ലാം ഒപ്പമുണ്ട്. അരുണിലേക്ക്. Hello, good afternoon. Welcome to Union Budget 2020 budget presented by Indian School of Commerce and powered by Max Value. Jain യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ നിന്നുകൊണ്ട് 24-ന്റെ ഈ പോസ്റ്റ് ബഡ്ജറ്റ് അനാലിസിസ് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ചരിത്രം കുറിച്ച ഒരു ബഡ്ജറ്റാണ് എന്ന് ആദ്യം തന്നെ പറയേണ്ടി വരും. സമയത്തിന്റെ കാര്യത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ഏറ്റവും സമയദൈർഘ്യമുള്ള ബഡ്ജറ്റാണ് നിർമ്മലാ സീതാരാമൻ അല്പം മുമ്പ് അവതരിപ്പിച്ചത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുവരെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ഒരു ബഡ്ജറ്റ് എന്ന പ്രത്യേകതയും ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ടാവാം. പക്ഷേ ഇന്ത്യൻ എക്കണോമിയെ ബാധിച്ചിരിക്കുന്ന ശാരീരിക അവസ്ഥകൾക്ക് ഈ ബഡ്ജറ്റ് ഒരു മറുമരുന്നാകുമോ എന്നതാണ് ഈ പോസ്റ്റ് ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ. വെൽക്കം ചെയ്യുന്നു ഒരിക്കൽ കൂടി. വെൽക്കം ടു ബഡ്ജറ്റ് 2020 പ്രസന്റഡ് ബൈ ഇന്ത്യൻ സ്കൂൾ ഓഫ് കൊമേഴ്സ് ആൻഡ് പവർഡ് ബൈ മാക്സ് വാല്യൂ. ഇവിടെ നമുക്കൊപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട്. ഈ ബഡ്ജറ്റിന്റെ വിലയിരുത്തലിന് വേണ്ടി അതിഥികളെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുന്നു. സൂരജ് നായർ ഓഹരി വിപണി വിദഗ്ധനാണ്. സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ MP സുകുമാരൻ നായർ, വെൽക്കം ടു ദ ഷോ സർ. ചോയ്സ് ഗ്രൂപ്പിന്റെ ചെയർമാൻ ആൻഡ് MD ജോസ് തോമസ്, ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ലെഫ്റ്റ് ഒരു ക്രിട്ടിക് എന്ന രീതിയിൽ നമുക്കൊപ്പം എത്തിയിരിക്കുന്ന CPM-ന്റെ നേതാവ് കൂടിയ ശ്രീ മനു റോയി, ഒപ്പം സാമ്പത്തിക വിദഗ്ധൻ ഷൈജൻ ഡേവിസും ചർച്ചയിൽ നമുക്കൊപ്പം പങ്കുചേരുന്നു. BJP നേതാവ് ശിവശങ്കരനെയും കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടനെയും മറ്റ് അതിഥികളെയും നമ്മൾ ഈ ചർച്ച പുരോഗമിക്കുന്നതിനിടയിൽ വേദിയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആദ്യം ഞാൻ ഷൈജൻ ഡേവിസിൽ നിന്ന് തുടങ്ങാം. ഫ്രം ആൻ എക്കണോമിസ്റ്റ്, ഷൈജൻ ഡേവിസ്, ഈ ബഡ്ജറ്റിന് ഇന്നലെ റിവ്യൂവിനെ കുറിച്ച് സാമ്പത്തിക ഉപദേഷ്ടാ മുഖ്യ ചീഫ് എക്കണോമിക് അഡ്വൈസർ പറഞ്ഞത് ഇറ്റ്സ് എ ലാവൻഡർ റിവ്യൂ എന്നുള്ളതാണ്. അതിൻ്റെ നിറം പോലെ തന്നെ ലാവൻഡർ ആണ്. പുതുമയും പഴമയും ഉണ്ട് ഈ റിവ്യൂവിൽ എന്നാണ്. ഈ ബഡ്ജറ്റിനെ ഇപ്പോൾ പല രീതിയിൽ ആളുകൾ നോക്കിക്കാണുന്നുണ്ട്. മിഡിൽ ക്ലാസ്സിന് വലിയ പുഷ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആദായ നികുതിയിൽ ഇളവ്, കോർപ്പറേറ്റ് ടാക്സ്, ലോകത്തിലെ തന്നെ ഏറ്റവും കുറവ് കോർപ്പറേറ്റ് ടാക്സ് ഉള്ള രാജ്യമായി ഇന്ത്യ മാറുന്നുവെന്ന പ്രഖ്യാപനത്തോടുകൂടി 15% കുറച്ചുകൊണ്ടുള്ള ബഡ്ജറ്റ്, കാർഷിക മേഖലയെ പൂർണ്ണമായിട്ടും 16 പദ്ധതികളിലൂടെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു വലിയ പുഷ്, എക്കണോമിക് എഡ്യൂക്കേഷൻ മേഖലയിൽ 99,000 കോടി രൂപയുടെ വലിയ പദ്ധതികൾ, ഇങ്ങനെ ഒരു പൊയറ്റിക്കായ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള സമഗ്രതല സ്പർശിയായ ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ പ്രത്യക്ഷത്തിൽ പറയാം. പക്ഷേ ഇത് നിലവിൽ ഇന്ത്യ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന 11 വർഷത്തെ ഏറ്റവും താഴ്ന്ന വളർച്ചാ നിരക്ക്, 45 വർഷത്തിൻ്റെ ഏറ്റവും താഴ്ന്ന തൊഴിലില്ലായ്മ, ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ, അഡ്രസ്സ് ചെയ്യാൻ ഈ ബഡ്ജറ്റിന് എത്ര കണ്ട് സാധിക്കും? ഷൈജൻ, ചർച്ചയുടെ തുടക്കമായതുകൊണ്ട് തന്നെ ഒരു ബേസിക്കിൽ നിന്ന് നമുക്ക് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ബേസിക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സാമ്പത്തിക സർവേ തന്നെയാണ്. ഈ സാമ്പത്തിക സർവേ ഒരു തരത്തിൽ സാമ്പത്തിക ശാസ്ത്രവും കാര്യങ്ങളും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു മുതൽക്കൂട്ടായിട്ടുള്ള ഒരു അക്കാഡമിക് എക്സർസൈസ് ഉള്ള സാമ്പത്തിക സർവേയാണ്. അത് ഈ സർവേ മാത്രമല്ല, കഴിഞ്ഞ സർവേയും അത് ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു സംഗതി, 2 തരം കോൺഫ്ലിക്റ്റ് നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഒന്നാമത്തെ കോൺഫ്ലിക്റ്റ് ഞാനിപ്പോൾ തുടങ്ങി വെച്ചത് തന്നെയുള്ള അക്കാഡമിക് കോൺഫ്ലിക്റ്റ്. തൊട്ട് മുമ്പിലത്തെ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ, അദ്ദേഹം ചീഫ് ഇക്കണോമിക് അഡ്വൈസർ സ്ഥാനത്ത് നിന്ന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ പോയതിന് ശേഷം 2 ലേഖനങ്ങൾ എഴുതി. ഒന്ന് ജൂലൈ 2019, ഒന്ന് കഴിഞ്ഞ മാസം ഡിസംബർ 2019. ഇത് രണ്ടിലും അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലെ നമ്മളിപ്പോൾ പറയുന്ന GDP വളർച്ചാ നിരക്കല്ല യഥാർത്ഥ വളർച്ചാ നിരക്കെന്നും, അത് ഓവർ എസ്റ്റിമേഷൻ ആണെന്നും മിസ് സ്പെസിഫിക്കേഷൻ ആണെന്നും, ഇപ്പോൾ പറയുന്നതിനേക്കാൾ വളരെ കുറവായിരിക്കും യഥാർത്ഥത്തിൽ നിന്നാണ്, 5% താഴെയായിരിക്കും എന്നാണ്. 5% താഴെയല്ല, ഏകദേശം 2.5-3.5% വരെ ആയിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഡിക്ഷൻ. ഇനി ഇതിനെ ഇപ്പോഴത്തെ സാമ്പത്തിക സർവേ ഖണ്ഡിക്കുന്നുണ്ട്.
ഇത് മിസ്പെസിഫൈഡ് ആണെന്നുള്ളത്. അത് വളരെ അക്കാദമികമായിട്ടുള്ള ഇക്കണോമെട്രിക് എന്ന് ഞങ്ങൾ പറയും, വളരെ മാത്തമെറ്റിക്സ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിനെ ഖണ്ഡിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞൊരു അക്കാഡമിക് കോൺഫ്ലിക്റ്റ്. ഒരു ചർച്ച ഇന്ത്യൻ ഇക്കോണമിയിൽ ഇപ്പം നിലനിൽക്കുകയാണ്. ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് യഥാർത്ഥത്തിൽ ഇതാണല്ലോ എന്നുള്ളത് നല്ല ഒന്നാം തരം ചർച്ചയാണ്. അത് ഒരു വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ, അധ്യാപകർ എന്നുള്ള രീതിയിൽ അത് ഫോളോ ചെയ്യേണ്ട ഒരു ചർച്ച നടക്കട്ടെ. ഇനി ഈ ചർച്ചയുടെ ഉത്തരം ഓവർ എസ്റ്റിമേഷൻ അല്ലെന്ന് തന്നെ ഇരിക്കട്ടെ, 4% തന്നെ ഇരിക്കട്ടെ, എങ്കിൽ തന്നെ അടുത്ത ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നു. അത് ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ 4% എന്നുള്ളത് വളരെ താഴ്ന്ന ഒരു ഗ്രോത്ത് റേറ്റാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ട് കാണുന്ന തൊഴിലില്ലായ്മയുടെ കൂടുതലും തൊഴിലാളികളുടെ എണ്ണത്തിലെ കുറവ്, അബ്സല്യൂട്ട് റിഡക്ഷൻ ഇൻ ദി എംപ്ലോയ്മെന്റ്. 3.6 crore loss in the last 5 years. എക്സാക്ട്ലി. കൃത്യ നമ്പർ KP കണ്ണൻ സാറിന്റെ ആർട്ടിക്കിളിൽ പറയുന്നത് 400 ഏകദേശം 6 ലാക്സ് ക്രോഡ്സ് അങ്ങനെ പറയേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ വേറൊരു തരത്തിൽ കാണട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കോൺഫ്ലിക്റ്റ് ഇങ്ങനെയാണ്. ഗ്രോത്ത് റേറ്റ് കുറഞ്ഞതുകൊണ്ട് മാത്രമുള്ള ഒരു ഇക്കണോമിക് സ്ലോ ഡൗൺ അല്ല ഇന്ത്യൻ ഇക്കോണമിയിൽ ഇപ്പോൾ ഉള്ളത്. ഒന്ന്, എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യം ഡോക്ടറായിട്ട് തന്നെ പറഞ്ഞു. ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സ്ലോ ഡൗൺ സമഗ്രമായിട്ടുള്ളൊരു സ്ലോ ഡൗൺ ആണ്. ഒരു എക്സാമ്പിൾ പറയാം. ഈ നമുക്ക് ഡിമാൻഡ് ഡ്രിവൺ എന്ന് പറഞ്ഞിട്ടൊരു സൈഡുണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ. ദേശീയ വരുമാനം ഒരു സപ്ലൈ സൈഡ് എന്ന് പറയുമ്പോൾ തിരിച്ച് ഡിമാൻഡിലൂടെ വരുന്ന ഒരു സൈഡുണ്ട്. അതായത് ആൾക്കാരുടെ വാങ്ങൽ ശേഷി, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ശേഷി, സേവ് ചെയ്യുന്നതിൻ്റെ ശേഷി, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിൻ്റെ പ്രൊപ്പൻസിറ്റി, ഇമ്പോർട്ടിൻ്റെ ശേഷി, എക്സ്പോർട്ടിൻ്റെ ശേഷി, ഇങ്ങനെ മറു സൈഡുള്ള ഒരു ഡിമാൻഡ് സൈഡുള്ള ഒരു 5 വിഭാഗങ്ങളുണ്ട്. ഇത് 5ൻ്റെയും പ്രൊപ്പൻസിറ്റീസ് നോക്കുക. പ്രൊപ്പൻസിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് 1 രൂപയുടെ കൂടെ വരുമാനം കിട്ടുമ്പോൾ ഞാൻ എത്ര രൂപയുടെ കൂടെ ഞാൻ വാങ്ങാനുള്ള കഴിവ് എനിക്കുണ്ടാകുന്നു, ഞാൻ വാങ്ങുന്നു. ഇതെല്ലാം ഈ പ്രൊപ്പൻസിറ്റീസ് എല്ലാം സ്റ്റാഗ്നേറ്റ് ചെയ്യുന്നതാണ്. 2010-11 മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ട് അടുത്ത കാലത്ത് പ്രൊപ്പൻസിറ്റീസ് എല്ലാം സ്റ്റാഗ്നേറ്റ്. ഞാൻ വളരെ പെട്ടെന്ന് ഷൈനിലേക്ക് തിരികെ വരാം. ആ ബഡ്ജറ്റിന് ക്വിക്ക് റെഫറൻസ് എടുത്തിട്ട് ഇപ്പോൾ ആദായ നികുതിയിൽ വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചു. ഘടന തന്നെ മാറി, നികുതി ഘടന തന്നെ മാറുന്നു. 5 മുതൽ 7.5 വരെയുള്ള ടാക്സ് ലാബ് പുതുതായിട്ട് വരുന്നു. 7.5 to 10 lakh വരുന്നു. 10 മുതൽ 12 വരുന്നു. 12 മുതൽ 15 വരുന്നു. 15-അപ്പുറത്തേക്ക് 30 ലക്ഷം വരുന്നു. അത് ശരാശരി 15 ലക്ഷം രൂപ അല്ലെങ്കിൽ 11 ലക്ഷം രൂപ വരുമാനമുള്ള ഒരു ഇടത്തരക്കാരന് ഓൺ ആൻ ആവറേജ് 80,000 rupees സേവ് ചെയ്യാവുന്ന ഒരു ആദായ നികുതി ഘടന ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. Will it push money to market? That's a single question. അതിലേക്കാണ് യഥാർത്ഥത്തിൽ ഞാൻ വന്നത്. ഈ ഡിമാൻഡ് ഇങ്ങനെ താഴ്ന്നു വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആദ്യത്തെ സാധനമാണ് ടാക്സ് റേറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത്. കാരണം ഡിമാൻഡ് ബൂസ്റ്റപ്പ് ചെയ്യാൻ. ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈസ് ദേർ. വെയിറ്റ് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ 78,000 രൂപയുടെ 80,000 അല്ല 78,000 രൂപയുടെ ലാഭം പറയുന്നുണ്ട്. ഇത് ഉണ്ടാകുമോ എന്നുള്ളതാണ് സംശയം. അവിടെ എനിക്ക് 2 സംശയങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ ഉണ്ടായിരുന്ന സാലറി ബേസിൽ നിന്ന് റിവിഷൻ വന്ന് പുതിയ സാലറി ബേസ് മുകളിലേക്ക് നമ്മൾ പോയി. അപ്പോൾ ആക്ച്വലി എത്രത്തോളം ലാഭം ഉണ്ടാവും എന്നുള്ള ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്, നമ്മളിപ്പം നിലനിൽക്കുന്നത് 7.4 എന്നുള്ള ഏറ്റവും ഹയസ്റ്റ് ഇൻഫ്ലേഷൻ റേറ്റിലാണ്. അപ്പോൾ റിയൽ വാല്യൂ ഓഫ് ഇൻകം ഓൾറെഡി കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ റിയൽ മണി കുറഞ്ഞ സമയത്ത് ടാക്സ് റേറ്റ് കുറയുന്നത് കൊണ്ട് വളരെ വലിയ വരുമാന നേട്ടമൊന്നും ഇൻകം ടാക്സിൽ വരാൻ സാധ്യതയില്ല. മൂന്നാമത്തെ പ്രശ്നം, ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഇളവുകളെല്ലാം അതേപോലെ നിലനിർത്തിയാൽ മാത്രമേ 78,000 രൂപയുടെ ലാഭം വരികയുള്ളൂ. അതായത് ഇപ്പോൾ ഉള്ള ടാക്സ് സ്ട്രക്ചറിൽ നമുക്ക് കുറേ ഇളവുകൾ, എക്സംഷൻസ് ഉണ്ടല്ലോ. ഈ എക്സംഷൻസ് അതേപോലെ നിലനിന്നാൽ മാത്രമേ ഈ 78,000 രൂപയുടെ ലാഭം ഷൈനിലേക്ക് വരാം. നമുക്കൊരു കോർപ്പറേറ്റ് ഒപ്പീനിയൻ കൂടി ഇക്കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട്. ശ്രീ ജോസ് തോമസ്, കോർപ്പറേറ്റ് ടാക്സിൽ ഒരു എക്സംഷൻ വരുന്നു. പുതുതായി തുടങ്ങുന്ന സംരംഭങ്ങൾക്ക് 15% കോർപ്പറേറ്റ് ടാക്സ് എന്നൊരു കൺസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇതൊരു നിക്ഷേപ സൗഹൃദ രാജ്യമാക്കി മാറ്റണം. ആസ്പിറേഷണൽ ഇന്ത്യയാണ് ഈ ബഡ്ജറ്റിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്നാണ് നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റ് തുടങ്ങുമ്പോൾ പറഞ്ഞത്. ഒരു ആസ്പിറേഷണൽ ഇന്ത്യക്ക് നിക്ഷേപ സൗഹൃദമാക്കിക്കൊണ്ട് കോർപ്പറേറ്റ് ടാക്സ് ഇളവ് നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റ് എന്ന രീതിയിൽ എത്രമാത്രം ഇതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്? എന്നെ സംബന്ധിച്ചോളം ഞാൻ GDP മാത്രം കണ്ടുകൊണ്ട് എക്കോണമിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളല്ല. ഈ ബഡ്ജറ്റ് നിന്ന് തുടങ്ങിയപ്പോൾ മൈ ഫസ്റ്റ് വ്യൂ വാസ് ഇറ്റ് ഇസ് എ പോപ്പുലസ് ബഡ്ജറ്റ്, അഗ്രികൾച്ചറും എഡ്യൂക്കേഷനും ഒക്കെ പറഞ്ഞ്. ഐ വാസ് ഓൾസോ ഇൻ എ ലിറ്റിൽ ഡിപ്രസ് മൂഡ് ആദ്യം തുടങ്ങിയപ്പോൾ. പക്ഷെ അതിന് ശേഷം ബട്ട് വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു ബിൽഡ് മോർ ടെമ്പോ, ഞാൻ കണ്ടത് എസ്പെഷ്യലി ആ ഒരു GDP ഇഷ്യൂ യെസ് നമുക്കുണ്ട്. ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ അത് ചിലപ്പോൾ 2.5 ആയിരിക്കാം, 4 ആയിരിക്കാം. അപ്പം അതെങ്ങനെ കറക്റ്റ് ചെയ്യണം? ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് മാത്രം അതിൻ്റെ കാര്യമില്ല. അസംബിൾ ഇൻ ഇന്ത്യ, വി ഹാവ് ടു അസംബിൾ ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ വി ഹാവ് ടു അട്രാക്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പം അതിന് വേണ്ടത് ഇന്നിപ്പോൾ അയൽ രാജ്യങ്ങൾ, ടേക്ക് സിംഗപ്പൂർ.
But Singapore is a hub of technically run businesses. Tax rate there is less than 8 to 9%. And even other countries like Thailand, countries around us, they have a lower tax rate. Even US has reduced under the Trump administration. അവർ ടാക്സ് റേറ്റ് കുറച്ചു. അപ്പോൾ ഇന്ത്യയും കൂടി ആ ടാക്സ് റേറ്റ് കുറച്ചാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുമെന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ വളരെയധികം വെൽക്കം ചെയ്യണത്. അതായത് ആ റിഡക്ഷൻ ഓഫ് കോർപ്പറേറ്റ് ടാക്സ്. അതോടൊപ്പം ചെയ്തിരിക്കുന്നത് they have done away with the dividend distribution tax. Dividend distribution tax കളഞ്ഞു. So what happens is അങ്ങനെ ചെയ്യുമ്പോൾ and also on top of that personal tax കുറച്ചതും it's a combination of increasing money in the hands of people എന്നുള്ളതാണ് എൻ്റെ ഇത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾ, ഇപ്പോൾ ഡിവിഡൻഡ് ടാക്സ് ഇപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടതാണ്. ഡിവിഡൻഡ് ടാക്സ് കൊടുക്കണമെങ്കിൽ കമ്പനി ടാക്സ് കൊടുക്കണം, റെസിപ്പിയൻ ടാക്സ് കൊടുക്കണം. എന്ന് വരുമ്പോൾ കമ്പനീസ് നോർമലി ഡിഡ് നോട്ട് ഡിക്ലെയർ the dividend that was, lawfully due to the shareholder. So with this reduction in tax, what I see, there's going to be a major investment coming to India. Investment വരും. Yes, this is my personal view. People who are even വേണ്ടാന്ന് വെച്ച ആൾക്കാർ പോലും, ഞാൻ കുറച്ച് ആൾക്കാർ സംസാരിച്ചു, they are very excited about it. I am personally very excited about this budget. ഇപ്പോൾ നിലവിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഞാൻ അതും കൂടി വരാം. ഗോവ ചേംബർ ഓഫ് കൊമേഴ്സിൽ നിന്ന് ഇപ്പോൾ ഒരു റിയാക്ഷൻ വന്നിട്ടുണ്ട്. they are disappointed. ഇൻഡസ്ട്രി വാസ് എക്സ്പെക്ടിങ് മച്ച് മോർ എന്നാണ് ഇപ്പോൾ ഗോവ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നേക്കുന്ന ഒരു നിരാശാജനകമായ ഒരു റിമാർക്ക്. ഡോക്ടർ, ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങൾ ഫൈനാൻസ് മിനിസ്റ്റർ ആണെങ്കിൽ ഇതിക്കുള്ള എന്താ ചെയ്യാൻ സാധിക്കുക? വി കനോട്ട് ഡു എനിത്തിങ് മോർ. 15% കോർപ്പറേറ്റ് ടാക്സ്, ഇപ്പോൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? They must be talking about the fiscal deficit. Fiscal deficit will have an impact on our stock market. Obviously, it's a risk budget. If you ask me, I think our Prime Minister and his team together has taken a very, very bold decision. Tight rope walk? Very tight rope walk. ഇത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ India will have to be a real borrower in the market. That is probably what people are thinking in terms of fiscal deficit will lead to a further escalation of issues. And then recession will happen. Yeah, but I am personally confident that these moves that are being made or announced today is going to help investment. It's going to help, FDI. It's going to bring in a lot more assembling business into this country. Okay, anyway, you welcome this budget. That's appreciated. I do. And now to Mr. Sukumaran Nair. ഇന്ത്യയിലെ റിപ്പബ്ലിക്കിലെ വിവിധ ബഡ്ജറ്റുകൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അങ്ങ് പല അനാലിസിസുകളിൽ അങ്ങ് ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ടാവും. ഈ ബഡ്ജറ്റ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ മിക്സഡ് റെസ്പോൺസ് ആണെന്ന് പറയുമെങ്കിലും സെൻസെക്സിന്റെ ഒരു ഓഹരി സൂചിക വെച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ കഴിയില്ല. ഈസ് ഇറ്റ് എ ഫീൽ ഗുഡ് ബഡ്ജറ്റ് ഫോർ ഇൻവെസ്റ്റേഴ്സ്? ബഡ്ജറ്റിലെ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ ഇവിടെ ആദ്യം ഗവൺമെന്റ് അത് അംഗീകരിച്ചിരുന്നില്ലെങ്കിലും റിസഷൻ ട്രെൻഡ് വളരെ പ്രകടമായിരുന്നു. സ്ലോ ഡൗൺ എന്നൊക്കെ പറഞ്ഞാലും റിസഷൻ ഇൻ സെക്ടേഴ്സ്, എക്കണോമിക് സെക്ടേഴ്സിലൊക്കെ വളരെ പ്രകടമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഈ പുതിയ സിറ്റിസൺസ് അമെൻമെൻറ്റ് ആക്ട് ഒക്കെ ഉണ്ടായിരുന്ന ജനറൽ സെൻറ്റിമെൻറ്റിന് വളരെയധികം ഒരു വീക്കനിങ് സംഭവിച്ച ഒരു കാലഘട്ടത്തിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഒരു സോഷ്യൽ കോൺഫ്ലിക്റ്റിന്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ധനകാര്യമന്ത്രി ചെയ്തിരിക്കുന്നത് ഇതിൽ 2 ഇഷ്യൂ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കലായിരുന്നത്. ഒന്ന്, ഈ റിസഷണറി ട്രെൻഡിനെ അറസ്റ്റ് ചെയ്യുക, പതുക്കെ അത് പോസിറ്റീവ് ട്രെൻഡിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉത്തരവാദിത്വം. രണ്ടാമത്, നമ്മുടെ ഇവിടെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഉള്ള 2.6 ട്രില്യൺ എക്കണോമി നിന്ന് യു ഹാവ് ടു ഇൻ അനദർ 3-4 years time യു ഹാവ് ടു ടേക്ക് ഇറ്റ് ടു $5 trillion. അപ്പോൾ ഈ 2 ചലഞ്ചിനിടയ്ക്ക് വന്നിട്ടാണ് അവർ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല, എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഭാഗം ഈ റിസഷണറി ട്രെൻഡ് അഡ്രസ്സ് ചെയ്യുന്നതിൽ ഒരു പരിധി വരെ സഹായകരമായ പല ഘടകങ്ങളും അതിൽ കാണുന്നുണ്ട്. പക്ഷേ ഗ്രോത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിച്ച പോലെ ടാക്സ് അലോൺ കനോട്ട് ബ്രിങ് ഔട്ട് ഗ്രോത്ത്. ദർ ആർ സെവറൽ ഫാക്ടേഴ്സ് ഇംപീഡിങ് ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ വളരെ ബോൾഡ് സ്റ്റേറ്റ്മെന്റ് നിർമ്മലാ സീതാരാമന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ടാക്സ് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഒരു ഹരാസ്മെന്റും ഉണ്ടാവില്ല, നമ്പർ 1. അതുകൊണ്ട് ഇൻഡിവിജ്വൽസിന്റെയും ഇൻവെസ്റ്റേഴ്സിന്റെയും കാര്യത്തിൽ നിക്ഷേപ സൗഹൃദമാകും, ഇൻവെസ്റ്റേഴ്സ് ഫ്രണ്ട്ലി ആവും. മാത്രവുമല്ല, നേരിട്ട് ഒരു ആസ്പിറേഷണൽ ഇന്ത്യ പറയുന്നത് പോലെ തന്നെ ഒരു കെയറിംഗ് ഫോർ ഇന്ത്യയുണ്ട്. മാർക്കറ്റിലേക്ക്, സൊസൈറ്റിയിലേക്ക് ധാരാളം പണം സർക്കാർ തന്നെ ഇറക്കാൻ പോകുന്നു. 99,000 കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖലയിൽ. ലോജിസ്റ്റിക്സിന്റെ കാര്യത്തിലാണെങ്കിൽ വിവിധ എക്സ്പ്രസ് ഹൈവേകൾ പ്രഖ്യാപിക്കുന്നു.
കൃഷി ഉഡാൻ എന്ന പേരിൽ ഒരുപക്ഷെ വൺ ഓഫ് ദി റെവല്യൂഷണറി മെഷർ, കൃഷിക്കാർക്ക് വേണ്ടി അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി വ്യോമയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു വിമാനം കൊണ്ടുവരുന്നു, കൃഷി റെയിൽ കൊണ്ടുവരുന്നു. അതായത് ഏകദേശം എല്ലാ മേഖലയിലും 100 ജില്ലകൾ, ആ 100 ജില്ലകളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് എക്സ്പോർട്ട് ഹബ്ബാക്കി മാറ്റാൻ പോകുന്നു. ജില്ലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, സ്റ്റേറ്റുകൾക്കല്ല. ജില്ലകളെ അടിസ്ഥാനമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് ഈ കാര്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ടാക്സ് കട്ട് വന്നിട്ട് 2 മാസമായി. കോർപ്പറേറ്റ് ടാക്സ് കട്ട് വന്നിട്ട് 2 മാസമായി. 2 മാസേ ആയുള്ളൂ. 2 മാസമേ ആയുള്ളൂ. പക്ഷെ എന്നാലും അതിന്റെ ആ പ്രാഥമിക സ്ഫുരണമെങ്കിലും കാണുന്നില്ല. ഈ ടാക്സ് കട്ടിനോട് ചേർന്നിട്ട് അവരൊന്നും ഡിമാൻഡ് ചെയ്യാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല. there should be some commitment for investment or something, expansion of existing activities or something like that. That is not happening. മാത്രമല്ല, ഇപ്പൊ ഈ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യം പറഞ്ഞല്ലോ, 104 കോടി രൂപയുടെ ഒരു മാസം മുമ്പ് അനൗൺസ് ചെയ്ത പ്രോജക്റ്റുകളുണ്ട്. ഈ പ്രോജക്റ്റുകളുടെ കാര്യത്തിലും ഈ ഇപ്പൊ സിമെന്റ്, സ്റ്റീൽ മുതലായിട്ടുള്ള മാനുഫാക്ചറിങ് സെക്ടറിലേക്കാണ് അവർ ഊന്നൽ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസിന്റെ കാര്യം നമ്മൾ നോക്കണ്ടേ? എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ് നല്ല തരത്തിൽ നടത്താൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു സംവിധാനം പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ട് വാട്ട് ഇസ് ദി സ്റ്റാറ്റസ് ഓഫ് ദി പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ? ഞാൻ സൂരജിലേക്ക് പോകുന്നതിന് മുമ്പ് LIC ആദ്യമായി വിൽപ്പനയ്ക്ക് വെക്കുന്നു എന്നൊരു പ്രാധാന്യം കൂടി ബഡ്ജറ്റിലുണ്ട്. റിസോഴ്സ് മൊബിലൈസേഷൻ അവർ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സ്രോതസ് എക്സിസ്റ്റിംഗ് അസറ്റ്സിന്റെ സെൽ ഔട്ടാണ്. അതിന്റെ ഒരു ഘടകം എന്നുള്ള എനിക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ മാത്രമേ ഉള്ളൂ, ഓഹരി വിൽപ്പനയുടെ കാര്യം മാത്രമേ ഉള്ളൂ അതിൽ. പക്ഷേ ഈ എവിടെയൊക്കെ എക്സിസ്റ്റിംഗ് അസറ്റ്സ് ഉണ്ടോ ആ അസറ്റ്സിന്റെ യൂട്ടിലൈസേഷൻ, അതിന്റെ ക്യാപിറ്റലൈസേഷൻ മുഴുവനാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഓൺ ദ വൺ സൈഡ്. പിന്നെ ഒരു കാര്യം, നമ്മുടെ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ സ്റ്റാറ്റസ് എന്താ? ഇപ്പൊ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് 1633 സെൻട്രലി സ്പോൺസർഡ് പ്രോജക്ടിന്റെ കാര്യത്തിൽ വി ആർ ഇൻകറിംഗ് എ കോസ്റ്റ് ആൻഡ് ടൈം ഓവർ ഓഫ് ദ ഓർഡർ ഓഫ് 3.5 സൂരജ്, ഹൗ ക്രൂവൽ യു ആർ. ഈ ഓഹരി മാർക്കറ്റിന്റെ റെസ്പോൺസ് നിർമ്മലാ സീതാരാമൻ പ്രസംഗിച്ച് തീരുന്നതിന് മുമ്പ് സെൻസെക്സ് 600 പോയിന്റ്സ് ആണ് പ്ലമേറ്റ് ചെയ്തത്. നിഫ്റ്റിയും അതേപോലെ തന്നെ താഴുന്ന അവസ്ഥയുണ്ടാവുന്നു. ഇത്രയധികം സമഗ്രതല സ്പർശ ഒരു ബഡ്ജറ്റിനോട് ഓഹരി മാർക്കറ്റ് എന്തുകൊണ്ട് ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവും? ബഡ്ജറ്റ് സംസാരിക്കുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു പ്രിഫേസ് എനിക്ക് ആഡ് ചെയ്യണം. കാരണം എനിക്ക് ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വന്നത്. ഇതേപോലെ ഇൻഫോ പാർക്ക് പോലെ ഒരു ക്യാമ്പസിൽ വർക്ക് ചെയ്തതിന് ശേഷം ആക്സിഡന്റലി ഈ സിസ്റ്റത്തിലേക്ക് വന്ന ആളാണ്. ഒരു അപ്പൻഡിക്സും കൂടി ചേർക്കട്ടെ അതിനൊക്കെ. ഇപ്പോൾ നിർമ്മലാ സീതാരാമന്റെ പുതിയ ബഡ്ജറ്റിൽ പുതിയ എഞ്ചിനീയേഴ്സിന് അപ്രന്റീഷിപ്പിന് വേണ്ടി പ്രത്യേക പദ്ധതി തന്നെ കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്റെ 100% വെൽത്തും ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. എൻ്റെ ബിസിനസ്സും 100% ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിലാണ്. എനിക്ക് വെറുതെ സംസാരിച്ചിട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു ജേർക്കിംഗ് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചാൽ അത് നേരിട്ട് എൻ്റെ ബാലൻസ് ഷീറ്റിൽ അഫക്റ്റ് ചെയ്യും. ആ ഒരു ഇമോഷൻസിലാണ് ഞാൻ സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സെൻസിറ്റീവ് ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ബഡ്ജറ്റിൽ എന്നും ഒരു ഓപ്റ്റിമിസം കാണാനേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. കാര്യം ഒരു ബഡ്ജറ്റിൽ എന്തെങ്കിലും ഒരു പെസിമിസം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നാളത്തെ എന്ന് പറയുന്ന ദിവസത്തിന് അർത്ഥമില്ലാതായി പോകും. അതുകൊണ്ട് വി ഷുഡ് ടേക്ക് എവറിത്തിങ് വെരി പോസിറ്റീവ്ലി, റൈറ്റ്? പിന്നെ 20 കൊല്ലമായി ഞാൻ വളരെ ക്ലോസ്ലി ബഡ്ജറ്റ് വാച്ച് ചെയ്യുന്നു. ഇന്ന് വരെ ഒരു ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് ആരും സാറ്റിസ്ഫൈഡ് ആയിട്ട് എണീറ്റ് പോകുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇറ്റ് ഹാസ് ബീൻ ഓൾവേസ് എ ന്യൂസ് വാല്യൂ, റൈറ്റ്? We always say that, finally at the end of the day, we will make peace with budget എന്ന്. അതായത് ബഡ്ജറ്റിനെ നമ്മൾ സഹിക്കാൻ നമ്മൾ പഠിക്കും, റൈറ്റ്? ഇന്ത്യയിൽ ഇപ്പം നടക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ 2 വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. ഇൻഫാക്ട് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് ഞാൻ തന്നെ ഇരിക്കുന്നത്, ഫിനാൻസ് ഇൻഡസ്ട്രി എക്കണോമിക്സിനെ നേരിട്ട് അനുഭവിക്കുന്ന ഒരാളായിട്ട് പോലും. കാരണം ഇപ്പം നമ്മൾ പറയണു ഇന്ത്യൻ എക്കണോമിയിൽ റിസെഷൻ ഉണ്ടെന്ന്. റിസെഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. നെഗറ്റീവ് ഗ്രോത്ത് ആണ് റിസെഷൻ. ദാറ്റ് ഇസ് വൺ. സെക്കൻഡ് തിങ്, ദർ ഇസ് എ കോൺട്രാക്ഷൻ. സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല, ദർ ഇസ് എ കോൺട്രാക്ഷൻ. ബട്ട് എനിക്ക് ഇന്നും മനസ്സിലാവാത്ത കാര്യം, മാരുതി റിപ്പോർട്ട് ചെയ്യുന്നു അവരുടെ കാർസ് സെയിൽസ് കുറവാണ്, റൈറ്റ്? നമ്മൾ മീഡിയ, പല ഇൻഡിവിജ്വൽസും പല എക്സ്പേർട്സും പറയുന്നത് ഇന്ത്യ ഈസ് ഗോയിങ് ത്രൂ എ വെരി ഹാർഡ്ഷിപ്പ് ഫേസ്. ബട്ട് ഹ്യുണ്ടായി വെന്യൂ, MG ഹെക്ടർ, സെൽറ്റോസ് കിട്ടാനില്ല. സോ ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ദിസ്. ബാങ്കിങ് മേഖലകളിൽ പല ബാങ്കും നഷ്ടത്തിലാണ്, NPA ആണ്, പല പ്രോബ്ലംസ് ഫേസ് ചെയ്യണമെന്ന് പറയുന്നു ഓൺ വൺ സൈഡ്. അതർ സൈഡ് HDFC ബാങ്ക് ഇസ് മേക്കിംഗ് ഹ്യൂജ് പ്രോഫിറ്റ്, കോട്ടക് ഇസ് മേക്കിംഗ് ഹ്യൂജ് പ്രോഫിറ്റ്. See, എല്ലാ ഭാഗത്തും ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട്. When you told me that Indian market is crashing, it is ഒരു ഓവർ റിയാക്ഷൻ. എപ്പോഴും ഞങ്ങൾ ഇത് അനുഭവിച്ചിട്ടുണ്ട്, 2 സൈഡിലും അനുഭവിച്ചിട്ടുണ്ട്, കയറിയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് വിൽ ഫൈൻഡ് ഇറ്റ്സ് ലെവൽ, റൈറ്റ്? മാർക്കറ്റ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളതിന് പറയുന്നത് ഇറ്റ് ഓൾവേസ് ഡിസ്കൗണ്ട്സ് ദ ഫ്യൂച്ചർ ഓഫ് ദ എക്കണോമി എന്നാണ്. ഏറ്റവും അങ്ങനെ ഒരു ബാരോമീറ്റർ എനിക്ക് തോന്നുന്നു വേറെ ഒരു അസറ്റ് ക്ലാസ്സിനും ഇല്ല. റിയൽ എസ്റ്റേറ്റിനില്ല, ഗോൾഡിനില്ല, ഫോറക്സിനില്ല, ഒന്നുമില്ല. ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന് ആസ് ഐ സ്റ്റാൻഡ് ഹിയർ
വി ആർ ട്രേഡിംഗ് അറ്റ് എൻ ഓൾ ടൈം ഹൈ. മേ ബി ഒരു ടെമ്പററി കറക്ഷൻ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവുമായിരിക്കാം. ബട്ട് വാട്ട് പ്രോംപ്റ്റഡ് മാർക്കറ്റ് ടു ടേക്ക് ഹയർ ലെവൽ? മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന എല്ലാവരും മണ്ടന്മാരാണെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാർക്കറ്റിനകത്ത് ഒരുപാട് FIIs ഉണ്ട്. സൂരജ് നോക്കൂ, ഇപ്പം നിർമ്മലാ സീതാരാമൻ കൊണ്ടുവരുന്ന കോർപ്പറേറ്റ് ടാക്സിന്റെ ഇളവ് നിലവിലുള്ള കമ്പനികൾക്ക് 21% സ്ലാഷ് ചെയ്യുന്നു, പുതിയ കമ്പനികൾക്ക് 15% സ്ലാഷ് ചെയ്യുന്നു. ഇൻഡിവിജ്വൽ ടാക്സ്, ഡയറക്ട് ടാക്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു റെവല്യൂഷണറി സ്റ്റെപ്പ് എടുത്ത് പുതിയ ടാക്സ് ലാബ്, ഇത്രയും ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിൽക്കുന്ന സാഹചര്യത്തിലും ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് നിർമ്മലാ സീതാരാമന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. LICയുടെ പോലും ഓഹരി വിൽപ്പനയുടെ കാര്യത്തിൽ സർക്കാർ മുന്നിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവുന്നു. എന്ന് വെച്ചാൽ പൊതുവെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആയ ഒരു വി നീഡ് മോർ കോർപ്പറേറ്റ്സ് എന്ന് സർക്കാർ പറയുകയാണ് ഈ ബഡ്ജറ്റിലൂടെ. വി ഡോണ്ട് വാണ്ട് ക്രോണിക് ക്യാപിറ്റലിസം, ബട്ട് വി വാണ്ട് ഗുഡ് ക്യാപിറ്റലിസ്റ്റ്. എല്ലാ ക്യാപിറ്റലിസ്റ്റുകളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനോട് കൂടി സമഗ്ര മേഖലയും പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, മത്സ്യമേഖലയുടെ കാര്യത്തിൽ, കാർഷിക മേഖലയുടെ കാര്യത്തിലൊക്കെ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ എന്ന വാക്കുകൂടി പറഞ്ഞുകൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. എന്നിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ പോസിറ്റീവായി ഫേവർ ചെയ്യുന്നില്ല? അതാണ് എൻ്റെ ചോദ്യം. ദാറ്റ്സ് വൈ ഐ ടോൾഡ് ഇറ്റ്സ് ക്രൂവൽ. ഡോക്ടർ അരുൺ, ഈ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഒരുപാട് പ്രതീക്ഷിക്കും, അത് വന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്ഷിപ്ര കോപി ക്ഷിപ്ര പ്രസാദിയാണ്. വി യൂഷ്വലി സേ മാർക്കറ്റ് ഈസ് എൻ എക്സെൻട്രിക് സിസ്റ്റം. ഞങ്ങളൊക്കെ യു ക്യാൻ ഇമാജിൻ ഹൗ മച്ച് ഓഫ് പെസിമിസം ഐ ആം ഹാൻഡ്ലിങ് എ ഡേ. എന്തോരം നെഗറ്റീവിസം പൊളിറ്റിക്കലി, കമ്മ്യൂണലി, സോഷ്യലി. വി ആർ ബോംബാർഡഡ് വിത്ത് എ ലോട്ട് ഓഫ് നെഗറ്റീവ് ഇൻഫർമേഷൻ ഓൺ എ ഡെയിലി ബേസിസ്. ഞങ്ങൾ ഇതൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റത്തിൽ ഞങ്ങൾ എന്തോരം ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യണം. അതിൽ നിന്ന് തന്നെ പറയട്ടെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ തന്നെ ഒരു ഡിസ്കഷൻ, ഒരു ആൻസർ കിട്ടി. അതായത് കോർപ്പറേറ്റ് ടാക്സ് കട്ട് ചെയ്തത് ബഡ്ജറ്റിലല്ല. ബഡ്ജറ്റിന്റെ റിലവൻസ് അപ്പം തന്നെ നമുക്ക് ഇല്ലാതായല്ലോ. അതായത് GST വന്നതോടുകൂടി ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ഇൻകം ടാക്സിന്റെ കാര്യത്തിനോ മാത്രമായിട്ട് ചുരുങ്ങി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബഡ്ജറ്റിൽ നിന്ന് പോയി. ഇപ്പൊ ഈ പറഞ്ഞതിന് തന്നെ ഒരൊറ്റ ആൻസർ എനിക്ക് പറയാനുള്ളൂ. ഓഫ് കോഴ്സ്, as JT rightly pointed out, he is a very successful entrepreneur here, very smart guy. JT പറഞ്ഞ പോലെ ഒരു ഓൺട്രപ്രണർഷിപ്പിന്റെ സ്പിരിറ്റ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാര്യം കോർപ്പറേറ്റ് ടാക്സ് കുറച്ച് പുതിയതായിട്ട് കമ്പനി കൊടുക്കുന്നവർക്ക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഒക്കെ ചെയ്യും. അതിലൊരൊറ്റ വാക്ക് മതി നമുക്ക് ഈ ബഡ്ജറ്റിനെ അനലൈസ് ചെയ്യാൻ. LICയുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. യു ആർ ടോക്കിംഗ് അബൌട്ട് 33.5 lakh crore ബെഹമത്ത്. 10% വിറ്റ് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദ മണി ദാറ്റ് ഇസ് ഗോയിങ് ടു കം ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റാത്തത്? സോ നമ്മളിത് അനലൈസ് ചെയ്യുന്നതിന് മുമ്പേ ഓവർ റിയാക്ഷൻസ് എപ്പോഴും നമുക്ക് ഉണ്ടാവും. ബട്ട് ടേക്ക് ഇറ്റ് വിത്ത് എ കൂൾ ഹെഡ്. നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ആൻസർ അതിനകത്ത് ഫീൽ ചെയ്യും. നമുക്ക് ഒരു ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ബഡ്ജറ്റ് വുഡ് നോട്ട് ബി ദ ഓൺലി സ്റ്റേജ്. ദർ വിൽ ബി ലോട്ട് ഓഫ് തിങ്സ് കമ്മിങ് അപ്പ്. ഓക്കെ, ഫൈൻ. മനു, സീതാറാം യെച്ചൂരിയുടെ കമന്റ് വന്നിട്ടുണ്ട്. ജസ്റ്റ് പ്ലാറ്റിറ്റ്യൂഡ് സ്ലോഗൻസ്, നത്തിങ് സബ്സ്റ്റാൻഷ്യൽ ടു അലിവിയേറ്റ് പീപ്പിൾസ് മിസറി. ഗ്രോയിങ് അൺഎംപ്ലോയ്മെന്റ് പ്രൈസസ്. തൊഴിലില്ലായ്മ കുറയ്ക്കാനോ വിലപ്പെരുപ്പം കുറയ്ക്കാനോ ജനങ്ങളുടെ കഷ്ടപ്പാട് കുറയ്ക്കാനോ പറ്റുന്ന ബഡ്ജറ്റല്ല, വെറും മുദ്രാവാക്യങ്ങൾ മാത്രമാണ് ഈ ബഡ്ജറ്റിൽ എന്നാണ് സീതാറാം യെച്ചൂരിയുടെ കമന്റ്. ഹൗ വിൽ യു ബി സോ ക്രൂവൽ? അല്ല, തീർച്ചയായിട്ടും ഇന്ത്യ തന്നെ ഇപ്പം വളരെ BJP ഗവൺമെൻറ് ഒരുപാട് ക്രൈസിസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് CAA ബിൽ സംബന്ധിച്ചിട്ട് ഇന്ത്യ മുഴുവൻ നടക്കുന്ന പ്രശ്നങ്ങൾ. നേരത്തെ സുമാരനാഥ് സാർ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 370 കാശ്മീരിൻ്റെ കാര്യത്തിൽ, ഇതിലെല്ലാം ഇന്ത്യയിൽ ഒരുപാട് പ്രൊട്ടസ്റ്റും BJP ഗവൺമെൻറ് എപ്പോഴും ഒരു ബാക്ക് ഫുട്ടിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഒരു 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 ഗിമ്മിക്ക് മാത്രമാണ് ഈ ബഡ്ജറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം മുഴുവനായിട്ട് ബഡ്ജറ്റ് പഠിക്കുവാൻ സാധിച്ചിട്ടില്ല. അധികം സമയം യാത്രയിലായിരുന്നു ബഡ്ജറ്റിൻ്റെ അവതരണ സമയത്തൊക്കെ. എങ്കിലും ഇപ്പം നമുക്ക് കാണാം LICയുടെ ഓഹരി വിൽക്കാൻ പോകുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഓഹരികൾ വിറ്റഴിച്ചിട്ട് 2.1 ലക്ഷം കോടി രൂപ സമാഹരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇപ്പം ഒഴിക്കാൻ വന്നു കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ലാഭത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ പലതും വിറ്റഴിക്കുന്നതിന് കാരണമില്ലാത്ത ഒരവസ്ഥ. മുമ്പ് പറഞ്ഞിരുന്ന പലപ്പോഴും നല്ല നഷ്ടകരമായ ഒരു അവസ്ഥ കൊണ്ടാണ് ഇത് വിറ്റഴിക്കുന്നു എന്നുള്ളതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് വിറ്റഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിലുള്ള കൊച്ചിൻ റിഫൈനറി വിറ്റഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. അതെല്ലാം പൊതു ബഡ്ജറ്റിലേക്ക്, അത് ഖജനാവിലേക്ക് വലിയ തുകകൾ സംഭാവന നൽകുന്ന വലിയ ലാഭത്തിൽ പോകുന്ന സ്ഥാപനങ്ങളാണ്. അത് വിറ്റഴിക്കുന്നതിന്റെ റവന്യൂ റെസീപ്റ്റ്സ് കൂട്ടാൻ വേറെ വഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇപ്പം നമ്മുടെ നാട് ഫേസ് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞു നമ്മൾ ഇൻഫോ പാർക്കിലാണ് നിൽക്കുന്നത്, ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാകുന്ന അവസ്ഥ. ഈ ഇൻഫോ പാർക്കിൽ തന്നെ എത്രയോ എംപ്ലോയീസിനെയാണ് ഒരു ദിവസം രാവിലെ ചെല്ലുമ്പോൾ പിരിച്ചുവിടുന്നത്. ഒരു കാരണവുമില്ലാതെ പിരിച്ചുവിടുന്നു. ഇൻഫ്ലേഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ റേറ്റിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ടാക്സിൽ ഒരു ബെനിഫിറ്റ് മുമ്പ് കേട്ടിരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ വരെ ടാക്സ് ബെനിഫിറ്റ് കൊടുക്കും. അതുവഴി അപ്പോൾ ഈ ഇൻഫ്ലേഷൻ ഏറ്റവും ഒരു ഉയർന്നു നിൽക്കുന്ന അവസരത്തിൽ ഒരു ടാക്സിൽ ഒരു ചെറിയ ബെനിഫിറ്റ് നൽകിയുകൊണ്ട് മാത്രം ആളുകൾക്ക് അതിൻ്റെ ഒരു മെച്ചം ഉണ്ടാവില്ല. ഓക്കെ, ആളുകൾക്ക്
ഈ ഓരോ വാങ്ങുവാനുള്ള അവരുടെ കപ്പാസിറ്റി കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ചെറിയൊരു ലാഭം മാത്രം അതിനകത്ത് നൽകിയുകൊണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമുക്ക് കൺമുമ്പിലുള്ള ഇവിടെ നമ്മൾ ദൈനംദിനം ഉപയോഗിക്കുന്ന സവാള അല്ലെങ്കിൽ ഉള്ളി തുടങ്ങിയ സാധനങ്ങളുടെ വില 10 ഇരട്ടി കൂടിയിട്ടും ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്നറിയാം. വെജിറ്റബിൾ താലി ഇന്ന് തന്നെ സൗത്ത് ഏഷ്യയിലെ ഏറ്റവും കുറഞ്ഞ വെജിറ്റബിൾ താലി നിരക്കാണ് ഇന്ത്യയിലേത് എന്നാണ് റിവ്യൂ പറയുന്നത്. ബിഗ് പ്രോബ്ലം there. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഇന്റലിജന്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഇക്കണോമിക് സർവേ ആണ്. അത് കൃത്യമായിട്ട് നമ്മൾ വായിക്കണം. ഒക്ടോബർ വരെയുള്ള ഇൻഫ്ലേഷൻ റേറ്റ് വെച്ചിട്ടാണ് താലി പ്രൈസ് നോക്കിയിരിക്കുന്നത്. ഡിസംബറിലാണ് നമുക്ക് 7.4 എന്നുള്ള വലിയ ഇൻഫ്ലേഷൻ വരുന്നത്. ഡിസംബർ വരെയുള്ള ഇൻഫ്ലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് താലി പ്രൈസ് ഉള്ള വെറുതെ ഈ പത്രത്തിൽ എഴുതുമ്പോഴും ഈ റിവ്യൂവിൽ എഴുതുമ്പോഴും വളരെ സ്ട്രാറ്റജിക് ആയിട്ട് അതൊക്കെ എഴുതുന്നത്. ഒക്ടോബർ വരെയുള്ള ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. പറഞ്ഞോട്ടെ. ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന് തിയറി, ഒന്ന് റിയാലിറ്റി. ഞാനൊരു തിയറിറ്റിഷ്യൻ അല്ല. ഞാൻ പുസ്തകം വായിച്ച് ബിസിനസ് ചെയ്യുന്ന ആളല്ല. ഞാൻ കോടിക്കണക്ക് രൂപ ബാങ്കിൽ നിന്ന് കടമെടുത്ത് 3000-ൽ-അധികം ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുത്ത് വളരെ റിസ്ക് ഒക്കെ എടുത്ത് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഒരു കാരണവശാലും ഒരു എക്കണോമിക്സിൻ്റെ ഒരു ബുക്ക് വായിച്ചിട്ട് അതിൽ നിന്നും കണ്ടു കിട്ടുന്ന തിയറി, അങ്ങനെയാണെങ്കിൽ തിയറിറ്റേഷൻസ്, എത്രയോ തിയറിറ്റേഷൻസ് പ്രസംഗിക്കുന്നു. എത്ര പേര് അദാനികളായി, എത്രയോ പേര് അംബാനികളായി, എത്രയോ ആൻറ്റർപ്രണേഴ്സ് ഉണ്ടായി. ഇപ്പോൾ തിയറി അക്കോർഡിംഗ് ടു മീ ഈസ് വൺ സൈഡ് ഓഫ് ഇറ്റ്. ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു ആൻറ്റർപ്രണറാണ്. ഞങ്ങൾ കാണുന്നത് ഓപ്പർച്യൂണിറ്റിയാണ്. എന്താണൊരു അവസരം? ഇപ്പം എനിക്കിപ്പോൾ ആഫ്രിക്കയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടോ? ഉണ്ട്. 2, വാട്ട് ഇസ് എ ബ്യൂറോക്രസി? 2, വാട്ട് ഇസ് ഇൻട്രസ്റ്റ് റേറ്റ് ടു ബോറോ മണി ദർ? Number 4, what's a taxation? And what's the safety of my investment? Now let's look at reverse as India. Today's budget, even if I become the finance minister of the country, and if I sit in the opposition, I don't think there's a better solution to correct this fiscal deficit and this GDP and even inflation issue overnight. It's not possible. So what this is basically has done is, this is an engine. This is basically a fuel. We have added fuel to motivate people to start more businesses, to hire more people, to put more money into the hands. For example, ഇന്ന് 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തിക്ക് വളരെ തുച്ഛമായ ടാക്സ് വരുള്ളൂ ഇനി ഭാവിയിൽ. So that motivates people. You know, that becomes, that puts a lot of more money into your pocket and you spend the money. Theory മാത്രം, see, I don't disagree with you. That is your job. My job is to run a business. I have never gone to a bookstore and bought a book and to read a book and understand how to do business. It is talent. So I think this budget, I am not a person affiliated to any political party. I admire the Prime Minister of this country. I admire all those people who work in different political fields. However, in the bottom line, I am saying this budget, anything more can be done? Yeah, they can destroy the country's economy by announcing more. But there is one thing missing here. The high interest cost of this country. On an average, to borrow money in the 10 to 12% cost of money. Even though the Reserve Bank of India has dropped the pricing of interest on various occasions, this benefit is not being passed to the industry. That's nothing to do with the budget. That's a different subject. ബാങ്കിംഗ് പരിഷ്കരണത്തിലും പലിശയുടെ പരിഷ്കരണത്തിലും. പക്ഷേ അത് എനിക്കൊന്ന് ബഡ്ജറ്റ് പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നു. ഒരു കാര്യം ഇൻസേർട്ട് ചെയ്യാൻ. ഡോക്ടർ അരുൺ ഒരു പ്രിഫേസ് എൻ്റെ അടുത്ത് പറഞ്ഞു, വളരെ കോമഡി ആയിട്ടാണ് ഞാൻ പറയുന്നത്. യു ആർ സോ ക്രൂവൽ. അപ്പോൾ ഞാൻ അതിനെ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് തിരിച്ചു പറയാനുണ്ട്. കാര്യം എന്നറിയോ, I mean, the finance ministry has always been cruel. You know why? കാര്യം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചേക്കണേ, ദോ ഐ ആം എൻ എഞ്ചിനീയർ, നമ്മൾ പഠിക്കുമല്ലോ, ഓരോ ക്വാളിഫിക്കേഷൻസ് വേണമല്ലോ. അതിൽ പറഞ്ഞേക്കണെന്ന് വെച്ചാൽ വെൽത്ത് ക്രിയേഷൻ, അതാണല്ലോ നമ്മുടെ ഇപ്രാവശ്യത്തെ സബ്ജക്ട്. അസംബിൾ ഇൻ ഇന്ത്യ, വെൽത്ത് ക്രിയേഷൻ എന്നുള്ള സബ്ജക്ട് മാത്രമേ. ഇപ്പോൾ വെൽത്ത് ക്രിയേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കണേ 10% ടു ഇക്വിറ്റീസ്, 10% ടു റിയൽ എസ്റ്റേറ്റ്, 20% ടു ഗോൾഡ്, അങ്ങനെ പറഞ്ഞാണ് നമ്മൾ സാധാരണ ഒരു അസറ്റ് അലോക്കേഷൻ നമ്മൾ ചെയ്യുന്നത്. ഇന്നിപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല നമ്മൾ ചെയ്യേണ്ടത്. 5 പിള്ളേരുണ്ടാവുക, ഒരാളെ സ്റ്റേറ്റ് ഗവൺമെന്റിൽ വർക്ക് ചെയ്യിപ്പിക്കാം, വേറൊരാളെ സെൻട്രൽ ഗവൺമെന്റിൽ, 3-ാമത്തെ ആളെ NRI, 4-ാമത്തെ പൊളിറ്റീഷ്യൻ. നിങ്ങളുടെ അസറ്റ് ക്രിയേറ്റ് ആയി. യു നോ വൈ? സി, ഇൻകം ടാക്സ് സോ ക്രൂവൽ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ നാളെ, ഈ കുട്ടികൾ നാളെ ചിലപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്യും. ഞാനൊരു സാലറി ഡ്രോ ചെയ്യുന്ന ആളാണ്, എനിക്ക് TDS പിടിക്കാതെ, എൻ്റെ സ്വന്തം കമ്പനി ആണെങ്കിൽ പോലും TDS പിടിക്കാതെ കയ്യിൽ കമ്പനി കിട്ടില്ല. ഞങ്ങൾ
ഫോർമൽ എക്കണോമിയിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്നു. ക്യാമറ മാത്രമല്ല വാച്ച് ചെയ്യുന്നു, ഇൻകം ടാക്സും വാച്ച് ചെയ്യുന്നു, ഞങ്ങളെ പിടിക്കുന്നു. എന്തെങ്കിലും ഡീവിയേഷൻ വന്നാൽ വി ആർ ഇൻ. 300 ഏക്കറുള്ള റബ്ബർ എസ്റ്റേറ്റുള്ള ആൾക്ക് എവിടെയാണ് ഒരു ഇൻകം ടാക്സ് ഉള്ളത്? എവിടെയാണ് ഇൻകം ടാക്സ് ഉള്ളത്? ഞാൻ ഇവിടുന്ന് ഒരു ഹോട്ടലിൽ ട്രാവൽ ചെയ്ത് പോകണമെങ്കിൽ, ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ, ബോംബെയിലോ ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമുണ്ട്, ബാംഗ്ലൂർ പോകുമ്പോൾ 2000 രൂപ തൊട്ട് 6000 വരെ 10000 രൂപ ഡിപ്പെൻഡിങ് ഓൺ യുവർ ബഡ്ജറ്റ്, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എവിടെ വേണമെങ്കിലും ഹോട്ടലുണ്ട്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനെ പൊതുമേഖലാ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ 10 രൂപയും 20 രൂപയാണ് ഇവർ താമസിക്കുന്നത്. റൈറ്റ്? സോ യു ആർ ടോക്കിംഗ് അബൌട്ട് സോഷ്യൽ എക്വിറ്റി. വേർ ഈസ് സോഷ്യൽ എക്വിറ്റി? നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ട് മാറ്റേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അല്ലാണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഈ ചെറിയ ചെറിയ സോ ബഡ്ജറ്റ് ഇസ് ക്രൂവൽ ആസ് യു റൈറ്റ്ലി സെഡ്. ഞാൻ പോകുന്നില്ല, കാര്യം യു നീഡ് ടു കവർ എവറി വൺ. ബഡ്ജറ്റ് ഇസ് സോ ക്രൂവൽ ഇൻ ദ സെൻസ് ദാറ്റ് ടാക്സ് ചെയ്യേണ്ടവരെ ടാക്സ് ചെയ്യുന്നില്ല, ടാക്സ് ചെയ്യാത്തവർക്ക് ഓവർ ബർഡൻ വരുന്നുണ്ട്. പക്ഷെ നൗ ഇറ്റ്സ് ഓപ്പൺ ടു ഓൾ. എല്ലാ പ്ലേയേഴ്സിനെയും നിർമ്മലാ സീതാരാമൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നിങ്ങൾ ഇൻകം ടാക്സ് പേയേഴ്സ് ആണെങ്കിൽ നിങ്ങളെ അധികം ചൂഷണം ചെയ്യില്ല, നിങ്ങൾക്ക് ഒരു ഈസ് ഓഫ് ബിസിനസ്സിനും ഈസ് ഓഫ് ലിവിങ്ങിനുമുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നു, ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആക്കുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി ആക്കുന്നു, ടാക്സ് റിഷീംസിന്റെ കാര്യത്തിൽ വലിയ ഹരാസ്മെന്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയുന്നു. അത്തരത്തിൽ ഒരു തരത്തിലുള്ള നിരീക്ഷണങ്ങളും നിങ്ങളുടെ പുറത്തുണ്ടാവില്ല. എല്ലാം ഈസ് ഓഫ് ബിസിനസ്സിലേക്ക് വരാൻ പോകുന്നുവെന്നാണ്. മീൻസ് ഇൻ എ വേ ഒരു സറണ്ടർ. IT എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് ഇനി മുതൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു സന്ദേശം നൽകുകയാണ്. ബിക്കോസ് വി നീഡ് മോർ ക്യാപിറ്റലിസ്റ്റ്, വി നീഡ് മോർ റവന്യൂ, വി നീഡ് മോർ ജോബ്സ്. ഡോക്ടർ അരുൺ, ഞാൻ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ പൊതുവെ സെൻറ്റിമെൻറ്റ്സ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഏത് ബഡ്ജറ്റ് എടുത്താലും നമ്മൾ അതിനകത്ത് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഏത് സ്ലാബിലാണ് അന്ന്, അല്ലാതെ നമ്മൾ ഇതിൻ്റെ റൂട്ട് കോസിലേക്ക് പോകുന്നില്ല. വൈ വി ആർ പേയിങ് മോർ? ദ ക്വസ്റ്റ്യൻ ഇസ് നമ്മൾ എത്ര പേ ചെയ്യണമെന്നല്ല, എന്തുകൊണ്ട് നമ്മൾ മാത്രം പേ ചെയ്യുന്നു, എന്തുകൊണ്ട് നമ്മൾ ഇത്രയും പേ ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ. അത് വീണ്ടും പഴയതുപോലെ തന്നെ ജനിച്ചപ്പം മുതൽ കാണുന്ന ബഡ്ജറ്റ് പോലെ തന്നെയാണ് ഇപ്പോഴും അഡ്രസ് ചെയ്ത് പോകുന്നത്. ദാറ്റ്സ് വൈ ഐ സെഡ് ബഡ്ജറ്റ് വളരെ ചേഞ്ച് ഇല്ല. ഒറ്റ കാര്യം കൂടി, ഞാൻ ഒന്നുകൂടി വരാം താങ്കളിലേക്ക്. ഈ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നവരെ റെസ്പെക്ട് ചെയ്യാൻ ഈ രാജ്യം പഠിക്കുന്നു എന്നുകൂടി ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ഈ ബഡ്ജറ്റിലുണ്ട്. വെൽത്ത് ക്രിയേഷൻ ആൻഡ് ദോസ് ഹു ക്രിയേറ്റ് വെൽത്ത് വിൽ ബി ഓണേർഡ് ബൈ ദ നേഷൻ എന്നാണ്. അതായത് താങ്കളെയൊക്കെ ആദരിക്കാൻ പോവുകയാണ് ഈ രാജ്യം. See, the fundamental backbone of any economy is wealth. We can talk philosophy, but wealth creation ennulla subject illengil there is no enterprise, and without enterprise there is no revenue, and without revenue there is no expenditure. So but the problem with us is this: it is like one parent having 2 children. You will be able to invest your surplus money onto those children in a perfect manner, education wise, health wise, upbringing wise. അതേസമയം അതേ കുടുംബത്തിൽ 5 കുട്ടികളുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? We will distribute that. എന്ന് വരുമ്പോൾ quality will deteriorate. So one population is an issue in our country. The total forex reserve, for example, of our country is $450 billion. 450 billion. അല്ലേ? ഞാനിപ്പോൾ ഓഫ് ദ ബഡ്ജറ്റാണ് സംസാരിക്കുന്നത്. If you distribute that amongst our total population, per capita of our forex is nothing. And especially with the youth today having access to various things they can buy online. You take, personal luxury items. If 10% of India's educated population, which according to me is close to 300 million, decides to import certain things that they would like to enjoy, I don't think we have reserves for it. So what happens here, Dr. Arun, is we need to create domestic revenue first. നിലവിൽ ബഡ്ജറ്റിൽ ഒരു പ്രൊവിഷൻ ഉള്ളത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്. ഷൈജന ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അടിസ്ഥാന സൗകര്യ വികസനത്തിന് 100 ലക്ഷം കോടി രൂപയാണ് ഇയർമാർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ലോജിസ്റ്റിക്സിന്റെ കാര്യത്തിൽ വലിയ തുക മാറ്റിവെച്ചിരിക്കുന്നു. ഈ അടിസ്ഥാന വികസനത്തിന്റെ കാര്യത്തിൽ എക്സ്പ്രസ് ഹൈവേ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് 1 ലക്ഷം ഗ്രാമങ്ങളിലാണ് ഫൈബർ ടു ഹോം പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത്. മൊത്തം ഇന്ത്യയിലുള്ള 5 ലക്ഷം ഗ്രാമങ്ങളിൽ 1/5 ഫൈബർ ടു ഹോം ആയി മാറാൻ പോവുകയാണ്. ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ വരാൻ പോകുന്നു. ഇങ്ങനെ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിലേക്ക് മണി പമ്പ് ചെയ്യുമ്പോൾ ജോബ് സ്വാഭാവികമായി ഉണ്ടാവും. ലിക്വിഡിറ്റി ക്രൈസിസിനെ നേരിടാൻ സാധിക്കും. ഈ പറയുന്നവർക്ക് കൂടുതൽ പർച്ചേസിംഗ് കപ്പാസിറ്റി വരും, കൺസ്യൂമറിന്റെ കോൺഫിഡൻസ് കൂടും എന്നുള്ള നിഗമനമാണ്. ഇതിവിടെ മാത്രമല്ല, അങ്ങനെ കൂടിയാൽ ഇൻവെസ്റ്റേഴ്സിനെ സഹായിക്കാനുള്ള പദ്ധതികൾ കൂടി സർക്കാർ പ്രഖ്യാപിക്കുന്നു. See, looks like this is a plan B. See, if the private sector does not invest, there is no spending. So naturally there's a lot of impetus this time on infrastructure. And they've allocated a huge amount for building highways. That way they're pumping in money. The steel industry, the cement industry, amount of labor we can employ. So it is only a standby plan, and I think definitely we need infrastructure. So from a perspective of what me as an Indian citizen expected, I think it has covered most of it. പിന്നെ എല്ലാം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ ചെറിയൊരു പാത്രത്തിനല്ല പങ്കിടാൻ സാധിക്കുള്ളൂ. ഈവൺ ഇഫ് ഐ എം എ ബിസിനസ്മാൻ, Nirmala Sitharaman may not be a business person, but even if I took that job, I don't think I'll be able to share more than what. It's a high risk budget. This is my view. Okay, anyway, ഒരാൾ മാത്രമാണ് അർത്ഥത്തിൽ നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിന് ഹൈ റിസ്ക് ബഡ്ജറ്റ്. ഇതിനപ്പുറം നിർമ്മല സീതാരാമന് ഈ ബഡ്ജറ്റിൽ ചെയ്യാൻ one supporter for the budget. To you, sir. എല്ലാ മേഖലകളെയും സ്പർശിക്കാൻ ഈ ബഡ്ജറ്റ് ശ്രമിച്ചിട്ടുണ്ടെന്ന് പ്രാഥമികമായ ഒറ്റനോട്ടത്തിൽ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. മത്സ്യമേഖലയാവട്ടെ, തീരദേശ മേഖലയാവട്ടെ, ഇൻഫ്രാസ്ട്രക്ചറിന്റെ മേഖലയാവട്ടെ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാവട്ടെ, ഒരു പുതിയ റിക്രൂട്ടിംഗ് ഏജൻസി, അത് സ്റ്റേറ്റ് സർവീസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും സമഗ്രതല സ്പർശിയായിട്ടുള്ളൊരു ബഡ്ജറ്റ് എന്ന ഒരു പ്രതീക്ഷ ഈ ബഡ്ജറ്റ് മുന്നിലോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു. ഇതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു നിർമ്മലാ സീതാരാമന്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബജറ്റ് പ്രൈം ഫോക്കസ് ഇപ്പോഴത്തെ റിസഷൻ അഡ്രസ് ചെയ്യാൻ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് അവർ ഡിമാൻഡ് കൂട്ടുന്നതിനും സപ്ലൈ സൈഡ് എൻഹാൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വെൽത്ത് ജനറേഷൻ്റെ കാര്യം പറഞ്ഞു. വെൽത്ത് ജനറേറ്റിംഗ് ഓൺലി മെക്കാനിസം ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. അപ്പോൾ ലേബർ സൈഡിലും ക്യാപിറ്റൽ സൈഡിലും ചെയ്യാവുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് അവർ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് മെഷീനറി ഉണ്ടല്ലോ, നമ്മുടെ ഈ ബ്യൂറോക്രാറ്റ് ലെഡ് ഡെവലപ്മെന്റ് പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് ഇവരുടെ ഈ അംബീഷനെയൊക്കെ വലുതായിട്ട് കട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. ഡെലിവറി ബിക്കംസ് വളരെ മോശമാകുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചേ. മിനിസ്ട്രി ഓഫ് പ്ലാനിംഗ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന്റെ പ്രോജക്റ്റ് ടൈം കോസ്റ്റ് ഓവർ തന്നെ ഹെവിയാണ്. നമ്മളെ പോലത്തെ ഒരു എക്കണോമിയിൽ ഇത്രയും വലിയൊരു ഹ്യൂജ് കോസ്റ്റ് ആണ് എങ്ങനെ നമ്മൾ സഹിക്കാൻ പറ്റും? അവിടെയാണ് എഫിഷ്യൻസി ഓഫ് ദ ഹോൾ മെഷീനറി നീഡ്സ് ടു ബി ഇംപ്രൂവ്ഡ്. അതിന്റെ ഒരു പാർട്ടാണ് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ബ്യൂറോക്രാറ്റിക് ലെവലിലൊക്കെ വന്നിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണത്. ഈ നൈപുണ്യ വികസനത്തിന് 3000 കോടി സർക്കാർ പ്രഖ്യാപിക്കുന്നു. 99,300 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നു. തൊഴിലുറപ്പിന് വേണ്ടി പ്രത്യേക പദ്ധതി തയ്യാറാക്കുന്നു. പ്രത്യേക അപ്രന്റീസ്ഷിപ്പ് ഹബ്ബുകൾ തുടങ്ങുന്നു. സ്റ്റാർട്ടപ്പുകൾക്ക് പുതിയ നിക്ഷേപ സെല്ലുകൾ, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ഫാക്ട്, നിക്ഷേപ സെല്ലുകൾ ഉണ്ടാക്കുകയാണ്, ഇൻവെസ്റ്റർ സെല്ലുകൾ ഉണ്ടാക്കുന്നു. ഇനി 5 പുതിയ സ്മാർട്ട് സിറ്റികൾ വരാൻ പോകുന്നു. 1480 കോടി രൂപ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. 27,300 കോടി രൂപ വ്യവസായ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഇൻഡസ്ട്രിയൽ സെക്ടറിന് വേണ്ടി 27,300 crore. സ്മോൾ മണി, ബട്ട് ഈവൻ ദെൻ ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ ഇത് എവിടേക്കാണ് പോകുന്നത്? ഇൻഫ്രാസ്ട്രക്ചറിനുള്ള 100 lakh crore പോകുന്നത് ബേസിക്കലി യൂട്ടിലൈസ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സ്കിൽ ഡെവലപ്മെന്റ് എന്ന മേഖലയിൽ ചെയ്തിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ടെക്നോളജിയും പുതിയ സ്കിൽ എൻഹാൻസ്മെന്റും ഇല്ലാതെ നമ്മുടെ ഇവിടെ ജോബ് ക്രിയേഷൻ നടക്കില്ല. ഇറ്റ്സ് എ ഫാക്ട്സ്. ഇപ്പോൾ നമ്മൾ എക്സിസ്റ്റിംഗ് സ്കില്ല് റീസ്കില്ല് ചെയ്യാതെയും പുതിയ പുതിയ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാതെയും ആ എൻവയോൺമെന്റിൽ ജോലി ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള തൊഴിൽ സേനയെ ഉണ്ടാക്കുന്നതിനും പ്രാപ്തരാക്കിയില്ലെങ്കിൽ നമ്മുടെ ജോബ് മാർക്കറ്റ് വിൽ ബി ടേക്കൺ അവേ ബൈ സംബഡി എൽസ്. ഒറ്റ കാര്യം കൂടി, നിലവിൽ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ എനിക്കൊന്ന് അങ്ങേ കൂടി അതിനകത്ത് ഇന്റർഫിയർ ചെയ്യാവുന്നതാണ്. 1.7 ലക്ഷം കോടി രൂപയാണ് ഗതാഗത വികസനത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഊർജ്ജ മേഖലയ്ക്ക് 22,000 കോടി ഊർജ്ജ മേഖലയിലേക്ക് വരുമ്പോൾ ഡാറ്റാ സെന്റർ പാർക്കുകൾ ഇന്ത്യയിലുടനീളം, അതായത് ഡിജിറ്റൽ ഇന്ത്യ, ഒരു ആസ്പിറേഷണൽ ഇന്ത്യയെ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിനുള്ള പദ്ധതികൾ 8,000 കോടി രൂപ ക്വാണ്ടം ടെക്നോളജിക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രാമുഖ്യം കൊടുക്കുന്നു. 2020 ആകുമ്പോഴേക്കും GST ലളിതമാക്കുമെന്ന് പറയുന്നു. ഇറ്റ്സ് ആൻ ഓഫർ ടു യു സർ. ആബ്സല്യൂട്ട്ലി. ഈ പറയുന്ന ബജറ്റ് അലൊക്കേഷൻ അതത് മേഖലകളിൽ കറക്റ്റായിട്ട് എത്തിച്ചേർന്നാൽ ഇന്ത്യ ഈസ് ഗോയിങ് ടു ചേഞ്ച്. ഇന്ത്യ വിൽ ചേഞ്ച്. ഇന്ത്യ ഹാസ് ടു ചേഞ്ച്. We have the best talent. We have the best workforce. And I think we have a lot of resources that is available in our country. For example, you take the shipbuilding. എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് മാത്രം ഒരു ഷിപ്പിംഗ് ലൈൻ ഇല്ലാത്തതെന്നാണ്? നമുക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ? നമുക്ക് മാസ്റ്റർ മാരിനേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണോ? നമുക്ക് സീമൻ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. Because basically we have not so far given any importance to infrastructure development and make in India. If India needs a ship, we go to a Korean shipyard. If India needs a Adaniyude portinu port has nothing to do with shipbuilding. I'm talking about as an industry. I'm talking as a heavy industry. But Korean heavy industries ennaanu shipbuilding aanu. You understand? So similarly, what I would like to point out here is, if those investments that are being approved from the budget, if it reaches the destination, I think India is going to change. India is going to change. Definitely. A changing budget, Shaijan. Definitely. ഇന്ത്യ ചേഞ്ച് ചെയ്യണം. ഞാൻ പറഞ്ഞിരട്ടെ, ഈ ഇന്ത്യ ചേഞ്ച് ചെയ്യണം എന്ന് പറയുമ്പോൾ എന്തിൽ നിന്ന് ചേഞ്ച് ചെയ്യണമെന്നാണ്. എനിക്ക് 2 മിനിറ്റ് സമയം തരണം. കുറേ സമയമായിട്ട് വെയിറ്റ് ചെയ്യുന്നത്.
അതായത് Always the economist way for the businessman. ദാറ്റ്സ് ഫൈൻ. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് മാറണമെന്നാണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ മോശമാണെന്ന് അംഗീകരിക്കുന്നതുകൊണ്ടാണോ എനിക്കറിയില്ല. അതായത് എംപ്ലോയ്മെന്റ് ആയിക്കോട്ടെ, ഇൻഫ്ലേഷൻ ആയിക്കോട്ടെ, GDP ആയിക്കോട്ടെ, ഇത്തരം അവസ്ഥയിൽ മൊത്തത്തിൽ നമ്മൾ വളരെ മോശം അവസ്ഥ ആയതുകൊണ്ടാണ് അതിൽ നിന്ന് മാറണമെന്ന് ചിന്തിക്കുന്നത്, മാറണമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ നല്ലതായിട്ടാണ് ഞാനും എടുക്കുന്നത്. മാറണം, മോശം അവസ്ഥയാണല്ലോ. ഒന്നും കൂടി രണ്ടാമത്തെ കാര്യം, ഇനി ഈ മാറുന്നത് ആരിലൂടെ, എന്തിലൂടെ, അതാണ് ഈ ചർച്ചയിൽ തന്നെ. ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രമല്ല, രണ്ടുപേരുണ്ട് ഇപ്പോൾ ബജറ്റ് സപ്പോർട്ട് ചെയ്യുന്നവർ. അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോ ഏത് സൈഡിൽ നിന്ന് നോക്കണം എന്നുള്ളതാണ്. ഓൺട്രപ്രണർ അല്ലെ, ഇൻവെസ്റ്റർ എന്നുള്ള സൈഡിൽ നോക്കുന്നത് മാത്രമാണോ എന്നുള്ള, അതിൽ നോക്കണം. അല്ലെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ നോക്കുക തന്നെ വേണം. ഇൻവെസ്റ്റർ വളരെ പ്രധാനമാണ്, ഓൺട്രപ്രണർഷിപ്പ് വളരെ പ്രധാനമാണ്, എംപ്ലോയ്മെന്റ് പ്രൊവിഷൻ അതിലൂടെയൊക്കെ വരും. ഞാൻ ഇച്ചിരി കൂടെ സാധാരണക്കാരൻ്റെ രീതിയിലേക്ക് വരൂ. ഇൻകം ടാക്സ് കുറച്ചത് കൊണ്ട് ഡിമാൻഡ് ബൂസ്റ്റപ്പ് ചെയ്യുന്നുള്ളത് സാറ് പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിലെ തിയറിയാ. ഇൻകം ടാക്സ് പേ ചെയ്യുന്ന എത്ര പേരാ ഉള്ളത്? ഇന്ത്യ മഹാരാജ്യത്തിൽ എത്ര ശതമാനം പേരാണ് ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്? അപ്പോൾ അതിലൂടെ ഇൻകം ടാക്സിന്റെ ഇത് കുറച്ചുകൊണ്ട് ഡിമാൻഡ് ബൂസ്റ്റപ്പ് ചെയ്യാന്ന് പറയുന്നത് വെറും തിയറട്ടിക്കലാണ്. രണ്ട്, സാധാരണക്കാരുടെ മാനുഫാക്ചറിംഗ് സെക്ടർ കഴിഞ്ഞ 14 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നെഗറ്റീവാണ്. 2% താഴെയാണ്. അല്ലല്ല, മൈ ക്വസ്റ്റ്യൻ ഈസ്, ഈ ഇൻകം ടാക്സ് കുറയ്ക്കുന്നത് കൊണ്ട് ഈ ഒരു മിഡിൽ ക്ലാസിന്റെ പർച്ചേസിംഗ് പവർ കൂട്ടുകയും മാനുഫാക്ചറിംഗ് സെക്ടറിനെ നിങ്ങൾക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ശതമാനത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. സെക്ടറൽ ശതമാനം നമുക്ക് സെക്ടറൽ ഡിസ്കഷനിലേക്ക് വരാം. ഫോർ എക്സാമ്പിൾ, ഒന്ന്, സോറി ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്നു വയ്ക്കുക ഒരു മാസം, 12 ലക്ഷം രൂപ നേരത്തെയുള്ള ടാക്സ്. ഐ എം ടേക്കിംഗ് ടു കൺസിഡറേഷൻ ദ ഇൻഫ്ലേഷൻ ഓൾറെഡി അഡ്ജസ്റ്റഡ് ആസ് ഓൺ ഒക്ടോബർ, ഐ അഗ്രി. ബട്ട് ദ കറണ്ട് സിറ്റുവേഷൻ, ഇന്നിപ്പോൾ നാളെ TDS പിടിച്ചോണ്ടിരുന്നത്, ഇപ്പോൾ ചോയ്സിലൊരു എംപ്ലോയിക്ക് 1 ലക്ഷം രൂപ കിട്ടുമ്പോൾ അവർ ആദ്യം പറയുന്നത് 25% TDS പിടിച്ചു. Because we are considering 30% tax bracket. ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നത്? 10 or 12%. That much more money is left in your pocket. You can spend it. ഒരു എക്കോണമി സർവൈവ് ചെയ്യണമെങ്കിൽ സ്പെൻഡ് ചെയ്യണം. അതായത് സാർ ഇത്രേ ഉള്ളൂ. There should be money in the market. ഷൈജി ഡേവിസ് ഒരുപക്ഷെ ഇന്ന് ഈ ജെയിൻ നോളജ് പാർക്കിലുള്ള ഒരു അധ്യാപികയോ അല്ലെങ്കിൽ ഒരു റിസർച്ചറോ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് they will have a new dream of a car. Absolutely. They will have a new dream of a home. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഏത് സെക്ടറിനെ മുൻനിർത്തിയാണ്, ആരെ മുൻനിർത്തിയാണ് നമ്മൾ ഈ ബജറ്റ് നോക്കിക്കാണുന്നുള്ളതാണ് ഞാനും പറഞ്ഞു തന്നത്. കാറും വീടും അല്ലെ, ഓൺട്രപ്രണറും ഇൻവെസ്റ്ററും എന്നുള്ള രീതിയിൽ മാത്രമാണോ എന്നുള്ളതാണ് ഞാനും പറഞ്ഞു വരുന്നത്. വേറെ ഒരു സൈഡ് ഉണ്ട് ഇതിനകത്ത് വേറെ ഒരു സൈഡ്. നിങ്ങൾ താലി പറഞ്ഞപ്പോൾ തന്നെ ഒരു ഉദാഹരണത്തിന്, താലി പ്രൈസ് കുറഞ്ഞു എന്ന് പറയുന്നു അല്ലേ? താലി പ്രൈസ് കുറഞ്ഞു, തളിക ഇക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പത്രമൊക്കെ എഴുതിയിരിക്കുന്നു. താലി പ്രൈസ് കുറഞ്ഞു, ഒക്ടോബർ വരെയുള്ള ഇൻഫ്ലേഷനാണ്. ഏതെങ്കിലും ഒരു സാധാരണ ഇന്ത്യക്കാരനോട് പോയി ചോദിക്കുക, 2015-16 നിന്നും 18-19 19-20 വന്നപ്പോൾ ആരുടെ താലി പ്രൈസാ കുറഞ്ഞത്? ആരുടെയെങ്കിലും ഒരു ഊണിനുള്ള വില കുറഞ്ഞോ? ചുമ്മാ ചോദിച്ചു നോക്കുക. ഇത്രയേ ഉള്ളൂ ഞാനും പറഞ്ഞത്. സാധാരണ ഇനി എഡ്യൂക്കേഷനും ആരോഗ്യവും ഒക്കെ എഡ്യൂക്കേഷൻ, ആരോഗ്യം, തീരദേശം, ഇത് മൂന്നും ഡോക്ടർ അരുൺ തന്നെ ഹൈലൈറ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോകുന്ന സ്ഥലമാണ്. LICയിലെ ഇത് മൂന്നിലും ഇൻവെസ്റ്റ്മെന്റ് വരുന്നതിലെല്ലാം പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെയാണ്. അത് തന്നെ കാണിക്കുന്നത് എന്താണ്? സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല എന്നുള്ളതാണോ? വരുമാനം ഇല്ല എന്നുള്ളതാണോ? ലാഭത്തിലോടുന്ന LIC വിൽക്കാൻ പോകുന്നു, അതിൻ്റെ അർത്ഥം എന്താണ്? സർക്കാരിൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ്. ഞാൻ ചിന്തിക്കുകയാണേ, നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുക. എന്താ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ലാതെ പോയത്? GST വന്നല്ലോ, 60 ലക്ഷത്തോളം അധികം ആൾക്കാർ ഇൻകം ടാക്സ് കൊടുക്കുന്നതിൽ അധികം വന്നല്ലോ. പിന്നെ എന്താ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ലാതെ പോയത്? വേർ ഡിഡ് ദ റവന്യൂ ലോസ്, റെസീറ്റ് ലോസ് ഹാസ് കം അപ്പ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറഞ്ഞ്, നെറ്റ് ഫിക്സഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞിരിക്കുകയാണ് ദ റീസെന്റ് പീരീഡിൽ. ഈ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞതും കൊണ്ട് കൂടിയാണ് ഇൻവെസ്റ്റ്മെന്റ് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റും കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, ഡിമാൻഡ് മാത്രമല്ല. Okay, that's a point. Anyway, ശ്രീ അൽഫോൺസ് കണ്ണന്താനം നമ്മളോടൊപ്പം ഉണ്ട് ലൈവിൽ. ഡൽഹിയിൽ നിന്നും അൽഫോൺസ് കണ്ണന്താനം ചേരുന്നുണ്ട്. വെൽക്കം അൽഫോൺസ് കണ്ണന്താനം ടു ദ ഷോ. ഇത് ജെയിൻ നോളജ് പാർക്കിൽ നിന്നുള്ള യൂണിയൻ ബഡ്ജറ്റ് 2020 ആണ്. ഇപ്പോൾ നമ്മളിവിടെ ഞങ്ങൾക്കൊപ്പം അതിഥികളുണ്ട്, ഒരു പക്ഷേ അങ്ങേക്ക് കാണാൻ കഴിയും. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ്, ദ ലോങ്സ്റ്റ് സ്പോക്കൻ ബഡ്ജറ്റ്, ലോങ്സ്റ്റ് പ്രസന്റഡ് ബഡ്ജറ്റ്. എന്താണ് ആദ്യ റിയാക്ഷൻ ശ്രീ അൽഫോൺസ് കണ്ണന്താനം? സോറി, എനിക്ക് അവിടെ ഇരിക്കുന്ന ആരെയും കാണാൻ പറ്റൂല കേട്ടോ, കാരണം ഇവിടെ സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ട് കാണത്തില്ല. അപ്പോൾ ആരാ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ.
എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ റിവ്യൂവിൽ പറഞ്ഞതാണ് അൽഫോൺസ്. ഓക്കെ, thank you. I know there are lot of brilliant invisible guests there. Sorry, I'm so sorry I cannot see you. Okay, yeah, so I don't know whom I'm responding to. അടിസ്ഥാനമായിട്ട് ഇന്ത്യൻ ഇക്കോണമിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ മനുഷ്യരുടെ ചെലവഴിക്കാൻ പൈസ ഇല്ലായിരുന്നു. ആ ചെലവഴിക്കാൻ പൈസ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഗോള് ഈ ബഡ്ജറ്റിൻ്റെ. അപ്പോൾ എവിടെയാണ് നമുക്ക് പെട്ടെന്ന് പൈസ എത്തിക്കാൻ സാധിക്കുന്നത്? നമ്മൾ ഇപ്പോൾ ഇൻകം ടാക്സ് റേറ്റ് കുറച്ചു, എല്ലാ സ്ലാബിലും ഇതാ ഇൻകം ടാക്സ് കുറച്ചു, ഏറ്റവും കൂടിയ സ്ലാബ് കുറച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യമില്ല. അപ്പോൾ സ്ട്രെയിറ്റ് അവേ നമുക്ക് ഒരു ചിലയിടത്തൊക്കെ 10% ഇതാ ടാക്സ് റിഡക്ഷൻ കിട്ടുന്നു, ചിലയിടത്ത് 5% കിട്ടുന്നു. എനിക്കൊരു നല്ലൊരു മൂവാണ്. നേരത്തെ ആരോടെ പറയുന്നത് കേട്ടു എത്ര പേർക്കാണ് ഇൻകം ടാക്സ് കൊടുക്കുന്നത് ഇന്ത്യയിൽ. അതല്ല അതിൻ്റെ കാര്യം. ഇൻകം ടാക്സ് കൊടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ എക്കോണമിയെ ഗ്രീസ് ചെയ്യുന്ന മിഡിൽ ക്ലാസ് വലിയൊരു സംഖ്യ ഇൻകം ടാക്സ് കൊടുക്കുന്നവരാണ്. അവരുടെ അടുത്ത് പർച്ചേസിങ് പവർ, ചിലവഴിക്കാനുള്ള പൈസ എത്തിച്ചാൽ അത് സ്ട്രെയിറ്റ് വേ പെട്ടെന്ന് അത് ഇക്കോണമിയിൽ അത് ഡിമാൻഡായിട്ട് വരും. നമ്മുടെ ഇക്കോണമി റിവൈവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് മാറ്റിയിട്ടില്ല. കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് സെപ്റ്റംബറിൽ നമ്മുടെ കോർപ്പറേറ്റ് ടാക്സ് 22%, 15% കുറച്ചപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കുറവ് കോർപ്പറേറ്റ് ടാക്സ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതിന് കുറയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ബാക്കിയുള്ള ട്രാൻസ്പെറൻസി നമ്മുടെ കോർപ്പറേറ്റ് സെക്ടറിലേക്ക് കൊണ്ടുവന്ന് പല റിഫോംസ് ഇപ്പോൾ നടപ്പാക്കിയ റിഫോംസ് കൊണ്ടുവന്നു, അതുപോലെ നടപ്പാക്കാൻ പോവുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ വലിയ മാറ്റങ്ങൾ വരിക. പിന്നെ അഗ്രികൾച്ചർ സെക്ടറിൽ അവിടെയാണ് ഏറ്റവും വലിയ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇന്ത്യയിലെ ഏതാണ്ട് 50% ആൾക്കാർ കൃഷി മേഖലയിൽ ഇടപെട്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ അതിനകത്തു നിന്നുള്ള GDP 15% കുറവാണ്. പക്ഷേ അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖല. അവിടെ ഇതാ 16 പോയിൻ്റ് ആക്ഷൻ പ്ലാനുമായിട്ട്, കൃത്യമായിട്ടുള്ള ആക്ഷൻ പ്ലാനുമായിട്ട് ഗവൺമെൻറ് വന്നിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അത് ഇഫക്റ്റീവാണ്. നമ്മുടെ ഇന്ത്യയിൽ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. ഒരു ഹോൾഡിങ്ങിൻ്റെ സൈസ്, കാരണം ജനപ്പെരുപ്പം കൊണ്ട് നമ്മുടെ ഇപ്പോൾ ഒരു കൃഷിഭൂമിയുടെ സൈസ് കുറഞ്ഞു വന്ന് അവിടെ ഒരു മോഡേൺ അഗ്രികൾച്ചറിനുള്ള സാധ്യതയെല്ലാം വളരെ കുറവായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ നമ്മുടെ അഗ്രികൾച്ചർ ഭൂമിയാണെങ്കിലും അതിനകത്ത് നല്ലൊരു ശതമാനം ഭൂമിയും യാതൊരു തരത്തിലുള്ള ജലസേചനവും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ അഗ്രികൾച്ചറിന്റെ കൃഷിയെ നമുക്ക് മോഡേണൈസ് ചെയ്യാനായിട്ട് നമുക്ക് വലിയ കാർഷിക മേഖലയിലൊക്കെ 16 കൃത്യമായ പോയിന്റോട് കൂടിയ ഒരു പദ്ധതിയാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ ഈ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് അടിസ്ഥാന വികസന മേഖലയിലൊക്കെ 100 ലക്ഷം കോടിയുടെ ഒക്കെയാണ് ഇപ്പോൾ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് എവിടെ നിന്ന് പണം എന്നത് ബഡ്ജറ്റിൽ ഇതുവരെ നമ്മൾ പ്രസന്റേഷൻ കഴിഞ്ഞ ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എവിടെ നിന്ന് പണം സർക്കാർ കണ്ടെത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? നമുക്കിപ്പോൾ GST എടുക്കുകയാണെങ്കിൽ, GST കൊണ്ടുവന്നപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ടാക്സ് റിഫോം ആയിരുന്നു GST. അങ്ങനെ ഒരു വലിയ ടാക്സ് റിഫോം കൊണ്ടുവരുമ്പോൾ അവിടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ടീത്തിങ് ട്രബിൾ എന്ന് പറയാം, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ നമ്മൾ 5 മാസത്തെ എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ 8 മാസത്തിനിടയിൽ 5 മാസങ്ങളിലും നമുക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ GST കളക്ഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 8 മാസത്തെ GST കളക്ഷൻ എടുക്കുകയാണെങ്കിൽ 4.1% GST കളക്ഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വലിയ വിപ്ലവകരമായ വലിയൊരു പുതിയ സിസ്റ്റം കൊണ്ടുവന്നു. അതിനകത്ത് നടപ്പാക്കുമ്പോൾ ടീത്തിങ് ട്രബിൾ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ചർച്ച ചെയ്ത് പ്രശ്നങ്ങളൊക്കെ തീർത്തു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ GST കളക്ഷൻ ഇതാ സ്റ്റബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനി കൂടുക മാത്രമേ ഉള്ളൂ. നമ്മളിനിപ്പോൾ വ്യവസായങ്ങൾ, ഇപ്പം ഇൻകം ടാക്സുകാരുടെ തന്നെ ഡിമോണിറ്റൈസേഷനെ പറ്റി പല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഇൻകം ടാക്സ് കൊടുക്കുന്നവരുടെ എണ്ണം എത്ര ഇരട്ടിയായി, അതൊക്കെ വലിയ കാര്യമല്ലേ. ഏതാണ്ട് 2 കോടിയോ മറ്റോ ആയിരുന്നു, എനിക്ക് കൃത്യം നമ്പർ ഇപ്പോൾ ഞാൻ നോക്കുന്നില്ല, ഏതാണ്ട് 2 കോടിയോ മറ്റോ ആയിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 6 കോടി ആൾക്കാരോ മറ്റാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം കുറച്ചുകൂടെയൊക്കെ ഓണസ്റ്റായി സത്യസന്ധമായി ഇൻകം ടാക്സ് കൊടുക്കുന്ന ആൾക്കാർ കൊടുക്കാണ്ട്. ഇപ്പോഴും ധാരാളം ആൾക്കാർ ഇൻകം ടാക്സ് കൊടുക്കുന്നില്ല എന്നൊരു സത്യമായൊരു കാര്യമാണ്. വി ആർ നോട്ട് എ വെരി ഓണസ്റ്റ് പീപ്പിൾ. അപ്പോൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അത്ര സത്യസന്ധമായിട്ട് ടാക്സ് കൊടുക്കുന്ന ആൾക്കാരല്ല. അപ്പോൾ ടാക്സ് റെജീം കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കുന്നു, ട്രാൻസ്പെറൻ്റ് ആക്കുന്നു, അതുകൂടി ടാക്സ് കളക്ഷൻ കൂടും. നമ്മുടെ വ്യവസായങ്ങൾക്ക് നമ്മൾ സെപ്റ്റംബറിലാണ് നമ്മൾ ഈ കോർപ്പറേറ്റ് ടാക്സും കുറച്ചത്, 22%, നമ്മൾ 15% കുറച്ച്.
അവിടെ ഒരു ജസ്റ്റേഷൻ പീരീഡ് ഉണ്ട്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിൽ പുതിയ കോർപ്പറേറ്റ് ടാക്സിൻ്റെ ഈ കണക്കനുസരിച്ച് കൺസെഷൻ വന്നതനുസരിച്ച് എടുക്കുകയാണെങ്കിൽ ആ തീരുമാനങ്ങൾ നടപ്പാക്കി പുതിയ വ്യവസായങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ ജസ്റ്റേഷൻ പീരീഡ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ടാക്സ് കളക്ഷൻ റവന്യൂ ഈ വ്യവസായത്തിൽ നിന്നൊക്കെ വരും. ഇതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇപ്പം തന്നെ ടൂറിസം മേഖല എടുത്തു, ഞാൻ അവിടെ മിനിസ്റ്ററോട് പറയുക. ഈ സമയത്ത് നമ്മളോടൊപ്പം പ്രതികരിച്ചതിന് യൂണിയൻ ബഡ്ജറ്റ് 2020 എന്തു പ്രതീക്ഷയാണ് കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ വെക്കുന്നത് എന്നതാണ് നമ്മൾ പ്രധാനമായും ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിതിൻ്റെ രാഷ്ട്രീയ വശങ്ങളിലേക്ക് കൂടി ചർച്ച പോകേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കൊപ്പം ഗോവിന്ദൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചർച്ചയ്ക്കൊപ്പം ഡോക്ടർ ബി ഗോവിന്ദൻ, ഭീമ CMD ഡോക്ടർ ബി ഗോവിന്ദൻ നമുക്കൊപ്പം ചേരുന്നു. വെൽക്കം സർ ടു ദ ഷോ. ഈ ബഡ്ജറ്റിൽ ഈ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നവരെ പ്രത്യേകം ആദരിക്കുന്നു എന്നാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത്. വെൽത്ത് ക്രിയേഷൻ എന്നുള്ളതാണ്, അതായത് ജുവലറികളാണെങ്കിൽ പോലും പുതിയ സ്റ്റാർട്ടപ്പുകളാണെങ്കിൽ പോലും ആര് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നോ അവർ ഈ ഗവൺമെന്റിന് പ്രിയപ്പെട്ടവരായി തീരും. ഈ മണിക്കൂറിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നിങ്ങൾക്കേ കഴിയൂ എന്നാണ് നിർമ്മലാ സീതാരാമൻ ഈ ബഡ്ജറ്റിലൂടെ പറയാതെ പറയുന്നത്. ഈ ബഡ്ജറ്റിൽ കോർപ്പറേറ്റ് ടാക്സ് ഇളവ് വരുത്തുന്നു, GST ലളിതമാക്കുമെന്നുള്ള ഓഫർ മുന്നോട്ട് വയ്ക്കുന്നു. എങ്ങനെയാണ് ബഡ്ജറ്റിനെ കാണുന്നത് ഡോക്ടർ ബി ഗോവിന്ദൻ? ഈ ബഡ്ജറ്റിൽ ഞങ്ങൾ ഇതുവരെ കേട്ടിടത്തോളം ബഡ്ജറ്റിൻ്റെ എല്ലാം കഴിഞ്ഞു പ്രസൻറ്റേഷൻ കഴിഞ്ഞു. എന്നാൽ തന്നെയും ഞാൻ അറിഞ്ഞിടത്തോളം ഈ ജുവലറി മേഖലയിൽ നാഷണൽ ലെവലിലാണെങ്കിൽ ആയിക്കോട്ടെ സ്റ്റേറ്റ് ലെവലിലായിക്കോട്ടെ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു ബഡ്ജറ്റിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഡ്യൂട്ടി കട്ട്, അതായത് കഴിഞ്ഞ ബഡ്ജറ്റിൽ 10 എന്നുള്ളത് 12 ആക്കിയത് ഞങ്ങളുടെ റിക്വസ്റ്റ് ഏകദേശം 4 അല്ലെങ്കിൽ 5% കുറയ്ക്കണമെന്നായിരുന്നു. പക്ഷേ 1% കുറയ്ക്കാണ്ട് അതേ 12% നിലനിർത്തിയത് ഈ ജുവലറി മേഖലയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും വലിയ ഒരു നിരാശാജനകമായി തന്നെ പറയാം. ഇങ്ങനെ ഈ നിരാശാജനകം പറയുന്നതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ മേഖലയിലുള്ള ബിസിനസ്സിൽ നല്ലൊരു പങ്ക് അനധികൃത മേഖലയ്ക്ക് പോകാനുള്ള വ്യഗ്രത കൂടിക്കൂടി വരികയാണ്. കഴിഞ്ഞ 10 എന്നുള്ളത് 12 ആക്കിയപ്പോൾ തന്നെ ഒരു നിശ്ചിത ശതമാനത്തിൽ കൂടുതൽ ആൾക്കാരുടെ ബിസിനസ് അനധികൃത മേഖലയിൽ പോവുകയുണ്ടായി. അത് അധികൃത മേഖലയിൽ കൊണ്ടുവരണമെങ്കിൽ ബഡ്ജറ്റിൽ ഈ കഴിഞ്ഞ തവണ കൂട്ടിയത് കുറയ്ക്കണം എന്നുള്ള ഞങ്ങളുടെ റിക്വസ്റ്റിന് എല്ലാ റിക്വസ്റ്റിനും തകിടം മറിച്ചുകൊണ്ട് ആണ് ഈ ബഡ്ജറ്റിൽ അതിന് യാതൊരു ഇളവും നൽകാതെ വന്നിരിക്കുന്നത്. അതുമൂലം ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു രീതിയല്ല വന്നത്. നിരാശാജനകം എന്ന് തന്നെ വ്യക്തമായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ബിസിനസ് അനധികൃത മേഖലയിൽ പോകുന്നുള്ളത് ബിസിനസ് മേഖലയ്ക്ക് വേണ്ടത്ര ഒരു പരിഗണന ഇവിടെ ലഭിച്ചിട്ടില്ല. ഇൻഡസ്ട്രിക്ക് പ്രാധാന്യം, അതും നോമിനലാണ് എന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് അഭിപ്രായം വരുന്നു. 27,000 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് ആ മേഖലയിലുള്ളത്. കാർഷിക മേഖലയിൽ വലിയ പമ്പിംഗ് ഉണ്ട്, പക്ഷെ ബിസിനസ് മേഖലയിൽ വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും ഇപ്പോൾ ഗോവയിലെ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയും ഈ ബഡ്ജറ്റ് നിരാശാജനകമെന്ന് പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെയാണോ കാണേണ്ടത്? ബിസിനസ് കമ്മ്യൂണിറ്റി ഡിസപ്പോയിന്റഡ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. പക്ഷേ ചെറുകിടക്കാർക്ക് വലിയൊരു ഇളവ് നൽകിയിരുന്നുള്ള പരമാസം തന്നെയാണ്. 5 ലക്ഷം വരെ എക്സംഷൻ ചെയ്തു. പിന്നെ 1 കോടി വരെ ഉള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് എന്നുള്ളത് എക്സംഷൻ 5 കോടിയാക്കി. അങ്ങനെ ചില്ലറ ഒരു ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ചെറുകിടക്കാരെ സംബന്ധിച്ച് വലിയ ഒരു സന്തോഷം തന്നെയാണ്. പക്ഷേ ബാക്കിയുള്ള 80% മേഖലയെ സംബന്ധിച്ചുള്ള ഇത് വലിയൊരു നിരാശാജനകം എന്ന് തന്നെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഡോക്ടർ ബി ഗോവിന്ദൻ, താങ്ക് യു നമ്മളോടൊപ്പം പങ്കെടുത്തതിന്. ജെയിൻ നോളജ് പാർക്കിൽ നിന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ ഈ യൂണിയൻ ബഡ്ജറ്റ് 2020 ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ദാൽ തടാകത്തിൽ വിരിഞ്ഞ താമര പോലെയാണ് ഈ ബഡ്ജറ്റ് എന്ന് നിർമ്മലാ സീതാരാമൻ പറയുമ്പോൾ അതിനു പിന്നിലെ രാഷ്ട്രീയം. ലഡാക്കിനും കാശ്മീരിനും പ്രത്യേക പദ്ധതികൾ സർക്കാർ നൽകുമ്പോൾ, 1 ലക്ഷം ഗ്രാമങ്ങളിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി എത്തുമ്പോൾ, തൊഴിലുറപ്പ് പദ്ധതികൾ ഉറപ്പാക്കാൻ വേണ്ടി നൈപുണ്യ വികസന പദ്ധതികൾ ചെറുപ്പക്കാരെ ലാക്കാക്കുമ്പോൾ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ്? സോഷ്യൽ കോൺഫ്ലിക്റ്റുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ സാമ്പത്തികമായ പ്രതിസന്ധി മറികടക്കാമെന്നാണോ? അതിനെ സോഷ്യൽ കോൺഫ്ലിക്ട്സിനെ മറികടക്കാൻ സാമ്പത്തികമായിട്ടുള്ള വാഗ്ദാനങ്ങൾക്ക് കഴിയുമെന്നാണോ? രാഷ്ട്രീയമായ വിഷയങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നു. ശിവശങ്കരനും ഡോക്ടർ മാത്യു കുഴൽനാടനും നമുക്കൊപ്പം ഈ ചർച്ചയിൽ ചേരാൻ തയ്യാറായിട്ടുണ്ട്. Hello, welcome back to Union Budget 2020.
ജെയിൻ നോളജ് പാർക്കിൽ നിന്നാണ് പ്രേക്ഷകരിലേക്ക് യൂണിയൻ ബഡ്ജറ്റ് 2020 പ്രസന്റഡ് ബൈ ഇന്ത്യൻ സ്കൂൾ ഓഫ് കൊമേഴ്സ് പവർഡ് ബൈ മാക്സ് വാല്യൂ എത്തുന്നത്. നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് ലാവൻഡർ നിറമുള്ള റിവ്യൂ ആൻഡ് റിവൈവൽ സ്വഭാവമുള്ള ബഡ്ജറ്റ്. Is it so, Mr. Shivashankaran? I think so. I don't feel any what you call the negative feeling. Okay. Normally അറിയാലോ BJP has to say that. മാത്യുവിന് തീർച്ചയായിട്ടും എതിരെ അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഒരു ടൈറ്റ് ഡ്രോപ്പ് വാക്കായിരുന്നു നിർമ്മലാ സീതാരാമന്റെ 2 മണിക്കൂർ 43 മിനിറ്റ് നീണ്ടുനിന്ന ബഡ്ജറ്റ് ത്രൂ ഔട്ട് ഞങ്ങൾ ന്യൂസ് റൂമിൽ നിന്ന് വീക്ഷിക്കുകയായിരുന്നു. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ബട്ട് അറ്റ് ദ സെയിം ടൈം റിസ്കി ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ള രീതിയിൽ ആ പറയുന്ന പ്രസന്റേഷനിലുടനീളം പ്രയോഗങ്ങൾ മുഴലിച്ചു കണ്ടു. അതായത് എവിടെയൊക്കെ കോൺഫ്ലിക്റ്റ് വരുന്നു അവിടെയൊക്കെ കവിതകൾ ചൊല്ലുന്നു, എവിടെയൊക്കെ ആശങ്കകൾ ഉണ്ടാകുന്നു അവിടെയൊക്കെ പൊളിറ്റിക് ആക്കാൻ ശ്രമിക്കുന്നു. ഈസ് ഇറ്റ് സോ വെരി ക്ലവർ സ്ട്രക്ചർ നോക്കിയാൽ സ്വാഭാവികമായ ഒരു രാഷ്ട്രീയക്കാരുടെ ഒരു സ്വഭാവമാണ്. വെൻ എവർ ദ ഇഷ്യൂ കംസ് ദേ വിൽ സ്പീക്ക് അബൌട്ട്. ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് ഇംഗ്ലീഷ് പറയും, കുറച്ച് കവിത ചൊല്ലും. അത്തരത്തിലുള്ള ഒരു നോർമൽ പ്രൊസീജിയറാണ്. അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പക്ഷേ ആസ് സച്ച് എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, രാജ്യവും അല്ലെങ്കിൽ ലോകവും മുഴുവൻ ഇത്തരത്തിലൊരു എക്കണോമിക്കൽ ക്രൈസിസ്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ കുറേ ആൾക്കാർ റിസഷൻ എന്ന് വിളിക്കാം, അത് ഗ്രോത്ത് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രോത്ത് ആണോ? അതെ അതെ, ദാറ്റ്സ് എ ഡിഫറൻസ്. ഐ തിങ്ക് ഇവിടെ കേരളത്തിലെ മീഡിയ വളരെ ആയിട്ട് ഇതൊരു റിസഷൻ എന്ന് പറയുന്നുണ്ട്. ഐ റിയലി കൺഗ്രാജുലേറ്റ് ഹിം ദാറ്റ്. ഐ എം ഷുവർ ദാറ്റ് യു ആർ നോട്ട് എ BJP മാൻ. ഐ ആം അഗ്രീയിങ് ദാറ്റ്. അപ്പോൾ അത്തരത്തിലുള്ളത് റിസഷൻ, എൻ്റെ ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ ഒരിക്കലും ഇതിനെ റിസഷൻ എന്ന് കാണുന്നത് ഇത് ഗ്രോത്തിൻ്റെ ചെറിയ കുറവുണ്ട്, അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ വിചാരിച്ച പോലെ എത്തുന്നില്ല, ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ റിസഷൻ at all. ഞാൻ ഒരു കാര്യവും കൂടി ചർച്ച ഒന്ന് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിനു മുമ്പ് ആയിരുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹൂവർ സേ പോസിറ്റീവ്, ഈ ബഡ്ജറ്റിനെ കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞത് ജോസ് തോമസ്, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഈ ചെയറിലിരുന്നിരുന്നു. 2 എൻ്റെ മാന്യ സുഹൃത്ത്, ഞാൻ പേര് ക്ഷമിക്കണം, സൂരജ് എൻജിനീയറാണ്. അദ്ദേഹത്തിൻ്റെ ഇൻഡസ്ട്രി, അദ്ദേഹം ഫേസ് ചെയ്യുന്ന ഷെയർ ഇൻഡസ്ട്രി, ഷെയർ മാർക്കറ്റ്, അത് ഇപ്പോൾ 90 ഇടിഞ്ഞു. വീണ്ടും NSE അഗൈൻ 270. സൂരജ് നായർ പോസിറ്റീവായിട്ട് പറഞ്ഞു, പക്ഷേ സൂരജ് പ്രതിദാനം ചെയ്ത ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു. അതെ, എന്നിട്ടും അദ്ദേഹം പോസിറ്റീവായിട്ട് പറഞ്ഞു. ഐ സീൻ അഗൈൻ എ പോസിറ്റീവ്. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവായിട്ട് പറഞ്ഞു. മറ്റൊന്ന് നോക്കൂ, എനിക്ക് സുമാന സാർ, അദ്ദേഹം അവിടെ ഇരുന്ന് എൻ്റെ ഗുരുനാഥനെ പോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെതായ പൊളിറ്റിക്കൽ കണ്ട്. ബാക്കി 3 പേരും ഇദ്ദേഹം വളരെ മാന്യമായിട്ട് പറഞ്ഞു. ഈ ഡയറക്റ്റ് ബിസിനസ്സിലില്ലാത്തവരാണ് ഇതിനെ നെഗറ്റീവായിട്ട് കാണുന്നത്. ഇതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. സോ ദ എൻ്റർപ്രണർ, നിങ്ങൾ പലരും ബിസിനസ്സിലേക്ക് പോയേക്കാം അല്ലെങ്കിൽ എൻജിനീയർ ആയേക്കാം, പക്ഷേ ആ പോസിറ്റീവായിട്ടുള്ളൊരു കാഴ്ചപ്പാട് മാറ്റരുത്. അതാണ് ബിസിനസ്സിൻ്റേതായാലും ജീവിതത്തിൻ്റെ ആയാലും പറയാറില്ലേ, വാട്ട് യു സീ വാട്ട് യു വാണ്ടഡ് ടു സീ. നിങ്ങൾക്ക് എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളത് കാണും. അത് സ്വാഭാവികമായൊരു രീതിയാണ്. അപ്പോൾ ജീവിതത്തെ കാണേണ്ടത്, forget about the business, forget about the budget, forget about the tomorrow's issue. ലോങ് ലൈഫിൽ ജീവിതത്തെ കാണേണ്ടത് പോസിറ്റീവായിട്ടാണ്. അദ്ദേഹം ഒരിക്കൽ കൂടി പറഞ്ഞിരുന്നു, മേ ബി ദിസ് ഇസ് നെഗറ്റീവ്, പക്ഷേ വി വിൽ ഫൈൻഡ് ഔട്ട് ചെറിയ കാര്യങ്ങളായാലും അത് പോസിറ്റീവായിട്ട് ജീവിതത്തെ കണ്ടിട്ട് അതിൽ വിജയിക്കാൻ ശ്രമിക്കണം. അല്ലാണ്ട് ദ തിയറി ബുക്സ് വിൽ നോട്ട് ഗിവ് യു ഹ്യൂജ് സക്സസ്. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. ഈ ഗോവ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി 3ാമത്തെ പ്രാവശ്യമാണ് ഗോവ ചേംബർ ഓഫ് കൊമേഴ്സ്. ഈ രാജ്യത്തിലെ ഏറ്റവും ചെറിയ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം ടൈംസിന്റെ ഇതാണ് നോക്കുന്നത്, അതിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഞാൻ 3 എണ്ണം നോക്കി, വേറെ ഒന്നിലും വന്നിട്ടില്ല. ഗോവ ചേംബർ ഓഫ് ഓഫീസ്, ഇതാണ് മീഡിയ. ഇതിന് ജോബ് ക്രിയേഷൻ കഴിയുമോ ബഡ്ജറ്റിന് എന്നുള്ളതാണ് ചോദ്യം. ശിവശങ്കരൻ, ഞാൻ അതും ആഗ്രഹിക്കുന്നു. മീഡിയയുടെ സംഭവം, പട്ടി മനുഷ്യനെ കടിച്ചാലല്ല ന്യൂസ്, തിരിച്ച് മനുഷ്യൻ പട്ടിയെ കടിച്ചാൽ അരുൺ അത് ന്യൂസ് ആക്കും. ആൻഡ് ഹി ഈസ് വെരി എക്സ്പെർട്ട് ആൻഡ് ഹി ഈസ് വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മീ. ഈ ഇത്രയും അധികം സമഗ്രതല സ്പർശിയാണ് എന്നുള്ളത് ഞാൻ സംശയിക്കാതെ തന്നെ ഞാൻ ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു. പക്ഷേ മൈ ക്വസ്റ്റ്യൻ ഈസ് സിമ്പിൾ. കോർപ്പറേറ്റുകൾക്ക് ടാക്സ് ഇളവ് നൽകുമ്പോൾ, ആദായ നികുതിയിൽ ടാക്സ് ഇളവ് നൽകുമ്പോൾ, വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഫണ്ടിങ് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ എവിടെ നിന്ന് പണം കണ്ടെത്തും എന്നുള്ളത് ആദ്യത്തെ ചോദ്യം, നമ്പർ 1. നമ്പർ 2, 45 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്ക് നിലവിലിരിക്കുന്ന ഒരു രാജ്യത്ത് ഈ ബഡ്ജറ്റിന് തൊഴിലില്ലായ്മ നിരക്ക് മറികടക്കാൻ കഴിയുമോ? റൂറൽ ഡിസ്ട്രസ് മറികടക്കാൻ കഴിയുമോ? ഗ്രാമങ്ങളിൽ നിന്നുള്ള ചോദന, ഡിമാൻഡ്, അത് വർദ്ധിപ്പിക്കാൻ ഈ ബഡ്ജറ്റിന് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് തൊഴിലില്ലായ്മ നിരക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാൻ, എങ്ങനെ മറികടക്കാൻ കഴിയും? ഈ ഗ്രാമങ്ങളിൽ നിന്നുള്ള ഈ ഡിമാൻഡ്, കൺസ്യൂമറിന്റെ സാധനങ്ങൾ വാങ്ങുന്നത്, ഉപഭോക്തൃ ആത്മവിശ്വാസം എങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നൊരു വളരെ പ്രസക്തമായ ചോദ്യമുണ്ട്. നിലവിൽ
ഫണ്ടിങ് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും ഡയറക്റ്റ് മണിയായിട്ടല്ല ഇതെത്തുന്നത്. അല്ല, അതിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് തോന്നുന്നത് ഈ ലേബർ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഈ ബഡ്ജറ്റ് ഒരു ഒറ്റമൂലിയാണെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് സം അതർ സൊല്യൂഷൻസ്. പക്ഷേ ഒരിക്കലും മറക്കാൻ പറ്റില്ല, കാരണം ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള എനിക്ക് തോന്നുന്നു അസംബ്ലിങ്, പ്രത്യേകിച്ച് ഈ ലാർജ് സ്കെയിൽ ഇലക്ട്രോണിക് അസംബ്ലിങ് മാർക്കറ്റ്, പ്രത്യേകിച്ച് US ചൈന ഒരു എക്കണോമിക് വാർ ഉണ്ടാകുന്ന, ഐ ഡോണ്ട് തിങ്ക് ദർ ഇസ് എ വാർ, ബട്ട് ദർ ഇസ് സം ഇഷ്യൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ചൈനയെ വികസിപ്പിക്കുന്നതിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തിയ ഇത്തരത്തിലുള്ള അസംബ്ലിങ് മാർക്കറ്റ്, എനിക്ക് തോന്നുന്നത് മേ ബി ഐഫോണിൻ്റെയൊക്കെ പോലുള്ള ഫോക്സ്കോം അല്ലേ, ഐഫോണിൻ്റെ ഫോക്സ്കോം ഓൾറെഡി ദെയർ, ഇറ്റ്സ് ഓൾറെഡി ഡിസൈഡഡ്. ഐ തിങ്ക് ഹൈദരാബാദ് ഓൾമോസ്റ്റ് ഫൈനലൈസ്ഡ്. അപ്പോൾ അത്തരത്തിലുള്ള അസംബ്ലിംഗ് സെൻറ്റേഴ്സിനെ കൂടുതൽ ഫെസിലിറ്റിയോടെ കൊണ്ടുവന്നാൽ, പ്രത്യേകിച്ച് ടാക്സ് എക്സെപ്ഷനോടെ കൊണ്ടുവന്നാൽ, ഐ തിങ്ക് വി ക്യാൻ ക്രിയേറ്റ് മേ ബി ഒരു 10,000 ആയിരിക്കാം അതിൻ്റെ മാക്സിമം നമ്പേഴ്സ്. പക്ഷേ ഒരു സ്ട്രാറ്റജി എന്ന നിലയിൽ, ഒരു തുടക്കം എന്ന നിലയിൽ ഇത് വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഏരിയകളിൽ ലേബർ ഫോഴ്സിനെ യൂസ് ചെയ്യാനും, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ എൻജിനീയേഴ്സായിട്ടുള്ള അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള എൻജിനീയേഴ്സിന് കുറച്ചെങ്കിലും തൊഴിൽ കൊടുക്കുവാനുള്ള ഒരു പദ്ധതി എന്നതിൽ അത് അംഗീകരിക്കാവുന്നതാണ്. 2, അരുൺ ഒരിക്കലും മറക്കരുത്, കാരണം ഏതാണ്ട് 43,000 കോടി രൂപയോളം കിസാൻ സമ്മാന നിധിയിൽ പെടുത്തിയിട്ടുണ്ട്. ദാറ്റ്സ് എ ഹ്യൂജ് ബഡ്ജറ്റ്. ക്രെഡിറ്റ് കാർഡിൽ ഉൾപ്പെടുത്തി തന്നെ. അതെ. പിന്നെ അഗ്രികൾച്ചറിലേക്കുള്ള ഈ ബഡ്ജറ്റ് മുഴുവൻ എനിക്ക് തോന്നുന്നത് ഗ്രാമീണ മേഖലയെ ഒരു ഉൽപാദന കേന്ദ്രമാക്കി മാറ്റുവാനും, അവിടെ ഗ്രാമീണർക്ക് ഇപ്പം MSP തന്നെ എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ നടപ്പാക്കിയാൽ നബാർഡിന് എത്ര 68,000 crores. സോ ദാറ്റ് ഗോയിങ് ടു ബി ഇൻ ദ ഹാൻഡ് ഓഫ് ദ ഫാമേഴ്സ്. അപ്പം റിവൈവൽ ഉണ്ടാവും തന്നെ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചൊക്കെ കൂടുതൽ കൃഷിക്ക് കൊടുത്തോ എന്ന് എനിക്ക് ഭയമുണ്ട്. എനിക്കൊന്നൊരു ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കൂടുതൽ കൃഷിക്ക് കൊടുത്തു എന്ന് പറയത്തക്ക രീതിയിൽ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ്. കൂടുതൽ കൃഷിക്ക് കൊടുക്കുക എന്ന് പറയുന്നത് BJP കഴിഞ്ഞ ബഡ്ജറ്റുകൾ എങ്ങും ഇല്ലാത്ത വിധം ഇത്തവണ കൂടുതൽ പ്രാധാന്യം ഇത്തവണ കാർഷിക മേഖലയിൽ നൽകുന്നു. 16 പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് കാർഷിക മേഖലയെ റിവാംപ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കിസാൻ സമ്മാൻ നിധി മാത്രമല്ല, ധാന്യ ലക്ഷ്മി വിത്ത് ബാങ്കുകൾ ഉണ്ടാക്കാൻ പോകുന്നു, ധാന്യലക്ഷ്മി പ്രോജക്റ്റുകൾ വരുന്നു. ജില്ലയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കാർഷിക മേഖലയെ പരിഷ്കരിക്കാൻ ഒരുങ്ങുന്നു സർക്കാർ. 200 ലക്ഷം ടൺ മത്സ്യോൽപാദനം ലക്ഷ്യമിടുന്നു. പാലുൽപാദനം 108 മെട്രിക് ടൺ ഉയർത്താൻ പോകുന്നു. 2.38 ലക്ഷം കോടി കർഷക മേഖലയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നു പ്രൈമറി സെക്ടറിൽ. സോ അത് കാണാതെ പോകരുത് നമ്മൾ. You are so impressed with the figures, I think. You are so impressed. And I don't dispute with all these things. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മളിപ്പോൾ ഈ പറയുന്ന ഫിഗേഴ്സ് അൺലെസ് അണ്ടിൽ നമ്മൾ അതിൻ്റെ സ്പെസിഫിക്സിലേക്ക് പോവാതെ സ്പെസിഫിക്സിലേക്ക് പോവാതെ നമുക്കിതിൻ്റെ ഗ്രൗണ്ട് ലെവലിലുള്ള ഇമ്പാക്റ്റ് എന്താണെന്ന് അനലൈസ് ചെയ്യാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Let me just remind you what we discussed exactly 1 year back. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ ഒരു ഹൈലൈറ്റ് ഈ ഗവൺമെൻറ്, ഈ നിർമ്മലാ സീതാരാമനും നരേന്ദ്രമോദിയും ഈ രാജ്യത്തോട് പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കും. If you have a dispute, you can say that. GDP growth predicted at 7% for financial year 20 on stable macroeconomic conditions. To become 5 trillion economy by 2025, India needs to sustain a GDP growth rate of 8%. പിന്നെ ജനറൽ ഫിസിക്കൽ ഡെഫിസിറ്റ് അവിടെ നിൽക്കട്ടെ. ഇൻവെസ്റ്റ്മെന്റ് റേറ്റ് സീംസ് ടു ഹാവ് ബോട്ടംഡ് ഔട്ട്. അക്കോമഡേറ്റീവ് MPs. ഓക്കെ, ഒരു നിമിഷം. ചെറിയ ശബ്ദവിനിമയത്തിൽ ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്. മറ്റൊരു സോഴ്സിൽ നിന്നുള്ള ഓഡിയോ കൂടി നമുക്കിപ്പോൾ കയറി വരുന്നുണ്ട്. നമുക്കത് പരിഹരിക്കാം. ഉടൻ മാത്യു തുടർന്നുള്ളൂ. Decline in NPA should push the capex cycle and oil prices to decline in financial year 2020. And farmers may have produced less in financial year 19 on food price fall. And NBFC stress reason for financial year 2019 slowdown. ഈ പറഞ്ഞവർ ഈ കഴിഞ്ഞ ഇന്നലെ എക്കണോമിക് സർവേ റിപ്പോർട്ട് വെച്ചപ്പോൾ 5%ലേക്ക് വന്നു. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഈ എക്സൈറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഹൗ ഇറ്റ് ട്രാൻസ്ലേറ്റ് ഒറിജിനലി, ഈവൻ ദിസ് 5% എന്ന് പറയുന്നത് കറക്റ്റാണെന്ന് പറയാറായിട്ടില്ല. ഇറ്റ് മേ എൻഡ് അപ്പ് ഇൻ 4.7. ദാറ്റ്സ് വാട്ട് ഐ ആം ഗെറ്റിംഗ്. ഈ കള്ളം പറഞ്ഞും കള്ളം പ്രചരിപ്പിച്ചും ഈ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് റൺ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്, ഐ എം വെരി ബ്ലണ്ട് ഇൻ സേയിങ് ദിസ്. I have one single question.
I have one single question to answer. സാധാരണ ആളുകൾ നമ്മളിപ്പോൾ ഇതിൻ്റെ എക്കണോമിക്സിൻ്റെ വലിയ ഡീപ്പർ അണ്ടർപൈനിങ്സിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഇതിലേക്കൊന്നും പോകണ്ട. 2008 മുതൽ 2013-14 വരെ വളരെ റോബസ്റ്റ് ആയിട്ടും വളരെ വൈബ്രൻ്റ് ആയിട്ടും പോയിരുന്നു നമ്മുടെ എക്കോണമി. അതിനുശേഷം we have got several conducive circumstances. For example, on the international market, oil prices crashed like anything. After a long time, we have got a very stable government who has got the mandate. One single party got the mandate. So many favorable circumstances undayittu. Why the Indian growth story have collapsed like this? Climate change, international market economic crashes. International economic crisis was more acute from 2008 to 2012. That rather improved. Now it has improved a lot. America has come out of America is improving, Europe is improving, international global markets is improving. ഡോക്ടർ മൻമോഹൻ സിംഗിനെ പോലെയുള്ള ഒരു എക്കണോമിസ്റ്റ് അല്ല സീതാരാമൻ എന്നുള്ളത് ഈ ബഡ്ജറ്റിൽ കഴിഞ്ഞ ബഡ്ജറ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇന്റർനാഷണൽ എക്കണോമി ഏറ്റവും മോശമാവുന്ന സാഹചര്യത്തിൽ പോലും ഇന്ത്യൻ ഗ്രോത്ത് റേറ്റ് ഇത്ര മോശമായ അവസ്ഥയിലേക്ക് പോയിട്ടില്ല. ബട്ട് ഇതിവിടെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ടും ഏറ്റവും നല്ല പൊളിറ്റിക്കൽ മാൻഡേറ്റ് കിട്ടിയ BJP സർക്കാർ, കഴിഞ്ഞ ഒരു വർഷം ത്രൂ ഔട്ട് ഏറ്റവും നല്ല പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കിട്ടിയ സർക്കാരിന് അത് വളരെ ടെക്നിക്കൽ ക്ലാരിഫിക്കേഷൻ ആണ് ഇത്. പലയിടത്തും ഇക്കണോമി സർവേ ഉൾപ്പെടെ ഞാൻ കണ്ടതിന് ഒരു സംശയമായിട്ട് കൂട്ടുക. വേൾഡ് GDP കുറയുന്നത് കൊണ്ട് ഇന്ത്യൻ GDP കുറയുന്നു പറയുന്നത് തിരിച്ചാ പറയേണ്ടത്. അതായത് ലോകത്തെ എല്ലാ നേഷൻസിൻ്റെയും GDP-യുടെ ആകത്തുകയാണ് വേൾഡ് GDP. അപ്പോൾ ഇന്ത്യൻ GDP-യുടെ ഗ്രോത്ത് റേറ്റ് കുറഞ്ഞാൽ വേൾഡ് GDP-യുടെ ഗ്രോത്ത് റേറ്റ് കുറയും. ഞാൻ ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ 5th ലാർജസ്റ്റ് ഇക്കോണമിയാണ്. 5th ലാർജസ്റ്റ് ഇക്കോണമിയിൽ 3% ഗ്രോത്ത് റേറ്റ് കുറഞ്ഞാൽ ദാറ്റ് വിൽ അഫക്ട് ദ വേൾഡ് GDP. അതാണ് അതിൻ്റെ ടെക്നിക്കാലിറ്റി. അതേ ഒരു ആർഗ്യുമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ വി ആർ 5th, സോ ദ ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്തും കുറഞ്ഞാലും വി വിൽ ബി റെഡ്യൂസ്. അതേമാവല്ലോ. അതുകൊണ്ട് സോ നാച്ചുറലി വെൻ യു ലുക്ക് അറ്റ് ദിസ്, ജപ്പാൻ്റെ കുറവായിരുന്നു, ചൈനയുടെ കുറവായിരുന്നു, US-ന്റെ വീണ്ടും കുറയും. അതെ, സ്വാഭാവികം. അത് നമ്മളിപ്പോൾ നിവർത്തികരുകൊണ്ട് അത് അങ്ങനെ അല്ലാതിരിക്കട്ടെ. ഇൻഫാക്ട് ഇറ്റ് വിൽ ബി ഗോയിങ് ടു ബി നെഗറ്റീവ് എഫക്ട് ഫോർ ദ. നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു കാര്യങ്ങൾ, ഇപ്പോൾ ചൈന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു. ഐ തിങ്ക് ദ ഡിഫറൻസ് വിൽ ബി ഐ തിങ്ക് 2 to 3%. നമ്മൾ അങ്ങോട്ടും ധാരാളം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈനീസ് എക്കണോമി വുഹാനൊക്കെ പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ അഫക്ട് ഇന്ത്യൻ എക്കണോമി ടു. ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് ചൈന തകർന്നാൽ നമ്മളങ്ങോട്ട് ഒരുമിച്ച് രക്ഷപ്പെടുമെന്ന് അങ്ങോട്ട് വിചാരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക്. മാത്യുക്കുളനാടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 2019 ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും നിർമ്മലാ സീതാരാമൻ സ്വപ്നം കണ്ട, ചീഫ് എക്കണോമിക് അഡ്വൈസർ സ്വപ്നം കണ്ട ഒരു വളർച്ചാ നിരക്കിൻ്റെ 2% താഴെ വളർച്ചാ നിരക്കിൽ എത്തി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാവുന്നു. തൊഴിലില്ലായ്മ നിരക്ക് സ്വപ്നം കാണാവുന്നതിലും അധികം താഴ്ന്നു പോയൊരവസ്ഥയുണ്ടാവുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബഡ്ജറ്റിനെ ദാൽ തടാകത്തിൽ വിരിഞ്ഞ താമരയുടെ സൗന്ദര്യം ഉണ്ടെന്നൊക്കെ നമുക്ക് പറയാൻ പറയുന്നത്? സിമ്പിൾ റെട്രിക് എന്നാണ് പറയുന്നത് മാത്യു. അല്ല, മാത്യുവിൻ്റെ ചില കാര്യങ്ങളിൽ സത്യവുമുണ്ട്, ചില കാര്യങ്ങളിൽ തെറ്റുമുണ്ട്. ഒന്ന്, ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യൻ എക്കണോമി നമുക്കത്ര ഫേവറായിട്ടുള്ള രീതിയിലല്ല. പക്ഷെ മാത്യു പറഞ്ഞ വേറൊരു കാര്യത്തിൽ 2013 വരെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നിലനിന്നിരുന്നതും അത് ഡെവലപ്പ് ചെയ്തിരുന്നതും മറ്റൊരു കാഴ്ചപ്പാടിൻ്റെ മുകളിലാണ്. നമുക്കറിയാം, മാത്യു എന്നോട് ശക്തമായിട്ട് എതിർത്താൽ പോലും ഇന്ത്യയിലെ ഗ്രോത്ത് റേറ്റ് കാണിച്ചിരുന്നതിൽ ബാങ്കിങ്ങിൻ്റെ സെക്ടറിലുള്ള വലിയ കുഴപ്പങ്ങൾ. 2 നിയമങ്ങൾ നോക്കൂ. എനിക്കൊന്നും ഇവിടെ ചർച്ച ചെയ്തത് ഇന്ത്യൻ IBC, IFC-യും ഫിജിറ്റീവ് ഇന്ത്യൻ കോഡ് ആക്ട്, ഇത് വരേണ്ട ഗതികേട് വന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ ക്യാൻസർ എന്ന് പറയുന്ന ഈ ഇന്ത്യൻ ബാങ്കിൽ നിന്നുള്ള മണി ഒരു പോക്ക്, അത് തെറ്റായ രീതിയിലാണ് ചിലവാക്കിയിരുന്നത്. ഒരുപാട് പേർക്ക് തെറ്റായ രീതിയിൽ പണം ചിലവാക്കുകയും അതിനുള്ളൊരു ഗ്രോത്ത് എക്കണോമിയിൽ കാണുകയും ചെയ്തിരുന്നു. ഇൻഫാക്റ്റ് ഇത് സാധാരണക്കാരന് പറഞ്ഞാൽ മനസ്സിലാവുന്നത് നമ്മളുടെയൊക്കെ ഒരു ശാരീരികാവസ്ഥ. പണ്ട് ഒരു എന്താ പറയുക, 90 kg or 80 kg പീപ്പിൾ ബിലീവ് ദാറ്റ് അതാണ് ഹെൽത്തി, അതാണ് ശക്തനായ മനുഷ്യൻ എന്ന് വെച്ചിരുന്നു. കുറച്ചും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുടവയറും തടിയും കുറച്ച് കഴുത്തിലൊക്കെ 2-3 മടക്കുകളും ഓൾമോസ്റ്റ് ലൈക്ക് എന്നെ പോലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹെൽത്തി ആളാണെന്ന് കണ്ടിരുന്നു. ഇപ്പം അങ്ങനെയല്ല. അതുപോലെ തന്നെയാണ് എക്കണോമിയുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു തെറ്റായ ഗ്രോത്ത് ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് എക്കണോമിസ്റ്റ് ഉണ്ട്. ഇറ്റ്സ് എ കറക്ഷൻ ഹാപ്പൻ. Let me just intervene. I mean, see, for the first time, India പ്രൊജക്റ്റ് ചെയ്യുന്ന ഗ്രോത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് കറക്റ്റ് അല്ല എന്ന്
ഇന്റർനാഷണൽ ലെവലിൽ ഒരു പബ്ലിക്കേഷൻ വന്നത് ഇറ്റ്സ് ഇൻ ദ ലാസ്റ്റ് ഇയർ. You can never, അല്ലെങ്കിൽ you just point out one single article, authoritative article saying that the growth rate projected by India from 2004 to 13 was disputed by any forum. Don't നമ്മൾ വെറുതെ ആവശ്യമില്ല അങ്ങനെ പറയരുത്. അന്നത്തെ റേറ്റിന് ഗ്രോത്ത് ഓഫ് റേറ്റ് ഒന്നല്ലെങ്കിൽ ഒരു ബലൂൺ സൈഡഡ് ഗ്രോത്ത് ആണെന്നോ അല്ലെങ്കിൽ വൺ സൈഡഡ് ഫേവറിംഗ് ഗ്രോത്ത് ആയിരുന്നു എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ആ ഗ്രോത്ത് സ്റ്റോറി ഇല്ലായിരുന്നു പറയരുത്. ഇറ്റ് വാസ് മൈ ക്വസ്റ്റ്യൻ ഈസ് അഗെയിൻ ഐ എം റിപ്പീറ്റിംഗ് ദ ക്വസ്റ്റ്യൻ വെരി പ്രിസൈസ്ലി. Could you come out with the answer why it collapsed? എന്തായിരിക്കും ഇന്ത്യൻ എക്കോണമിയുടെ വളർച്ചയെ തകർത്ത factors 1, 2, 3? Let the people of this country know that. Shivashankaran, one demonetization, second GST No, let him in say hurry, that. the third No, one if he mismanagement and misgovernance. Am I right? If he has any other answer, let him say. അല്ല GSTയെ കുറിച്ച് എന്ത് സ്റ്റോറിയാണ് നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. 2000 കോൺഗ്രസിൻ്റെ പ്രൈം മിനിസ്റ്റർ വന്ന അവരുടെ മിനിസ്റ്റീരിയൽ ക്യാബിനറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു. ഇറ്റ്സ് എ 17-year-old ബേബി. വി കൺസിഡർ ഇറ്റ്. ഞങ്ങളാണത് പുറത്തേക്ക് കൊണ്ടുവന്നത്. അതാക്കേണ്ടി വരും. ഞാൻ ചോദിക്കട്ടെ, GST കൊണ്ടുവന്ന സിമ്പിൾ റിയാക്ഷൻ ഞാൻ പറയട്ടെ. 10 മാസം ഗർഭത്തിൽ വളർന്ന ഒരു കൊച്ചിനെ എടുക്കാൻ നിങ്ങൾ ഏൽപ്പിച്ചോളൂ. എടുത്തപ്പോൾ നിങ്ങൾ അതിനെ കൊന്നു. ഇത്രേ ഉണ്ടായുള്ളൂ. അല്ല, ഏതായാലും 17 വർഷം ഗർഭമായിട്ട് അങ്ങേക്ക് എടുക്കാൻ പറ്റില്ല. താങ്കളുടെ പാർട്ടിക്ക് 17 വർഷം എടുക്കാം. ഞാൻ 10 വർഷം എടുത്തപ്പോൾ ചെറിയ തെറ്റിന് ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. ഞങ്ങളിപ്പോൾ അത് GST എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടായിരുന്നു. ദാറ്റ്സ് വൈ വി ആർ ടേക്കിംഗ് ടൈം. ഓവർനൈറ്റില് ഈ രാജ്യത്ത് മാറ്റങ്ങൾ സാധ്യമല്ല. യുവർ പ്രൈം മിനിസ്റ്റർ വാസ് ഇൽ അഡ്വൈസ്ഡ്. Overnight you will take out black money. Where is the black money? ഞാൻ പറയട്ടെ, he promised in 2014, if I come into power within 100 days I am going to bring the black money. He completed 5 years. Now another 2 years. Where is the black money? Where is the black money? ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യയിലെ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റേഴ്സ് ജയ് ജവാൻ ജയ് കിസാൻ, പട്ടിണി മാറ്റും, എന്തോരം മുദ്രാവാക്യം വരുന്നത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഇവിടുത്തെ മുഴുവൻ തൊഴിലാളികൾക്കും തൊഴിൽ നൽകാമെന്ന് ഇന്ദിരാഗാന്ധി വന്നിരുന്നു. മാറിയിട്ടുണ്ടോ? ഒരു മിനിറ്റ്. ഇന്ദിരാഗാന്ധി പറഞ്ഞു ഗരീബി ഹട്ടാവോ എന്ന് പറയുമ്പോ ഇന്ത്യയിലെ അവസ്ഥ എന്തായിരുന്നറിയോ? ഇന്ത്യയിലെ ധാന്യം എന്നുള്ള ഷിപ്പ് ടു മൗത്ത് ആയിരുന്നു. When the ship arrives from US, the people will get the wheat to eat in India. This was the situation. And down the line, while Congress was governing this country, we had become the largest exporter of food grains. That was an answer to your question. ഇവിടെ പട്ടിണി ഉണ്ടായിരുന്നു മാത്യു. അപ്പൊ അവിടെ പട്ടിണി ഉണ്ടായിരുന്നു. അപ്പൊ അത് പ്രശ്നമില്ലേ? ഫുഡ് ഗ്രൈൻ നിങ്ങൾ ഇവിടെ എത്ര പേര് പട്ടിണി കിടക്കുന്നുണ്ടായിരുന്നു? അത് പറയാത്ത എന്താ? അപ്പൊ നിങ്ങളുടെ നിയമത്തിൽ നിങ്ങളുടെ പോളിസിയിൽ ഉണ്ടായിരുന്ന തെറ്റുകളെ കാണിക്കാണ്ട് എക്സ്പോർട്ട് മാത്രം കാണിച്ചതിൽ അങ്ങനെയാണെങ്കിൽ അത് തെറ്റല്ലേ? നിങ്ങൾ 70 years മത്സരിച്ചപ്പോൾ ഒരു come to 2020, not go back to 1970. Come to 2020, please. Manu Roy, welcome. ശിവശങ്കർ പറഞ്ഞതുപോലെ ഈ ബഡ്ജറ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഇന്ത്യൻ എക്കണോമി കടന്നു പോകുന്ന ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രതിസന്ധി എങ്ങനെ ഉണ്ടായി എന്നാണ് ഇവിടെ മാത്യു കുൾനാടൻ ചോദിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവാം. നമ്മളൊരു പോസ്റ്റ്മോർട്ടത്തിന്റെ സമയമല്ല. ഇനി ഒരു റിവൈവലിന് ഈ ബഡ്ജറ്റ് എത്രമാത്രം ഐ എം നോട്ട് സെയിങ് നൗ ഈ ബഡ്ജറ്റ് ഡിസ്കഷൻ നടക്കുമ്പോൾ വരുന്ന ഒരു വർഷം ഈ ബഡ്ജറ്റ് റിവൈവലിന് എത്രമാത്രം സഹായിക്കും എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും കോർപ്പറേറ്റുകൾക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ് തോന്നുന്നു. പിന്നെ കാർഷിക മേഖലയ്ക്ക് തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങളോട് എന്റെ സംശയം അതല്ല. ഇവിടെ കർഷകരുടെ വരുമാനം 2022 ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ഈ ബഡ്ജറ്റ്. അതിൽ അതാണ് എങ്ങനെയാണെന്നുള്ളതാണ് അതിന്റെ സോഴ്സ്. രണ്ടാമത് ഇവിടെ ഒരു 27 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറയുന്നത്. അതേസമയം 4.5 കോടി തൊഴിൽ നഷ്ടങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട്. 4.5 കോടി തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരിട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഒരു പക്ഷേ 20 കോടിയിലധികം ആളുകളായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ സൊല്യൂഷനായിട്ട് എന്ത് ഈ ബഡ്ജറ്റിൽ ചെയ്യാൻ സാധിച്ചു? ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്രയും രൂക്ഷമായിട്ടുള്ള എക്കണോമിക് റെസിഷൻ നേരത്തെ ജോസ് തോമസിനെ സപ്പോർട്ട് ചെയ്തെങ്കിൽ അതിനകത്തുള്ളൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബിസിനസ് സെക്ടർ ആകെ താറുമാറാണെന്നുള്ളതാണ് ഭീമയുടെ ശ്രീ ബിന്ദൻ പറഞ്ഞതും ബി ഗോവിന്ദൻ പറഞ്ഞതും. അദ്ദേഹം പറയുന്നത് ബിസിനസ് സെക്ടർ അവർ തികച്ചും നിരാശർ തന്നെയാണ്. ഇപ്പോ നിർമ്മല സീതാരാമന്റെ ഒരു കമന്റ് കൂടി വന്നിട്ടുണ്ട്. നിർമ്മല സീതാരാമൻ പറയുന്നു ഈ ബഡ്ജറ്റിന്റെ ഉദ്ദേശം വി വാണ്ടഡ് ടു പ്ലേസ് മണി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി പീപ്പിൾ, ജനങ്ങളുടെ കൈകളിലേക്ക് പൈസ എത്തിക്കുക, പർട്ടിക്കുലർലി ദ മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ മിഡിൽ ക്ലാസസ്. ഇത് ഞാൻ പറയാം, കോർപ്പറേറ്റ് ബഡ്ജറ്റ് അല്ല മനു റോയ്, ഇത് ലോവർ മിഡിൽ ക്ലാസിന്റെയും മിഡിൽ ക്ലാസിന്റെയും കൈകളിലേക്ക് ഇത് ഞാൻ ഓഡിയൻസിലേക്ക് വരാം. മനു റോയ്, ക്വിക്ക് കമാൻഡ്. ഇത്
ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു കാര്യം, ആളുകളിൽ നിന്ന് വലിയൊരു തരത്തിലുള്ള ഒരു ലൂട്ടിങ് നടത്തിയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് കൊടുത്ത ആളുടെ കണ്ണിൽ പൊടിയിടുന്ന ഇൻകം ടാക്സ് പെയർ ആണല്ലോ. ഞാൻ ഇൻകം ടാക്സ് പെയർ ആണ്. ഇപ്പൊ നിലവിൽ മനുറോയുടെ കയ്യിൽ കൂടുതൽ പൈസ വരാൻ പോവുകയാണ്. പൈസ വരും, പക്ഷേ 1 lakh per month നിലവിൽ ഒരു 78,000 റുപ്പീസിന്റെ ഡിഫറൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അത് എന്റെ കയ്യിലേക്ക് പൈസ ക്രിയേറ്റ് ദ കോൺഫിഡൻസ്. ബട്ട് ഇൻഫ്ലേഷൻ റേറ്റ് ഹസ് ഗോൺ അപ്പ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ 6 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ നേരത്തെ പറഞ്ഞു ഓയിൽ പ്രൈസ് കുളനാടൻ പറഞ്ഞ പോലെ ഓയിൽ പ്രൈസ് അവിശ്വസന വിധം താഴത്തേക്ക് വരികയായിരുന്നു അന്താരാഷ്ട്ര മാർക്കറ്റിൽ. അപ്പോൾ അതിന്റെ ബെനിഫിറ്റ് ജനങ്ങൾക്ക് കൊടുക്കാതെ എക്സൈസ് ഡ്യൂട്ടി കൂട്ടിക്കൊണ്ട് അന്ന് പിന്നത്തെ വർഷം 2015 മാർച്ച് ആവുമ്പോൾ ഇത്ര ലക്ഷം കോടി രൂപ ബഡ്ജറ്റ് ഉത്തരം ബഡ്ജറ്റിൽ പറയുന്നുണ്ട്. ബേഠി ബച്ചാവോ ബേഠി പഠാവോ. ബേഠി ബച്ചാവോ ബേഠി പഠാവോയിലൂടെ ഇന്ത്യയിൽ ആദ്യമായി പെൺകുട്ടികൾ സ്കൂളുകളിൽ ഓവർടേക്ക് ചെയ്തെത്തി എൻറോൾമെന്റിൽ. ശ്രീ അരുൺ അതല്ല ഞാൻ പറയുന്നത്. അന്ന് ഗവൺമെന്റ് ഓഫർ ചെയ്തൊരു കാര്യമുണ്ട്. അടുത്ത വർഷം മാർച്ച് ആവുമ്പോൾ ഈ എക്സൈസ് ഡ്യൂട്ടിയിൽ വർത്തിയ വർധന കുറവ് വരുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കൊടുക്കുന്ന ഇതുവരെ നൽകിയിട്ടില്ല. Don't get carried away by the Beti Bachao. But Manunodu ചോദിച്ച സെയിം ചോദ്യം പരുൺ എന്നോട് ചോദിക്കുകയാണെങ്കിൽ I am also a tax paying lawyer since last 10 years. I will get a benefit of how much? I mean 78,000 if you are a taxpayer with 1 lakh per month. 78,000 rupees ന്റെ നേട്ടം എനിക്ക് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ you may think that is which I am aspiring for. Okay. I am not aspiring for that. Truly, see എനിക്ക് വരുന്ന സാധാരണക്കാരായ ക്ലയൻസ് അവർ 10,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ ഞാൻ ഫീസ് പറയുമ്പോൾ അത് അഫോർഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ക്ലയൻസിന് ഉണ്ടാവുമ്പോഴാണ് എൻ്റെ ഗ്രോത്ത് ഉണ്ടാവുന്നത്. You were just saying ഇന്ന് നമ്മൾ ഏൺ ചെയ്യുന്നതിൻ്റെ നമ്മൾ കൊടുക്കേണ്ട ടാക്സിൻ്റെ റിഡക്ഷൻ ദാറ്റ് മേ ബി എ ലോലിപോപ്പ്. I am not for that. I will admire when my clients are being empowered. ഞാൻ ഇതിൻ്റെ വ്യത്യാസം പറഞ്ഞുതരാം. ഞാൻ ഇത് നിർമ്മല സീതാരാമൻ ഓർണമെന്റൽ സ്റ്റേറ്റ്മെന്റ് ആണ് ആളുകളുടെ കയ്യിൽ പൈസ എത്തിച്ച്. ബട്ട് ഷി ഹാഡ് ബീൻ ഒരു സത്യസന്ധമായിട്ട് ഒരു കാര്യം പറഞ്ഞു, മിഡിൽ ക്ലാസ് ആൻഡ് ദ ലോവർ മിഡിൽ ക്ലാസ്. ഓക്കെ ഫൈൻ. ഇന്ത്യ രാജ്യത്തിന്റെ എക്കോണമി എന്ന് പറയുന്നത് എബൌട്ട് 70% അല്ലെങ്കിൽ 80% എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ലോവർ ക്ലാസ് ആണ്. കോൺഗ്രസിന്റെ അപ്രോച്ചും BJPയുടെ അപ്രോച്ചും തമ്മിൽ വ്യത്യാസം ഞാൻ പറഞ്ഞിട്ട് എന്നും ഐ വിൽ ഹാൻഡ് ഓവർ ദ മൈക്ക്. ലാസ്റ്റ് ബഡ്ജറ്റ് they tried to revive this economy through cutting the corporate taxes, right? That haven't produced any results. Oru 2 months aayitullu. That's in September, October. How will it reflect within 2 months? adine results undavathukonda alliya results undavilla ennu manasilaikondana ini ipo middle class ne lower middle class actual vyathyasam aalukalude kayil paisa cheyna maatham undaki ennariyo. When India was facing a recession or slowdown, Manmohan Singh cheythathu he announced 32,000 crores നരേഗ. അപ്പോഴാണ് ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവന്റെ കയ്യിൽ പണം എത്തിയത്. അതിന് പിന്നാലെ 1,45,000 കോടി രൂപയുടെ ഭാരത് നിർമ്മാൺ പദ്ധതി. അപ്പോഴാണ് ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ടവൻ സാധാരണ കടയിൽ ചെന്ന് വെറും ചായപ്പൊടി മാത്രം വാങ്ങിക്കൊണ്ട് പോയിരുന്നവൻ മിൽമ പാൽ കൂടി വാങ്ങാൻ തുടങ്ങിയത്. സമ്മതിക്കുന്നത് അത്രയും വർഷം ഭരിച്ചപ്പോ മൻമോഹൻ സിംഗിന് പാവപ്പെട്ടവരിൽ എത്തിക്കാൻ ഇത്രയും കോടി സൃഷ്ടിക്കേണ്ടി വന്നു. അത്രയും പാവപ്പെട്ടവരെ കൂടെ സൃഷ്ടിച്ചു എന്നാണ് മറ്റു വിധത്തിൽ മാത്യു പറഞ്ഞു വരുന്നത്. അത് കേട്ടിരിക്കുന്നവർ അങ്ങനെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ആദ്യമായിട്ട് ദ റൂറൽ ഇന്ത്യ started. They are the mover and shakers of this economy, though whether you admit or not. Once they go to distress, no one can save the economy of India. But കോർപ്പറേറ്റ്സിനെ കൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസായ ലോകത്തെ കൊണ്ട് ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് വെറും സ്വപ്നമാണ്. 2.83 lakh crore to the farm sector. കാർഷിക മേഖലയ്ക്ക് 2.83 ലക്ഷം കോടി രൂപ മാറ്റിവെക്കുന്നു. അല്ലാണ്ട് ഇവർ തന്നെ പണ്ട് ആവശ്യപ്പെട്ടിട്ട് നടത്താൻ പറ്റുന്ന OROPക്ക് വേണ്ടിയിട്ട് 1.25 lakhs crores has been created. But there is $1 million question. One second. I don't know why are you getting carried away with the figures. ഇത് നിങ്ങൾ പ്രീവിയസ് ബഡ്ജറ്റ്സ് നോക്ക്. ഇത് കൃഷിക്ക് ഒരു അലോക്കേഷൻ ഇല്ലായിരുന്നാണ് വിചാരിച്ച്. കൃഷിക്കുള്ള അലോക്കേഷൻ how much percentage you had increased? Very clear Matthew. It is a 16% from the last 2013-14.
16% തൊട്ട് ഒരൊറ്റ തവണ പോലും കുറച്ചിട്ടില്ല. നിങ്ങളുടെ ഒരു പ്രതിപക്ഷ നേതാവും ഒരിക്കലും പറഞ്ഞിട്ടില്ല അഗ്രികൾച്ചർ ബഡ്ജറ്റ് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ഇൻ ദ ഒരു സംശയവുമില്ല. അല്ലെങ്കിൽ താങ്കളുടെ ഏതെങ്കിലും ഒരു പ്രസ്താവന കാണിച്ചു തരും, രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കാണിച്ചു തരും, കുറച്ചിട്ടുണ്ടോ? ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് യൂണിയൻ ബഡ്ജറ്റ് 2020 പ്രസന്റഡ് ബൈ ഇന്ത്യൻ സ്കൂൾ ഓഫ് കൊമേഴ്സ് പവർഡ് ബൈ മാക്സ് വാല്യൂ ആണ്. ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരികെ വരുമ്പോൾ അന്വേഷിക്കുന്നത് നരേഗ പോലെ, തൊഴിലുറപ്പ് പദ്ധതി പോലെ, കുടുംബശ്രീ പദ്ധതി പോലെ സാധാരണ ആളുകളിലേക്ക് പൈസ എത്തിക്കാൻ, പൈസ പമ്പ് ചെയ്യാൻ ആവശ്യമായ എന്ത് പദ്ധതിയുണ്ട് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഈ ഡാൽ തടാകത്തിലെ ഈ താമര ബഡ്ജറ്റിൽ? Welcome back. Union Budget 2020 presented by Indian School of Commerce powered by Max Value from Knowledge Park, Kochi. 2020 നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് സാധാരണക്കാരന്റെ കൈകളിലേക്ക് പൈസ എത്തിക്കുക, മാർക്കറ്റിനെ റിവൈവ് ചെയ്യുക, ചോദന വർദ്ധിപ്പിക്കുക, അങ്ങനെ ഗ്രോത്ത് റേറ്റ് വർദ്ധിപ്പിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ അതിനെന്താണ് മാജിക് വാണ്ടി ബഡ്ജറ്റിൽ ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആൻഡ് നമ്മൾ പൊളിറ്റിക്കൽ ഡിസ്കഷന്റെ ഒരു ഘട്ടം കഴിഞ്ഞു. അതിഥികൾക്കൊപ്പം നോളജ് പാർക്കിലെ വിദ്യാർത്ഥികൾ കൂടി നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. സൂരജ്, നിലവിൽ മാത്യു കുഴൽനാടൻ, ഇവർ 3 പേരും വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഇതിന്റെ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ ബഡ്ജറ്റിൽ നൽകിയിരുന്ന പ്രോമിസുകൾ പലതും നടപ്പാക്കൂ എന്ന വളരെ പ്രസക്തമായ ചോദ്യം, അതല്ലെങ്കിൽ ഇതും ഒരു റെട്ടറിക് മാത്രമാണ് എന്ന മറ്റൊരു ചോദ്യം. 2022 കാർഷിക മേഖലയിലെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറയുന്നു, ഇൻഡസ്ട്രിയെ റിവൈവ് ചെയ്യുമെന്ന് പറയുന്നു. അറ്റ് ദ സെയിം ടൈം ഇതൊക്കെ വാഗ്ദാനം മാത്രമായി തീരുമോ എന്നുള്ളതാണ് ചോദ്യം. എവിടെ സർക്കാരിന്റെ കയ്യിൽ പൈസ എന്ന മറു ചോദ്യം. ഡോക്ടർ അരുൺ, നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ബഡ്ജറ്റിന്റെ പ്രിമൈസസിനെ ഡിസ്കസ് ചെയ്തു. നമ്മളിനി വരേണ്ടത് ബഡ്ജറ്റിലെ നൂലാമാലകളെ കുറിച്ചാണ്. ഒരു കണക്കിന് ഞാൻ ന്യൂസ് 24/7നെയും ISEയെയും ഈ നോളജ് പാർക്കിനെയും ജെയിൻ യൂണിവേഴ്സിറ്റിയെയും നിങ്ങളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഞാനിത് കാണുന്നത് എൻ്റെ ഒരു പേഴ്സണൽ വ്യൂ ആണ്. ഈ ബഡ്ജറ്റ് കൂടുതലും ഫിനാൻസ് മിനിസ്റ്റർ, പൊളിറ്റിക്സ് ഒക്കെ നമുക്ക് മാറ്റിവെക്കാം, ഓക്കെ അത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ് ഡെമോക്രാസി. ഈ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ, ഇത് കോയിൻസിഡൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല, ഒരു അമ്മയെ പോലെയാണ് ആക്ട് ചെയ്തതെന്ന് ഞാൻ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ജോബ് ലോസ് ഈസ് എ റിയാലിറ്റി, അത് യാതൊരു സംശയവുമില്ല. കാരണം ഞാനൊക്കെ ഒരു 45+, ഇപ്പം ഒരുമാതിരി നമ്മൾ ഇവിടെ ഇരിക്കുന്നവരൊക്കെ 45, നമ്മൾ വളരെ സ്പോയിൽഡ് ആയിട്ടുള്ള ജനറേഷനാണ്. അതായത് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം പൊളിറ്റിക്കലി തന്നെ ഗരീബി ഹട്ടാവോ നടന്നിട്ടില്ല. എന്തിനാണ് നമ്മുടെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്ക് കേസില്ലെങ്കിൽ പോലും ഒരു പോലീസ് വന്നാൽ 100 രൂപ കൊടുക്കേണ്ട ഒരു കാലത്തൂടെയാണ് ഞാനും അരുണും ഒക്കെ ജീവിച്ചു പോയത്. നമുക്ക് ഇൻകം ടാക്സിന്റെ ബേസ് കൂട്ടാൻ പറ്റില്ല. ഓൾ പാർട്ടീസ് പൊളിറ്റിക്കൽ ക്ലാസ്സിനോട് ഒരുപാട് എതിർപ്പോട് കൂടി തന്നെയാണ് പറയുന്നത്. ഒരുപാട് അപ്രീഷിയേറ്റും ഞാൻ ചെയ്യാറുണ്ട് ഇവരെയൊക്കെ. ആ ജനറേഷനെ മാറ്റി വെച്ചിട്ട് നമ്മൾ പുതിയ ജനറേഷനെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു അമ്മ എന്ന രീതിയിൽ അദ്ദേഹം പെരുമാറാൻ കാര്യം എന്ന് വെച്ചാൽ, ഒരു 2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഒന്ന്, നമ്മളിപ്പോൾ ഒരു കാർ ഡീലർഷിപ്പിൻ്റെ ഇൻഡസ്ട്രി എടുക്കാം, റൈറ്റ്? ഇന്നിപ്പോൾ കുറേ കാർ ഡീലേഴ്സ് ഉണ്ട്. മാരുതിക്ക് 3 or 4 ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ടവർ അവരുടെ ഷോറൂമിൽ പോകുന്നു, കാർ കാണുന്നു, ഡ്രൈവ് ചെയ്ത് നോക്കുന്നു, കുറേ കാറ് കിടക്കുന്നു, ഒരു 10-25 എംപ്ലോയീസ് 30 എംപ്ലോയീസ് കാണും, ഇതെല്ലാം കാണും. എന്തിനാ ഇത്? ഫ്യൂച്ചറിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു കാർ എൻക്വയറി നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്പിലോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലോ നിങ്ങൾ ഇടുകയാണെങ്കിൽ ഒരു സ്റ്റാഫ് മാത്രം വേണമെങ്കിൽ കൊച്ചിയിൽ ജോലി ചെയ്യാം. അദ്ദേഹത്തിന് കാറും കൊണ്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിന് വരാം. ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോണോ എന്തോ അതെല്ലാം റെഡി ആണെങ്കിൽ ഒരു ഐപാഡിനകത്ത് നിങ്ങൾക്ക് കാറ് സെലക്ട് ചെയ്യാം, റൈറ്റ്? ഓട്ടോമാറ്റിക് വേണോ, സൺറൂഫ് വേണോ, ഇതെല്ലാം കഴിഞ്ഞ് സബ്മിറ്റ് അടിക്കുമ്പോൾ സാർ അടുത്ത വെള്ളിയാഴ്ച കാർ ഡെലിവറി എന്ന് പറയാം. ഈ ഒരു സംഭവം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേർക്ക് ജോബ് പോകും, റൈറ്റ്? ഇതൊരു റിയാലിറ്റിയാണ്. ഇന്ത്യ ഈസ് ഗോയിങ് ത്രൂ എ ബിഗ് ഡിസ്റപ്ഷൻ. ടെക്നോളജിക്കലി ആയാലും ശരി, കൾച്ചറലായാലും ശരി, ക്ലെൻസിങ്ങിൽ. നമ്മൾ ഇത്രയും നാൾ ചെയ്തിരുന്ന ഒരു ബിസിനസ് രീതി ഇനി അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യ ഈസ് ഗോയിങ് ത്രൂ എ ക്ലെൻസിങ് ആൻഡ് പെർജിങ് പ്രോസസ്. ഈ പ്രോസസ് ഒരു റിയാലിറ്റിയാണ്. ടെക്നോളജി ഗ്രോത്ത് ഉണ്ടാവുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള നാച്ചുറൽ ജോബ് ലോസിനെ കുറിച്ചാണോ പറയുന്നത്? ഞാൻ അതൊന്ന്. അത് കൂടാതെ തന്നെ ദർ ഇസ് എ കൾച്ചറൽ ഷിഫ്റ്റ്. എങ്ങനെ ബിസിനസ് നടത്തും? ഇത്രയും നാൾ നമ്മൾ ടാക്സ് വെട്ടിക്കുക. നമ്മളിപ്പോൾ എനിക്ക് ഒരുപാട് നോർത്ത് ഇന്ത്യൻ ക്ലയൻസ് ഉണ്ട്. ടാക്സ് വെട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഹരമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇപ്പോൾ അത് 100% ആയിട്ട് മാറിയോ ഇല്ലെന്ന് വെച്ചാൽ അത് പൊളിറ്റിക്കലായിട്ട് ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ അതല്ല, എങ്കിലും കുറേയൊക്കെ ചേഞ്ച് വന്നു സിസ്റ്റത്തിൽ, റൈറ്റ്? അപ്പോൾ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ജനറേഷന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ എനിക്ക് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. സംതിങ് ഡോക്ടർ അരുൺ, നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ കുറിച്ച് പറഞ്ഞു. ടാറ്റ സ്റ്റീൽ ഇവിടെ സ്റ്റീൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ടാറ്റ സ്റ്റീൽ എന്നാ തുടങ്ങിയെന്നറിയൂ? അന്ന് എത്ര രൂപയ്ക്കാണ് അവർ ലാൻഡ് മേടിച്ചത്? അവർ എത്ര രൂപയ്ക്കാണ് ലേബറിനെ എംപ്ലോയ് ചെയ്തത്?
ആ ഒരു കോസ്റ്റിൽ സേ ഒരു യൂണിറ്റ് ഓഫ് സ്റ്റീൽ അവർ ഉണ്ടാക്കാൻ അവർ ₹1 ചിലവാക്കി എന്ന് വയ്ക്കുക. വേറെ ഏതെങ്കിലും കമ്പനിക്ക് ₹1 ഇന്ന് കൊടുക്കാൻ പറ്റുമോ? ഐ എം ആസ്കിങ് യു റിയാലിറ്റി. ഇന്ന് അങ്ങനെ ഒരു സ്റ്റീൽ ഫാക്ടറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് സ്റ്റീൽ ഉണ്ടാക്കാൻ മിനിമം ₹1,00,000 വേണം. So a steel factory will not come. So we are talking about a thing which will not happen in the economy. See, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ even demonetization, I don't know about demonetization, that's political. But ഞാൻ ചോദിക്കുന്നു, people say that demonetization is a flop. അത് പൊളിറ്റീഷ്യൻസ് തമ്മിൽ ഡിസൈഡ് ചെയ്യേണ്ട കാര്യം. അവർ തന്നെ പറയും 98% of money has come back and remonetized. So where is the flop? So flop ആണ് എങ്ങനെ ബിസിനസിന് അക്സെപ്റ്റ് ചെയ്യും? അല്ല ബിസിനസിന് അതൊരു ഇതായിട്ട് Just tell me what was the purpose of demonetization? See, that the government has to answer. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം there is an answer for this. 60 ലക്ഷം പുതിയ നികുതിദായകർ വന്നു എന്ന് നിർമ്മലാ സീതാരാമൻ പറയുന്നു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെ. Demonetization കഴിഞ്ഞതിന് ശേഷം new taxpayers are there in the drama. Okay, for the sake of argument, I am accepting that there is 60 lakh new taxpayers. For that you destroyed a country. You know that? You know that? അല്ല ഒരു കാര്യം ശിവശങ്കർ സർ, ഞാൻ ഇപ്പൊ എനിക്ക് മനസ്സിലാവാത്ത, ഞാൻ എന്നെ ആർഗ്യൂ ചെയ്ത് പറയല്ല, സപ്പോർട്ട് ചെയ്യല്ല. ഇറ്റ്സ് ബീങ് സെഡ് ദാറ്റ് all money has come back. Then where is the point of, I mean, question of destroying the economy? വന്നില്ല എന്നെങ്കിലും ഡിസ്ട്രോയിഡ് ആവുള്ളൂ. ഞാൻ ചോദിക്കുന്ന ഒരു സിമ്പിൾ ചോദ്യം, ഈവൻ അതർവൈസ് സപ്പോസ് 13.4 ലക്ഷം കോടി മണിയാണ് അതിനകത്തുള്ളത്, 4 ലക്ഷം വന്നില്ല എന്ന് വെച്ചോളൂ, എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമോ? അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും മാത്രം നമുക്ക് കത്തിച്ചു കളയാൻ പറ്റുമോ? അസറ്റ് സൈഡും കൂടെ കത്തിച്ചു കളയണ്ടേ? സോ നമ്മൾ ഒരുപാട് ഡിസ്കഷൻ മാറിപ്പോണു എന്റെ അഭിപ്രായത്തിൽ. അതിനൊരു ആൻസർ ജസ്റ്റ് പറയട്ടെ. ഇത് ആക്ച്വലി ഡിമോണിറ്റൈസേഷൻ ഡിക്ലെയർ ചെയ്ത സമയത്ത് പ്രൈം മിനിസ്റ്റർ രാജ്യത്തോട് പറഞ്ഞ് 4 വരി കേട്ടിരുന്നെങ്കിൽ നിങ്ങൾ പറയില്ലായിരുന്നു. പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഈ രാജ്യത്തെ വലിയ ഒരു എമൗണ്ട് പണം കള്ളപ്പണമാണ്, അത് ആളുകൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഡിമോണിറ്റൈസേഷൻ നടന്നു കഴിയുമ്പോൾ ബാങ്കിലേക്ക് തിരിച്ചു വരുന്നത് ഇതിൻ്റെ വളരെ വലിയൊരു ശതമാനം പൈസ വരില്ല. കാരണം കള്ളപ്പണമായിട്ട് അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ആ പൈസ സർക്കാർ 5-6 ലക്ഷം കോടി രൂപ പുതിയതായി പ്രിന്റ് ചെയ്യുമ്പോൾ സർക്കാരിന് അത്രയും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുമെന്ന് പറഞ്ഞാണ് ഈ ഡിമോണിറ്റൈസേഷൻ പോയത്. ലെറ്റ് മീ കംപ്ലീറ്റ്. അതിന് വേണ്ടിയിട്ടാണ് പുതിയ നോട്ടടിക്കാൻ 1700 കോടി രൂപ, 16,000 കോടി രൂപ മുടക്കി പുതിയ നോട്ടടിച്ചത്. നിങ്ങൾ പറഞ്ഞ പോലെ 98% അല്ല വന്നത്. ഈവൻ ഐ തിങ്ക് മോർ ദാൻ they have limited there are 120% വന്നു. അപ്പോൾ ഒരു കള്ളനോട്ടും ഇല്ല. ഇത് പറയട്ടെ. അതായത് 99.2 ശേഷം ഗവൺമെന്റ് ഫിഗേഴ്സ് റിലീസ് ചെയ്തിട്ടില്ല. കാരണം എന്താ റിസർവ് ബാങ്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഉണ്ടായിരുന്നു. അതും കൂടെ മനസ്സിലാക്കുക. ലോകത്തിന് മുമ്പിൽ ഇന്ത്യ നാണം കെടും. കാരണം എന്താ ഈ ഫേക്ക് കറൻസി പോലും ഇതിന്റെ സെന്ററിൽ നിന്ന് വന്നാൽ ഇന്ത്യ നാണം കെടുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഫിഗേഴ്സ് പുറത്തു വരാത്തത്. ഇന്നും നേപ്പാളിൽ നിന്നും അവിടെ നിന്നും വന്നിട്ടില്ല. കാരണം ഹൗ ഡിസാസ്ട്രസ് സച്ച് എ ഇനീഷ്യേറ്റീവ് വാസ് എന്നുള്ള ഇനിയെങ്കിലും അംഗീകരിക്കണ്ടേ? ഒരു മിനിറ്റ് മാത്യു പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ ഫേക്ക് കറൻസി ഇല്ലെന്നായിരുന്നോ? ഇവിടെ കള്ളപ്പണം ഇല്ലെന്നായിരുന്നു. ഒരു മിനിറ്റ്, ഇവിടെ നടക്കുന്ന സാധാരണക്കാരൻ ആലോചിക്കട്ടെ. ഇവിടുത്തെ സ്ഥലക്കച്ചവടം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടക്കുമ്പോൾ എത്ര % ആയിരുന്നു ടാക്സ് കാണിച്ചിരുന്നത്? ആ പണം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇത്തരത്തിലുള്ള ബേസിക് ക്വസ്റ്റ്യൻ. ഡോണ്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഇൻഡസ്ട്രിയിലേക്ക് അല്ലെങ്കിൽ RBIയിലേക്ക് ഇത്ര ഫണ്ട് ഒന്നും നോക്കണ്ട. ഇത്ര നടത്തിയിരുന്ന കള്ളപ്പണങ്ങൾ ഇവിടുത്തെ സിനിമ ഇൻഡസ്ട്രി. ഒരു മിനിറ്റ്, യു ഗിവൺ എ ലോങ് ക്വസ്റ്റ്യൻ. ആൻഡ് അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമ ഇൻഡസ്ട്രീസിലായാലും ഇത്തരത്തിലുള്ള ഈ ഇവിടുത്തെ ഈ റിയൽ എസ്റ്റേറ്റ് ഇഷ്യൂലായാലും നടക്കുന്ന ഏതാണ്ട് മോർ ദാൻ 50% ഇത് കള്ളപ്പണമായിരുന്നു. അത് ടാക്സ് അടയ്ക്കാത്തവരായിരുന്നു. ഞാൻ ഇത് പ്രിന്റഡ് ബ്ലാക്ക് മണി, അൺഅക്കൗണ്ടഡ് മണി, ആൻഡ് ദർ ഈസ് അനദർ മണി വിച്ച് ഹാസ് ബീൻ കം ഫ്രം ദ പാകിസ്ഥാൻ. ഒരു ന്യൂസും കൂടെ എടുത്ത് നോക്കൂ, താങ്കൾ കൂടെ നോക്കുന്നതല്ലേ ഈ പ്രിന്റഡ് മണി ഫ്രം ഇത് കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്ത ആദ്യത്തെ ആള് കർഷകനല്ല, പാകിസ്ഥാനിലെ ജാവേദായിരുന്നു ആത്മഹത്യ. ഞാൻ അഡ്മിറ്റ് ചെയ്യാം. ഇന്ന് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുമ്പോൾ 100% വൈറ്റ് മണിയാണ് കൊടുക്കുന്നതെന്ന് ഇവിടെ ഉറപ്പിച്ച് പറയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സസൈസ് വിജയിച്ചു എന്ന് ഞാൻ പറയാം. 100% വേണ്ട മാത്യു. ബട്ട് ഇറ്റ് വിൽ ബി ഒരു നിയമം കൊണ്ട് ലോകത്തെ എല്ലാ എവിൾസിനെയും തീർക്കാമെന്ന് ലോകത്താരും വിചാരിക്കണ്ട. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്,
ഈ സാധാരണക്കാരന്റെ കൈകളിലേക്ക് പൈസ എങ്ങനെ എത്തും, ഈ ചോദന വർദ്ധിക്കണം, കൺസ്യൂമറിന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം, അതിന് നിലവിൽ ഒരു മോണിറ്ററി സ്റ്റിമുലസ് ഈ ബഡ്ജറ്റ് കൊടുക്കുന്നുണ്ടോ? അതാണ് ചർച്ച ചെയ്യേണ്ടത്. സൂരജ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ വളരെ റിയാലിറ്റി ഉള്ള സംഗതിയാണ്. അതായത് ഒരു വശത്തോട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുമ്പോൾ ഇൻഡസ്ട്രി ഉൾപ്പെടെയുള്ള മേഖലയിൽ ജോബ് ലോസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് മാത്രം മനുഷ്യൻ നോക്കുന്ന കാര്യത്തിൽ ഞാൻ വരുന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യമാണ് അത് അദ്ദേഹം പറഞ്ഞ റിയാലിറ്റിയാണ്. ഒരു ക്ലാരിഫിക്കേഷൻ തന്നോട്ടെ, സോറി ഇന്റർഫിയർ ചെയ്ത്. അത് ഞാനത് കംപ്ലീറ്റ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഡിമോണിറ്റൈസേഷൻ അങ്ങനെ പെട്ടുപോയി എന്ന് മാത്രം. അതായത് യങ്ങർ ജനറേഷനെ നമ്മൾ ഈ ജോബ് ലോസിന്റെ ഒരു റിയാലിറ്റി പഠിപ്പിച്ചിട്ട് തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല. അതായത് ഈ ബഡ്ജറ്റിൽ എക്സംഷൻസോ ഇല്ലാതെയാണ് ഇൻകം ടാക്സ് പറഞ്ഞേക്കുന്നത്. അതായത് എക്സംഷൻസ് ഒന്നും വേണ്ട എന്ന് വെക്കുക. എക്സംഷൻസ് ഒന്നും വേണ്ടാത്ത വ്യക്തി കൂടുതലും ആരായിരിക്കും? നമ്മളെ പോലെ ഒരു കുടുംബം നടത്തുന്ന ആളായിരിക്കില്ല. 25 വയസ്സ്, 23 വയസ്സ്, 26 വയസ്സുള്ളവർക്കാണ് ഒരു ലോൺ ഇല്ലാത്തതോ അല്ലെങ്കിൽ PPF വേണ്ടാത്തോ. അവർക്കൊരു 10 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം ആണെങ്കിൽ ആ പൈസ സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്കത് സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ക്ലിയർ ആയി. 1. 2, ദേ ആർ ഓൾസോ ക്രിയേറ്റിംഗ് എ കൾച്ചർ ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. കാര്യം എന്ന് വെച്ചാൽ ഈ കോർപ്പറേറ്റ് ടാക്സ് കട്ട് എല്ലാവരുടെ അടുത്തും നമ്മളിപ്പോഴും പറയുന്നത്, ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളിൽ നമ്മൾ പറയുന്നത്, നിങ്ങളിപ്പോൾ അപ്പുറത്ത് തന്നെ ഇൻഫോ പാർക്കിൽ നോക്കുക, നമ്മളൊരു എംപ്ലോയി എന്നുള്ള രീതിയിൽ എന്തിനാ ആലോചിക്കണം, എംപ്ലോയർ എന്ന രീതിയിൽ ആലോചിച്ചു. അപ്പൊ ഇത് രണ്ടുമാണ് ഞാൻ ഉദ്ദേശിച്ചത്, ആ കൾച്ചർ ഓഫ് ഓൺട്രപ്രണർഷിപ്പ്. ഡോക്ടർ അരുണിന്റെ ചോദ്യമാണ് യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ടത്. അതായത് ഗ്രാമീണ മേഖലയിൽ പണം കൊണ്ടുവരാനായി, ഡിമാൻഡ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. കൂടുതൽ ഇൻകം ടാക്സ് വഴി നമ്മൾ സംസാരിക്കുമ്പോൾ ടാക്സ് ഇളവ് കൊടുക്കുന്നതിലൂടെ വരുമാനം കൂട്ടാന്നുള്ളതാണല്ലോ പറഞ്ഞു വന്നത്. ഞാൻ പറയുന്നത് ഏത് വഴിയിലൂടെ ആയിക്കോട്ടെ, പണം കൊടുക്കണമെന്നില്ല. ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കൂ. ആൾക്കാർക്ക് തൊഴിലാണ് കൊടുക്കേണ്ടത്. തൊഴിലിലൂടെയാണ് പണം വരേണ്ടത്. ഇനി അദ്ദേഹം പറഞ്ഞ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് 100 ലക്ഷം കോടി രൂപ മാറ്റിവെക്കുമ്പോൾ അതിലൊരു വിഹിതം ഈ തൊഴിലായി മാറില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ അതിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഒരു കണക്ക് കൂടെ നമ്മുടെ മുൻപിലുണ്ട്. ഈ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള തൊഴിലിന്റെ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിലെ തൊഴിലിന്റെ രീതി നോക്കുമ്പോൾ അതൊരു സൈക്ലിക്കലാണല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ റോഡ് പണിയെടുക്കുന്നവനോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുന്നവനോ 6 മാസം കഴിഞ്ഞാൽ അവൻ തിരിച്ച് ഗ്രാമീണ മേഖലയിൽ പോയി കാർഷിക വൃത്തി എടുക്കുന്നവനായിരിക്കും. ഒരു സൈക്ലിക്കൽ റൊട്ടേഷൻ ഈ പറയുന്ന തൊഴിലിന്റെ കാര്യത്തിലുണ്ടല്ലോ. ഈ അടിസ്ഥാന സൗകര്യ വികസനം രണ്ടിടത്തുമുണ്ട്. കാർഷിക മേഖലയിലുമുണ്ട്. അവിടെ സോളാർ പമ്പുകൾ വരുന്നു. 20 ലക്ഷം കർഷകർക്ക് സോളാർ പമ്പുകൾ കൊടുക്കുന്നു. സൗരോർജ്ജ പദ്ധതി നടപ്പാക്കുന്നു. ജില്ലാ അടിസ്ഥാനത്തിൽ കാർഷിക വികസനം നടപ്പിലാക്കാൻ പോകുന്നു. സോ കാർഷിക മേഖലയിൽ ഡെവലപ്മെന്റ്, എല്ലാ പ്രോമിസും അതേപോലെ നടന്നു കഴിഞ്ഞാൽ ഡോക്ടർ അരുൺ പ്രതീക്ഷിക്കുന്നത് പോലത്തെ പ്രതീക്ഷ എനിക്കുണ്ട്. അതെ. ഇനി വേറൊരു സൈഡും കൂടി, അദ്ദേഹം പറഞ്ഞതിന്റെ വേറൊരു സൈഡും കൂടി ഉണ്ട്. 2017-18 നമ്മുടെ ഇതാണല്ലോ ഇപ്പോഴത്തെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ. അതിൽ പറയുന്നത് ജോബ് ലോസ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് 29.1 മില്യൺ ജോബ് ലോസ് ഉണ്ടായിരിക്കുന്നത് റൂറൽ സെക്ടറിലാണ്, റൂറൽ വിമനാണ്. അപ്പോൾ ഒരു വശത്തൂടെ സൂരജ് പറയുന്നത് പോലത്തെ ജോബ് ലോസ് ഈ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നു ബിക്കോസ് ഓഫ് ദി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് വി ഓൾസോ എക്സ്പീരിയൻസ് എ ജോബ് ലോസ് ഇൻ ദി റൂറൽ സെക്ടർ. അഗൈൻ റൂറൽ. രണ്ട് കാര്യങ്ങൾ. ഈ നമുക്ക് തൊഴിൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഞാൻ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ അംഗീകരിക്കുന്നു കേട്ടോ. അംഗീകരിക്കുമ്പോൾ തന്നെ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകൾ അവർ സാധാരണ തൊഴിൽ ലഭിക്കാൻ ശ്രമിക്കാതെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വെയിറ്റ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റായി കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഇവിടുത്തെ ഈ റൂറൽ വിമൻസ്, നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികൾ കൂടുതൽ പഠിക്കുകയും അവർ സാധാരണ തൊഴിൽ, ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ജോലി അവർക്ക് വേണ്ട, ദേ മേ ബി വെയിറ്റ്, മേ ബി ദേ ആർ ഗ്രാജുവേറ്റ് ഓർ PhD പീപ്പിൾ, ദേ ആർ വെയിറ്റിംഗ് ഫോർ എ ഗവൺമെൻറ് ജോബ് ഓർ എ പ്രൊഫസറായിട്ടായിരിക്കും അവർ വെയിറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് keep it as an unemployment. അതും കൂടി ഇതിനകത്തുണ്ട്. സാർ ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം ചോദിപ്പിച്ചോട്ടെ. കഴിഞ്ഞ 2018-19 എത്ര പുതിയ കമ്പനികൾ രജിസ്റ്റർ ചെയ്തു എന്ന് സാറിന് അറിയായിരിക്കും. സാർ പറയാത്തതുകൊണ്ടാണ്. ഏതായാലും കുട്ടികളുടെ അഡ്രസ്സിന് വേണ്ടിയിട്ട് ഇറ്റ് വിൽ ബി 1.2 lakh ന്യൂ കമ്പനീസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ്. ഇതും അത് 2-3 years back അത് 70,000 ലോകത്തെ മൂന്നാമത്തെ around 70,000 new startups and 70,000 new startups. ഇതൊക്കെ ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കില്ലേ? പുതിയ ആസ്പിറേഷൻസ് ഉണ്ടാവുന്നില്ലേ? ലോകത്തെ മൂന്നാമത്തെ രാജ്യമാണ്. ഇത്രയേറെ പുതിയ സ്റ്റാർട്ടപ്സും പുതിയ കമ്പനികളും തുടങ്ങിയ ലോകത്തെ മൂന്നാമത്തെ രാജ്യം നമ്മളാണ് എന്നുള്ളതും കാണണം. ട്രൈ ടു സീ ദ പോസിറ്റീവ് തിങ്സ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇതിൻ്റെ ഇവിടെ പാനലിസ്റ്റുകൾ പറഞ്ഞ ഒരു വ്യൂവിനോട് എനിക്ക് കടുത്ത വിയോജിപ്പാണുള്ളത്. ടെക്നോളജി അഡ്വാൻസ്മെന്റ് വിൽ ലീഡ് ടു ജോബ് ലോസ് എന്ന ഈ തിയറി ഒരുപക്ഷെ 90-കളിൽ ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടതാണ്. ഓർക്കണല്ലേ?
കമ്പ്യൂട്ടർ വന്നാൽ ഇപ്പോൾ ഒരു ബാങ്കിൽ 5 പേര് ചെയ്തുകൊണ്ടിരുന്ന ജോലി ഒരു കമ്പ്യൂട്ടർ ചെയ്യും. അപ്പം 4 പേരുടെ ജോലി പോകും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരാൾ മതി. ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് വിൽ ലീഡ് ടു ജോബ് ലോസ് എന്ന് കാലങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചതാണ്. ഞാൻ ഇന്ന് നിങ്ങളും എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ പുതിയ തലമുറ, നിങ്ങൾ നാളെ എത്തിപ്പെടാൻ പോകുന്ന എല്ലാ അവന്യൂസും എല്ലാ ജോബും ആക്ച്വലി ടെക്നോളജി അഡ്വാൻസ്മെൻറ്റുമായി ബന്ധപ്പെട്ടായിരിക്കും. ഇവിടെ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറസ് ഫാക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഇവിടെ എങ്ങനെയാണ് ചെറുപ്പക്കാരുടെ ജോലി കോൺസെപ്റ്റ് മാറി എങ്ങനെയാണ്? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആഗ്രഹിച്ചിരുന്നത് എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലി കിട്ടണം എന്നാണ്. മഹാഭാരതയുടെ കാലഘട്ടത്തിലും അതൊക്കെ തന്നെയാണ്. പക്ഷെ ഇന്നത്തെ മാതാപിതാക്കൾ ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താ? അതിലും വളരെ ക്വാളിറ്റിയുള്ള, അതിലും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള, അതിലും വലിയ ഇതായിട്ടുള്ള ജോലികൾ അവൈലബിൾ ആണ്. അതെങ്ങനെ വന്നു? ഇൻഫാക്റ്റ് എൻ്റെ ഒരുപക്ഷെ ചെറുപ്പകാലത്ത് ഈ രാജ്യത്ത് 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഒരുത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് 23 വയസ്സ് പ്രായമുള്ള 24 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാര് 1.25 ലക്ഷം രൂപ വർഷമല്ല, ഒരു മാസം വാങ്ങുന്നത്. ആ ജോബ് ഇവിടെ ഉണ്ടായ ജോബല്ല. അത് അമേരിക്കയിലെ സൂപ്പർ മാർക്കറ്റിന്റെ കമ്പ്യൂട്ടേഷൻ ഔട്ട്സോഴ്സ് ചെയ്ത് ഇന്ത്യയിലേക്ക് വന്നതാണ്. വി ഗോട്ട് ദ ജോബ് through the new economic policy brought in by the Congress government. I am proud to say that. That liberalization, privatization, globalization vannappo we got numerous opportunities. Job loss undayada developed nations budget you said it correct. That's what നമ്മൾ ഏതാണ്ട് 300,000 കോടി രൂപ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. Allow me to complete. See, appo അങ്ങനെ ലക്ഷം രൂപ വാങ്ങുന്ന ജോലി 1-2 പേർക്കല്ല, കോടാനുകോടി ചെറുപ്പക്കാർക്ക് ഇന്ത്യ രാജ്യത്ത് കിട്ടി. ആ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റിനോടൊപ്പം അതിനോട് കോപ്പപ്പ് ചെയ്യുന്ന ഒരു എക്കണോമിക് പോളിസി ഡിവൈസ് ചെയ്തപ്പോഴാണ് ഇവിടെ കഴിഞ്ഞ എത്രയോ നാളായിട്ട് നമ്മൾ നിൽക്കുന്നു. മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാൻഡപ്പ് ഇന്ത്യ, സിറ്റ് ഡൗൺ ഇന്ത്യ, ലാസ്റ്റ് ഇപ്പോൾ സ്ലാം ഡൗൺ ഇന്ത്യ എന്ന സ്ഥിതിയായി. 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കാണ്. യു ഷുഡ് ക്വസ്റ്റ്യൻ ദ എക്കണോമിക് പോളിസി. യു ഷുഡ് ക്വസ്റ്റ്യൻ ദ ഗവൺമെൻറ് വാട്ട് ദീസ് പീപ്പിൾ ആർ ഡൂയിങ്, ബിക്കോസ് യുവർ ഫ്യൂച്ചർ ഈസ് ഇൻ ഡേഞ്ചർ. അല്ല ഞങ്ങളെപ്പോലുള്ളവരെ കാണണ്ട. അതല്ല ഞാൻ പറയുന്നത്. ഇവിടെ 45 വർഷത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ എന്തുകൊണ്ടുണ്ടായി എന്ന് നിങ്ങൾ ചോദിക്കണം. വി ഓപ്പൺ ഡേ അൺഎംപ്ലോയ്മെന്റ് രജിസ്റ്റർ. ലക്ഷക്കണക്കിന് ആളുകൾ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് ഓപ്പൺ ചെയ്ത അൺഎംപ്ലോയ്മെന്റ് രജിസ്റ്ററിലേക്ക് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് അയച്ചത്, ഞങ്ങൾക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ്. ഇതിന് മുമ്പ് ഒരു ഫേസ് ഉണ്ടായിരുന്നു. UP 2 കാലത്താണെങ്കിൽ ആൾക്കാർക്ക് ജോലി കിട്ടിയത്. Now you are in the opposition, you are opening this employment. അല്ല അതിന് മാത്യു ഒരു പുതിയൊരു ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡും പറയുന്നുണ്ട്. ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിൽ ആൾക്കാരെ കൊണ്ടുവന്നാൽ മതി, അവരെ തിരിച്ചു വിടുക, അവർക്ക് ജോലി കൊടുക്കുക. Why people voted for Modi is not only Modi. ഇതുപോലെ ഇത്രയും രൂക്ഷമായ അൺഎംപ്ലോയ്മെന്റ് അന്നുണ്ടായിരുന്നോ പറഞ്ഞാലുണ്ട്. There is, but not that much. There was unemployment. Yes. Always. Of course, നമുക്ക് 100% employment കൗണ്ടഡ് അൺഎംപ്ലോയ്മെന്റ്. അങ്ങനെയാണ് മാത്യു ഞാൻ നേരത്തെ സൂചിച്ച പോലെ ഈ അൺഎംപ്ലോയ്മെന്റ് ആൾക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നില്ല. കൂടുതൽ വിദ്യാഭ്യാസം കിട്ടിയപ്പോൾ അവർ ദേ ആർ വെയിറ്റിംഗ് ഫോർ എ ബെറ്റർ ജോബ്. അതും ഒരു കാര്യമുണ്ട്, സംശയമില്ല. ഒറ്റ കാര്യം മറുപടി പറയുന്നതിനൊപ്പം തന്നെ ഈ മേക്ക് ഇൻ ഇന്ത്യ, സിറ്റ് ഇൻ ഇന്ത്യ, സിറ്റപ്പ് ഇന്ത്യ, ഇപ്പോൾ അസംബിൾ ഇന്ത്യ, സ്ലാൻഡർ ഇന്ത്യ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയോ? ഇപ്പൊ ഈ മാത്യു പറയുന്ന പോലെ അസംബിൾ ഇൻ ഇന്ത്യ അങ്ങനൊരു പ്രോമിസിന് പ്രസക്തി ഉണ്ടോ? ഈ ബഡ്ജറ്റ് കൂടി കാണും. ഡോക്ടർ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്യുന്ന കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. മാത്യു സാറിന് പോലെ എത്ര സംശയം വന്നത്. യഥാർത്ഥത്തിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വന്നത് ഇതായിരുന്നു. അവിടെ ജോബ് ലോസ് ഉണ്ടാകുന്നു, ജോബ്ലെസ് ഗ്രോത്ത് ഉണ്ടാകുന്നു. എങ്കിലും ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തിൽ ഡിവൈസ് ചെയ്യപ്പെടേണ്ട എംപ്ലോയ്മെന്റ് പോളിസി എന്ന് പറയുന്നത് അതല്ല. അപ്രോപ്രിയേറ്റ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഒരു ജനസംഖ്യ നോക്കൂ, ഡെമോഗ്രഫിക് ഡിപ്പോസിറ്റ് കൂടിയ ഒരു രാജ്യം, യുവാക്കളുടെ എണ്ണം കൂടുതലുള്ള ഒരു രാജ്യം, പോപ്പുലേഷൻ കൂടുതലുള്ള ഒരു രാജ്യത്തിൽ എത്ര ടെക്നോളജി തന്നെ അഡ്വാൻസ് ആയിട്ട് മുന്നിൽ കണ്ടു കഴിഞ്ഞാലും അപ്രോപ്രിയേറ്റ് ടെക്നോളജി എന്ന് പറയുന്ന സംഗതിയെ നോക്കുക. അതായത് ഗ്രോ ചെയ്യുന്ന ജനസംഖ്യയും കൂടെ കണക്കിലെടുത്തുകൊണ്ടുള്ള സാങ്കേതിക വിദ്യയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ലോകം വളരുന്നു എന്നുള്ളത് കൊണ്ട് നേരെ നമുക്കും യഥാർത്ഥത്തിൽ അതേപടി തന്നെ ഒരു രണ്ടാമത്തെ കാര്യം ചർച്ചയ്ക്ക് വേണ്ടി, ഇവിടെ ചർച്ചയ്ക്ക് പോകുമ്പോൾ വേറൊരു കാര്യം കൂടെ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുക. എൻ്റെ കൺസേൺസ് ചോദിച്ചല്ലോ. ഒന്ന്, ഇപ്പം ഈ റിസഷൻ ആണോ അല്ലയോ എന്നുള്ള ടെർമിനോളജീസ് ശരിയാണ്, ആ ചർച്ച വരാം. പക്ഷേ കഴിഞ്ഞ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ അതിനെ പറയുന്ന പേര് ഗ്രേറ്റ് ഇന്ത്യൻ സ്ലോ ഡൗൺ എന്നാണ്, ഡിസംബറിൽ ആർട്ടിക്കിൾ. അപ്പോൾ ആ പേരിനെ നമുക്ക് തൽക്കാലം വിനിയോഗിക്കാം. എൻ്റെ കൺസേൺ ഇത്രയേ ഉള്ളൂ. ഒന്ന്, നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ബജറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംശയമൊന്നുമില്ല. നല്ല ശ്രമങ്ങൾ എടുത്തിട്ടുണ്ട്. എൻ്റെ കൺസേൺ വിത്ത് കൺസേൺസ് മൈ കൺസേൺ എനിക്ക് സംശയമായി ഞാൻ പറയാൻ പറ്റുന്നത്. എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും, ഫിഷറീസിൽ ഉൾപ്പെടെയുള്ള, കൃഷിയിൽ ഉൾപ്പെടെയുള്ള, വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലത്തും PPP വരുന്നതിൽ എനിക്കൊരു സാരമായ കൺസേൺ ഉണ്ട്. രണ്ടാമത്തെ കൺസേൺ, അതായത് അത് ഒരു പക്ഷേ ഒരു നയത്തിന്റെ ഭാഗമായിരിക്കാം. ഏത് സർക്കാരിനും ഒരു നയം ഉണ്ടാവും.
പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ ഒരു നിയോ ലിബറൽ ഒരു അങ്ങനെ ആയിരിക്കും. വൺ തിങ്. സെക്കൻഡ് ഈസ് ഈ റവന്യൂ ന്യൂട്രൽ പോളിസി അല്ല എങ്കിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന ടാക്സ് സ്ലാബ് കുറച്ചത് സംസ്ഥാന സർക്കാരുകളുടെ നികുതി വിഹിതവും കുറയാൻ സാധ്യതയുണ്ട്. That's a point. That's a point. To the audience, it's open. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ പങ്കുവയ്ക്കാം. And first question, gentleman, your name? Sir, പേര് പറയൂ. My name is Christy. Okay, Christy. Sir, my question is that we all know that our country is going through a lot of unemployment issues in the youth. So me being a youth, it's relevant that like National Survey Sample Organization already told us about the unemployment is really high in India and the government is not really taking up the issue. The thing is that even the government, like Prime Minister of our India, that's Narendra Modi, hasn't even given a press meet in now 6 years, who is not ready to face the problems faced by us. And thing is that he is not. Question. The question is address ചെയ്യുന്നില്ല ബഡ്ജറ്റ് എന്നാണോ? Yeah. The thing is that he's not addressing the issue. The fact this unemployment is really high. So the government is not facing the issues in the budget itself. But government ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതനുസരിച്ച് കാർഷിക മേഖലയിൽ നിങ്ങൾ പമ്പ് ചെയ്യാൻ പോകുന്നു. They are making ശിവശങ്കർ സ്കിൽ ഡെവലപ്മെന്റ് എവറിത്തിങ് ലോട്ട് ഓഫ് തിങ്സ് ഇസ് there. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ സ്കിൽ ഡെവലപ്മെന്റ്. Sir, please. Sir, for a job employment, for a government job, like for 100 jobs, 100 million lakhs of people are applying. Even for like PhD students. You can start a man. Yeah, PhD students are applying for a job. It's not about. You cannot simplify the issue. Let me tell one thing. There was a advertisement from Chennai municipality or something, or corporation or something, for super job. Thousands of engineering graduates applied for that. This is the situation in our country. Thousands. I am not making a random statement. I am not running away from this. This is a fact. Thousands of engineering graduates applying for a sweeper job in a municipality in Tamil Nadu. This is the situation. പഴയ ഒരു ഇതാണ് 100 crores will be earmarked for agriculture. That is your answer. Sir, you told us. പല ക്വാളിഫൈഡ് എഞ്ചിനീയർമാരെയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൈലറ്റ്മാരില്ല, ക്വാളിഫൈഡ് എഞ്ചിനീയർമാരില്ല എന്നുള്ള കംപ്ലൈന്റ് പല ടെക്നിക്കൽ കമ്പനിക്കുണ്ട് സർ. പൈലറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ ഇവിടെ എയർലൈൻസ് എല്ലാം ഞാൻ പൈലറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. എഞ്ചിനീയേഴ്സ് ഇല്ല, നല്ല എഞ്ചിനീയേഴ്സ് ഇല്ല, നല്ല ഇലക്ട്രീഷ്യൻസ് ഇല്ല. വെൻ യു ട്രൈ, യു ആർ ഇൻ എറണാകുളം, വെൻ യു ട്രൈ ഫോർ എ വെരി ഗുഡ് ഇലക്ട്രീഷ്യൻ, പ്ലംബർ ഇല്ല, ഇലക്ട്രീഷ്യൻ ഇല്ല, യു ക്യാൻ ഗെറ്റ് IAS ഓഫീസർ, IPS ഓഫീസർ, ഒരു എഞ്ചിനീയർ, ബട്ട് യു വിൽ നോട്ട് ഗെറ്റ് ഇറ്റ്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ന്യൂസ് 24 കണ്ടുകൊണ്ടിരിക്കണേ ജോലിയില്ലാത്ത പൈലറ്റുമാരോട് ഒരു മെസ്സേജ് അയക്കാൻ പറഞ്ഞു നോക്കിപ്പോ എത്ര പേർ അയക്കുന്നു ഞാൻ കാണിച്ചു തരാം. I have come across many people who are completed. You are saying that no good pilot. എനിക്കറിയാം. Thousands of people are here. Dots and messages. ക്രിസ്റ്റിയുടെ ഒരു കൺസേൺ ഉണ്ട്. അല്ലെ ക്രിസ്റ്റി പറഞ്ഞ പോലെ ഇപ്പോഴത്തെ പാരന്റ്സിനും അതേപോലെ ചെറുപ്പക്കാർക്ക് കുട്ടികൾക്കുള്ള ഒരു കൺസേൺ നേരത്തെ പറഞ്ഞു. പ്രൈവറ്റ് സെക്ടറിൽ ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും, പക്ഷേ ഇപ്പോൾ വീണ്ടും ആളിൽ കുറേ പാരന്റ്സ് എങ്കിലും പഴയ പോലെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ ജോലിയാണെങ്കിൽ സെക്യൂർ ആണ്, മറ്റേ എപ്പോൾ തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ആളുകൾക്കൊരു ഉറപ്പില്ല. ഫേസ്ബുക്ക് ഇട്ട് കഴിഞ്ഞാൽ സർക്കാർ ജോലി നഷ്ടപ്പെടും. That's it. Okay. Hello? That's a counter. Actually, he is making a very important point. We need to address this question. The dimension of his question is that we face serious issues in the country, including the unemployment. Yes. And to address these issues, at least to recognize these issues, there is no leadership at all. That's what he is making. And where is in the budget? Yeah, that is secondly. If you recognize discussing this, where is the answer to this in the budget? Exactly. അല്ല, no, it is not correct. നമ്മൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ബഡ്ജറ്റിനെ ഫോക്കസ് Skill development, make in India മാത്രം പറയാം. അത് മാത്രം അസംബിൾ ഇൻ ഇന്ത്യ. മാത്യു, പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കാണുന്നില്ല. ഇപ്പൊ എനിക്ക് എന്നോട് ഇദ്ദേഹം സമ്മതിക്കും, ഇവിടെ നിസാന്റെ പുതിയ കമ്പനി വന്നു, ഇറ്റ്സ് എ സ്റ്റാർട്ടപ്പ് ഫോർ മേക്കിംഗ് ഇന്ത്യ. അറ്റ്ലീസ്റ്റ് പിണറായി വിജയൻ വിൽ എഗ്രി ദാറ്റ് നിസാൻ ഇന്ത്യ ഇവിടെ വന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. സാംസങ്ങിന്റെ മെഷീൻ നോക്കോളൂ, മൊബൈൽ ഫോൺ നിങ്ങളുടെ അടുത്ത് നോക്കോളൂ, ഇറ്റ്സ് എ മേക്ക് ഇൻ ഇന്ത്യ. മാത്യു സമ്മതിക്കില്ല, മാത്യു മേക്ക് ഇൻ ചൈന എന്നേ കാണുള്ളൂ. സോ നോക്കിയ ഹാസ് ബീൻ എക്സ്പോർട്ടിംഗ് ടു ദ വേൾഡ്, ഇറ്റ്സ് മേക്ക് ഇൻ ഇന്ത്യ. സാംസങ്ങിന്റെയോ അല്ലെങ്കിൽ ഹുണ്ടായുടെയോ ഇന്റർനാഷണൽ മാർക്കറ്റിൽ പോയിക്കോളൂ, അവിടെ പോക്കുന്ന ക്രീറ്റ ആയാലും ഹുണ്ടായി ആയാലും മേക്ക് ഇൻ ഇന്ത്യയാണ്. പക്ഷെ മാത്യു കാണില്ല, മാത്യുവിന് പ്രത്യേക തരം ഒരു കണ്ണിന്റെ പ്രശ്നമുണ്ട്. അതിന് അത് ജൻപത്തി പോയാലേ അത് മാറും. Then why the highest unemployment rate since last 45 years? അല്ല, ഏതായാലും NSE അങ്ങ് സമ്മതിച്ചല്ലോ. ആദ്യം അങ്ങ് പറഞ്ഞത് ഇന്ത്യയിലെ പല സർവേകളെയും അംഗീകരിക്കുന്നില്ല എന്നാണ് ഫസ്റ്റ് അങ്ങ് പറഞ്ഞത്. ഇപ്പൊ ഈ NSE ഇത് ഇന്ത്യൻ ഇതിലെ കുറഞ്ഞ
ഞാൻ പറഞ്ഞ് തീർന്നോട്ടെ. അപ്പോൾ ഈ ഇന്ത്യയുടെ ഏതായാലും ഒരു സർവേയെ അങ്ങും അംഗീകരിക്കുന്നുണ്ട്, ഇന്റർനാഷണൽ മാർക്കറ്റ് അംഗീകരിക്കുന്നുണ്ട് ഇത് കുറഞ്ഞു എന്നുള്ളത്. ഞാൻ പറയുന്നില്ല ഇന്ത്യയിലെ ലേബർ അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് കുറവാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ കാരണം അദ്ദേഹം സംഭവിച്ചു, ഇവിടെ എഡ്യൂക്കേഷൻ കൂടുമ്പോൾ കൂടുതൽ തൊഴിൽ കിട്ടാൻ വേണ്ടി കൂടുതൽ ആളുകൾ അവിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യും. അത് കാരണം ഗ്രോത്ത് പെൺകുട്ടികളുടെ അൺഎംപ്ലോയ്മെന്റ് റൂറൽ മാർക്കറ്റിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു അവരെ എംപ്ലോയ്മെന്റ് എല്ലാത്തിനും ആൻസർ പറയണ്ടേ? അതിന്റെ പോയിന്റ് അങ്ങനെയല്ല. അതായത് ആയിക്കോട്ടെ, ഞാൻ റൂറൽ ഏരിയയിലെ വിദ്യാഭ്യാസത്തിലേക്ക് സ്ത്രീകൾ പോകുന്നു എന്ന് പറയുന്നത് ഈ 3-4 വർഷത്തെ ആസ്പെക്ട് ഒന്നും അല്ല. അത് ഗ്രാജുവൽ ആയിട്ട് പണ്ട് മുതലേ വരുന്നതാണ്. ഇതുവരെ ഒരു ബഡ്ജറ്റ് പറഞ്ഞിരുന്നില്ല ആരും. ഇല്ലില്ല, അൺഎംപ്ലോയ്മെന്റും ലേബർ ഫോഴ്സുമായിട്ട് ഒരു മിനിറ്റ്. ഇവിടെ നിർമ്മലാ സീതാരാമൻ എന്ന് പറഞ്ഞത് ഈ 4-5 വർഷത്തിന്റെ എഫക്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും ഷൈജൻ. കാരണം സ്കൂൾ എൻറോൾമെന്റ് റേഷ്യോന്റെ കാര്യത്തിലാണ് ഈ പറയുന്നത്. സ്കൂൾ എൻറോൾമെന്റ് റേഷ്യോ പറഞ്ഞത് അതൊരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ടോ? ഈ ജെൻഡർ ഇക്വിറ്റിയിലേക്ക് പോകാനുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ celebrating the statement of Nirmala Sitharaman saying that girls enrollment is higher than the boys. I will celebrate sir, because that's a positive indicator. Before that let me say something. See, girls in the enrollment of course നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. ഒരിക്കലും ഒരു വീട്ടിലും ആൺകുട്ടിയെ വീട്ടിലിരുത്തിയിട്ട് പെൺകുട്ടിയെ പഠിപ്പിക്കാൻ വിടും നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെയല്ല, അവർ പെൺകുട്ടിയെ കൂടി വിടും, ആൺകുട്ടികളെ വിടും. ആൺകുട്ടികളുടെ എൻറോൾമെന്റ് കുറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയോ? ഈ രാജ്യത്ത് അവർക്ക് പഠിക്കാൻ പോകാൻ നിവൃത്തിയില്ല. റൂറൽ ഇന്ത്യയിൽ നടക്കുന്ന കാര്യമാണിത്. അതായത് യുപിയിലും ബീഹാറിലും ആളുകൾ കോളേജിലും ഹയർ സെക്കൻഡറിയിലും പോവാതെ ആളുകൾ ആൺപിള്ളേർ പാടത്ത് പണിയെടുക്കാൻ. അതുകൊണ്ട് അവരുടെ റേഷ്യോ താഴത്തേക്ക് വന്നപ്പോൾ ഗേൾസ് മുകളിലേക്ക് കയറിയതാ. അല്ലാണ്ട് ഗേൾസിനെ ആണുങ്ങളെ വീട്ടിലിരുത്തിയിട്ട് ഗേൾസ് അങ്ങനെ ഒരു ആസ്പെക്ട് ഉണ്ട്. Question to the audience again, please. Next question. Who is asking the question? Yes, please. Mike. 2020 budget, Nirmala Sitharaman budget എങ്ങനെയാണ് ഡിസ്ട്രസിനെ മറികടക്കുന്നത് എന്നതാണ് ചോദ്യം. Yes. Yes. പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ, ചേർത്ത് പിടിക്കൂ. Audio up. Okay, I will come to you. Last quick point. അപ്പോൾ ഓഡിയോ ശരിയാകുമ്പോഴേക്കും മനു റോയ്, ലാസ്റ്റ് ക്വിക്ക് പോയിന്റ്. ഈ ഡിസ്ട്രസിനെ മറികടക്കാൻ യൂണിയൻ ബഡ്ജറ്റ്, തൊഴിലില്ലായ്മയെ മറികടക്കാൻ യൂണിയൻ ബഡ്ജറ്റ് എന്ത് കൊണ്ടുവന്നു എന്നൊരു ചോദ്യമാണ് ഇവിടെ അവശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ശിവശങ്കരനും ഇപ്പം നമ്മളെല്ലാവരും അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഫണ്ട് നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ പദ്ധതികളുണ്ടോ എന്നതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ക്ലിയർ ആക്ഷൻ പ്ലാൻ ഈ ബഡ്ജറ്റിലില്ല. തീർച്ചയായിട്ടും ഇല്ല. അതാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഞാൻ പറഞ്ഞു, ബഡ്ജറ്റ് കൂടുതലായിട്ട് ബഡ്ജറ്റിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്, ബഡ്ജറ്റിൻ്റെ അലോക്കേഷൻ എങ്ങനെയാണെന്നുള്ള പഠിക്കേണ്ടതുണ്ട്. എങ്കിലും ഈ ബഡ്ജറ്റിൽ ഇപ്പോൾ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന ഇപ്പോൾ ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന അൺഎംപ്ലോയ്മെന്റ് മറികടക്കാനുള്ള നടപടികളൊന്നും ഇല്ല എന്ന് തന്നെയാണ്. That's right. Okay, audience question again. Yes. ഞാൻ ഓഡിയൻസിലേക്ക് വരാം. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് യൂണിയൻ ബഡ്ജറ്റ് 2020 പ്രസന്റഡ് ബൈ ഇന്ത്യൻ സ്കൂൾ ഓഫ് കൊമേഴ്സ്, പവർഡ് ബൈ മാക്സ് വാല്യൂ ആണ് ഇൻ നോളജ് പാർക്ക് കൊച്ചി. ഒരു ചെറിയ ബ്രേക്ക്, ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ സർവീസ് സെക്ടറിലും ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വലിയ രീതിയിലുള്ള ഒരു ബൂസ്റ്റും കോൺഫിഡൻസും ഈ ബഡ്ജറ്റ് നൽകുന്നുണ്ടോ, വലിയ തുകകൾ നീക്കിവെക്കുന്നതിലൂടെ എന്നാണ് അന്വേഷിക്കുന്നത്. Budget 2020 presented by Indian School of Commerce and powered by Max Value from Knowledge Park, Kochi. നമ്മൾ അവസാന സെഗ്മെന്റിലേക്ക് പോകുന്നു. നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് എത്രമാത്രം അടിസ്ഥാന സൗകര്യ വികസനത്തിന്, സർവീസ് സെക്ടറിന് ഊന്നൽ നൽകുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഡിസ്ട്രസ്ഡായ എക്കണോമി, അരവിന്ദ് സുബ്രഹ്മണ്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഐസിയുവിലായ ഇന്ത്യൻ എക്കണോമിയെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കുന്നത്. ഫ്രം ദ ഓഡിയൻസ്, ക്വസ്റ്റ്യൻ പ്ലീസ്. ജെന്റിൽമാൻ, യുവർ ക്വസ്റ്റ്യൻ. ഹലോ, my name is Jubal and I want to ask a question regarding the tax regimes. Okay. Nirmala Sitharaman has introduced a new tax regime wherein there is no concessions and the tax slabs bit louder, and the tax slabs have been reduced. Okay. We have a history of failed introduction of policies wherein there was widespread confusions
among the population of India. Will this new regime bring more confusions which would destabilize the economy? I will come back to you. Oh, louder ആവുന്നില്ല. It's not clear. It's not clear. കേൾക്കുന്നുണ്ടോ? You can come forward. You can come forward. എനിക്ക് ചെറുതായിട്ട് മനസ്സിലായത് ഷൈജൻ ചുരുക്കി പറഞ്ഞാൽ മലയാളത്തിൽ പറയാം. മൈക്ക് അടുപ്പിച്ച് പിടിച്ചിട്ട്. Okay. We have a history of failed introduction of new policies. When GST was introduced, there was widespread confusion among the people, and I think that has influenced in destabilizing the economy. Will the introduction of this new tax regime even further the destabilizing of the economy due to Yes. population? Okay. GST മൊത്തം ഇന്ത്യൻ എക്കണോമിയെ ഡീസ്റ്റെബിലൈസ് ചെയ്തിരിക്കുന്നു, right? Yeah. Mike. You asked that, I mean, whether the present tax regime will also further destabilize the Indian economy, right? Yes. Okay, that's the question. Shaijan. One thing is that destabilizing in the economy because of the GST, he is true in the sense GST is not a full-born child. It's like without having a network infrastructure and without having an e-way bill, without having an anti-profiteering committee, we have jumped into this policy and it has destabilized. There is no question about that. And about the new tax policy, I also foresee a kind of little confusion because they say that the slabs were cut down. There is a lakhs of 78,000 rupees of income to the income taxpayers, but there is a confusion there. The confusion is that those people who are willing to avoid from the exemptions, there are certain exemptions that we enjoy now. അത് ഇല്ലെങ്കിൽ മാത്രമേ ഈ ബലം കിട്ടത്തുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ടാക്സ് ഫയലിംഗിൽ തുടങ്ങി കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡോണ്ട് ഹരാസ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു സിംപ്ലിഫൈ എന്ന് പറയുന്നത് GST താണ്. വി ഡോണ്ട് വാണ്ട് ടു ഹരാസ് ദി ടാക്സ് പെയർ എന്ന് പറഞ്ഞിട്ടാണ് ഇൻകം ടാക്സിന്റെ സ്ലേബ് പറയുന്നത്. പക്ഷെ നമുക്ക് തോന്നുന്നത് അതിനകത്ത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ ഫയലിംഗിൽ തുടങ്ങി ഇറ്റ് വിൽ കോംപ്ലിക്കേറ്റ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, മാഡം. ഓക്കേ, പറഞ്ഞോളൂ. ഇക്കണോമിക് സർവേയിൽ നമ്മളുടെ ഇക്കോണമി സാമ്പത്തിക ശേഷി എന്ന് പറയുന്നത് $2.9 ട്രില്യൺ ആണ്. എന്നാൽ 2025 നമ്മളൊരു $5 ട്രില്യൺ എത്തുമെന്ന് പറയുന്നു. അപ്പോൾ എത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിയുന്നുണ്ടോ? That's again a technical thing, false promise. We can easily estimate from 2.99 trillion economy to reach 5 trillion economy at what percentage growth that we should grow. At least we should grow more than 10%. So if the current growth rate is, suppose that it is going to prevail, then my estimate is that we will be achieving it in 2038. 2038 വരെ നിൽക്കേണ്ടി വരും. അല്ല, ഇതിന്റെ അകത്ത് കൂടുതൽ പറയണ്ട. കാരണം ഈ ഫോൾസ് പ്രോമിസുകളിലാണ് ഈ ഗവൺമെന്റ് ഉണ്ടായതും സർവൈവ് ചെയ്യുന്നതും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ബഡ്ജറ്റിനെ ഓർമ്മപ്പെടുന്നത്. ഞാൻ വെറുതെ ഒരു പൊളിറ്റിക്കലി but people will realize somewhere down the line. Okay, that's also going to be there. Okay, next question please. Next question. Yes. This year our budget for health sector has been increased by 10% and the previous year it was increased by 9%. This year our budget for health sector has been increased by 10% and the previous year it was by 19%. Okay. But as far as I saw in the last year, I couldn't see any proper government facilities provided in our government hospital. India was supposed to be a mixed economy, but then it's changing more and more into a capitalist economy. Our government facilities, health facilities mainly, can't even compete with other private facilities. Now what is ഇപ്പോൾ നിലവിൽ എല്ലാ ജില്ലാ ആശുപത്രികളെയും മെഡിക്കൽ കോളേജ് നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജില്ലാ ആശുപത്രികളെ മെഡിക്കൽ കോളേജിന്റെ നിലവാരത്തിലേക്ക്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യമാണ്. ഒരു കാര്യമുണ്ട് ഡോക്ടർ അരുൺ, ഞാൻ നേരത്തെ ഷെയർ ചെയ്ത ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല. റവന്യൂ ന്യൂട്രൽ പോളിസി അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ ഷെയർ കുറയാൻ സാധ്യതയാണ്. 16,000 കോടി രൂപ ഇപ്പൊ തന്നെ നമുക്ക് കിട്ടാനുണ്ട് കോമ്പൻസേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ്. അതോടൊപ്പം നമ്മൾ ഭയപ്പെടുന്ന ഒരു സാധനമാണ് സെൻട്രൽ ഗവൺമെന്റ് പോളിസീസിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഡിസ്ട്രിക്ട് ലെവലിലേക്കുള്ള ഓരോ പോളിസീസ് വരുമ്പോൾ സ്റ്റേറ്റിനെ ബൈപ്പാസ് ചെയ്യുന്ന ഒരു ആന്റി ഫെഡറൽ സംഗതിയായിട്ടും കൂടെ ഇതിനെ നോക്കി കാണണം. അതൊരു ഫിസ്ക്കൽ ഫെഡറലിസത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഇമ്പാക്ട് ഇത് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റിനെ ബൈപ്പാസ് ചെയ്ത് ജില്ലകളെ ആധാരമാക്കിക്കൊണ്ട് 1 district 1 product ജില്ലകളെയാണ് നിക്ഷേപ സൗഹൃദമായി. അല്ല, അതിൻ്റെ അകത്ത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാതെ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ഒരു ഫെയർ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിനെയും അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട ഒരു സ്കീം കൊണ്ടുവന്ന് ഇൻവെസ്റ്റ്മെന്റ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും കോപ്പറേറ്റീവ് ഹോസ്പിറ്റലും ഒക്കെ ഫെസിലിറ്റി മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിന് തുല്യമാണ്. എന്നാൽ അതിന്റെ എക്സ്പെൻസ്, ട്രീറ്റ്മെന്റ് എക്സ്പെൻസ്
ചെയ്യുന്ന സ്റ്റേറ്റ് ആണ്. ഇന്ന് മനസ്സിലായി, ഇന്ന് ഞാൻ പറഞ്ഞത് കീമോ ചെയ്യാൻ മറ്റു ഹോസ്പിറ്റലുകളിൽ കമ്പയർ ചെയ്തിട്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ 400 രൂപ ചാർജ് ചെയ്യുന്നു എന്ന് പറയുന്നു, വിത്ത് ബെസ്റ്റ് ക്ലാസ് ഫെസിലിറ്റി. പക്ഷേ മനുറോയ് ആരോഗ്യ മേഖലയിൽ കൊടുത്തിരിക്കുന്നത് 69,000. I think they may be providing for the infrastructure development of that may happen. That happens, that will be a good thing. That's a point. My question is not. I didn't ask my question yet. My question is that even though they increase now, it's around 69,000 crore for this year's budget for the health sector. Now, why do they need to increase it this much? Because I couldn't see any improvements in. And also they said they're gonna move into tier 2 and tier 3 cities and improve facilities there. കഴിഞ്ഞ ഒരു വർഷം കാര്യമായ മാറ്റം ആരോഗ്യ മേഖലയിൽ കണ്ടിട്ടില്ല എന്നാണോ? That means you have to expect and hope. That's the only thing that we have. Hope has been there for many years. Next question, please. Next question. Otherwise, we will sum up here. Okay, Shajan. Okay, yes, madam, please. Mike, share you, please. My question's about women's safety. You talk about women employment and upbringing women and stuff, but then you never really talk about women's safety. What measures have the government taken to ensure women's safety in the country? That's a big question. Very relevant and important question raised. Thank you for that. അതുകൊണ്ടാണ് when the finance minister made the statement beti padhao beti bachao, when the statement was that there was a huge opposition from the members, because they haven't done anything for ensuring the women's safety, and we could not see that even in the budget. There is no highlight, because now the country is very much debating about the safety of women in this country, and we are hearing every day news in and out. Every day we are hearing story of very sad stories with respect to atrocities against women. But even being I don't know whether should I say that or not, even being a lady finance minister presenting a budget, this crucial point was missing. So the gender budget aspect, വളരെ disappointing ആണ്. Very disappointing. Gender budget perspective ഈ ബഡ്ജറ്റ് disappointing ആണ് എന്നാണ് ഒരു നിരീക്ഷണം. Quick command. Last one, please. Yes. എൻ്റെ പേര് ആലിയ. എനിക്കൊരു സംശയമാണ് ചോദിക്കാനുള്ളത്. നമ്മുടെ ഇന്നത്തെ നിർമ്മല സീതാരാമൻ്റെ ബജറ്റിൽ 2,500 കോടി രൂപയാണ് വിനോദസഞ്ചാരത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കൂടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ കുറച്ചുകൂടി നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാനും അതേസമയം സർക്കാരിന് ഇൻകം കൂട്ടാനും പറ്റില്ലേ? ഫോറിൻ കറൻസി ഒഴുകും തീർച്ചയായിട്ടും. പക്ഷേ യു സി 2,500 കോടി രൂപ എന്ന് പറയുമ്പോഴും മ്യൂസിയം, ആർക്കിയോളജി, വീണ്ടും അവിടെ പമ്പിംഗ് ഉണ്ട്. ഇതെല്ലാം കൂട്ടിയിട്ടും 2,500 കോടി രൂപയാവുന്നുള്ളൂ. ട്രെയിൻസ് ന്യൂ ട്രെയിൻസ് വരുന്നു, തേജസ് പോലെയുള്ള ട്രെയിനുകൾ കൂടുതൽ വ്യാപിപ്പിക്കാൻ പോകുന്നു. There are some No, her point is that see, this travel and tourism industry is a very potential industry. It's a very potential industry because in our country there are many places which are beautiful enough to become a tourist spot. Many means കശ്മീർ വരെ ഒന്ന് പോകണേ നമ്മുടെ നാട്ടിൽ തന്നെ കുറേ ഇല്ലേ? അപ്പം ടൂറിസം വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയല്ലേ? It's a valid point. That's a very valid point. Accepted. Last question perhaps. Anyone? Please raise the hand. Okay, come back to Shaijan. Last round. 1 minute ഇല്ല, നമുക്ക് 30 seconds each. To sum up, ബഡ്ജറ്റിനെ എങ്ങനെ വിശേഷിപ്പിക്കും? ഇങ്ങനെ പറയാം, പ്രകടമായിട്ട് സമ്മതിച്ചില്ലെങ്കിലും ഇക്കണോമിക് സർവേയും ബജറ്റും പ്രകടമായിട്ട് സമ്മതിച്ചില്ലെങ്കിലും ഒരു ഗ്രേറ്റ് ഇന്ത്യൻ സ്ലോ ഡൗണിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നുള്ളത് ക്ലിയറാണ് ബജറ്റിൽ നിന്നും ഇക്കണോമിക് സർവേയിൽ നിന്നും. അതിനെ മറികടക്കാനായിട്ട് സമസ്ത മേഖലയും ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരുപാട് പ്രഖ്യാപനങ്ങൾ യഥാർത്ഥത്തിലുണ്ടായി. പക്ഷേ സമ്മപ്പ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഇതിലെല്ലാം വളരെ കൃത്യമായി സ്വകാര്യ മേഖലയെ വളരെ കൃത്യമായി ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റെപ്പാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഈ പറയുന്ന ഈ വെജിറ്റബിൾസ് കൊണ്ടുപോകാനായിട്ടുള്ള പുതിയ ട്രെയിൻ, കാർഷിക പെരിഷബിൾ സംഗതികൾ കൊണ്ടുപോകാനായിട്ടുള്ള ട്രെയിനായാലും ഫ്ലൈറ്റ് ആയാലും ഇതിലുൾപ്പെടെയുള്ള എല്ലാ സംഗതിയിലും ഒരു കൃത്യമായ ഒരു പ്രൈവറ്റ് ഇടപെടൽ, കൃത്യമായ ഒരു സ്വകാര്യ ഇടപെടലിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണക്കാരെയും സാധാരണ കൃഷിക്കാരെയും എത്രത്തോളം നന്നായി അഫക്റ്റ് ചെയ്യുന്നുള്ള വലിയ സംഗതി. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായ ബഡ്ജറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുന്ന പോലെ രാജ്യത്തിൻ്റെ ഇപ്പോൾ ഫേസ് ചെയ്തു നിൽക്കുന്ന റെസിഷനും തൊഴിലില്ലായ്മയൊക്കെ മറികടക്കുവാനായിട്ട് കാര്യമായി ഒന്നും ബഡ്ജറ്റിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും ചെയ്യാമായിരുന്നു ഒട്ടനവധി കാരണങ്ങൾ. അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാ ഈ പൊതുമേഖലാ സംരംഭങ്ങൾ പോലും പോകുന്നു. അല്ല, അത് സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ആളുകൾക്ക് അതൊരു വലിയ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. അത് ബഡ്ജറ്റ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഈ ബഡ്ജറ്റിലില്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസ് ഡിമാൻഡ് എക്സ്ട്രാ ഓർഡിനറി ആക്ഷൻ. ഇന്ന് ഇന്ത്യൻ എക്കോണമി കടന്നു പോകുന്നത് ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനിലൂടെയാണ്.
സോ ഡെഫിനറ്റ്ലി എക്സ്ട്രാ ഓർഡിനറി ആക്ഷൻ ആണ് വേണ്ടിയിരുന്നത്, അതാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദാറ്റ് നോട്ട് സീയിങ്. എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ 2014 ഗവൺമെൻറ് വന്നതിന് ശേഷം ഇവരെടുത്ത രണ്ട് ഒരു സ്റ്റെപ്പ്, അതായത് ഒന്ന് ഡിമോണിറ്റൈസേഷനും ഒന്ന് GSTയും പാളിപ്പോയതുകൊണ്ട് സബ്സ്റ്റാൻഷ്യൽ എക്കണോമിക് റിഫോംസിന് സർക്കാരിനൊരു ഭയം തോന്നിയിട്ടുണ്ട് എന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ധൈര്യവും കരുത്തും ഇല്ലാത്തതുകൊണ്ട് സബ്സ്റ്റാൻഷ്യൽ എക്കണോമിക് റിഫോംസ് എന്നത് ഈ ബഡ്ജറ്റിൽ കാണാനില്ല. സ്ട്രക്ചറൽ ആൻഡ് സബ്സ്റ്റാൻഷ്യൽ റിഫോംസ് ആയിരുന്നു ഇന്നത്തെ ഇന്ത്യൻ എക്കോണമിക്ക് ഒരു കരുത്ത് പകരണമെന്നുണ്ടെങ്കിൽ വേണ്ടിയിരുന്നത്. ഒരു വൺ സിംഗിൾ ഹൈലൈറ്റ് എന്ന് പറയാൻ ഒന്നും ഈ ബഡ്ജറ്റില്ല. പക്ഷേ എനിക്ക് സന്തോഷം പകരുന്ന, ഞാൻ അംഗീകരിക്കുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞാൽ ഞാൻ പറയുക, ഈ ട്രെയിനിൽ കർഷകർക്ക് ഒരു ബോഗി ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. അല്ല, ഒരു ട്രെയിൻ. അപ്പം അത് എഫക്റ്റീവായി കിസാൻ റെയിൽ എന്ന് പറഞ്ഞാൽ ബോഗി എന്നിട്ട് പറയും. എല്ലാ ട്രെയിനിലും ഒരു ബോഗി കർഷകർക്കെന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അപ്പൊ അങ്ങനെ കർഷകർക്ക് ഒരു റെക്കഗ്നേഷനോ അല്ലെങ്കിൽ ഒരു ഇതോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എഫക്റ്റീവായി ഇംപ്ലിമെന്റ് ചെയ്താൽ അതൊരു നല്ല കാര്യമാണ് എന്നാണ് എനിക്ക് എടുത്ത് പറയാൻ കഴിയും. നമ്മൾ 2019, 2020 ഒക്കെ എത്തുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവുന്നത് ഇന്ത്യയിൽ റിഫോംസിന് യാതൊരു കുറവുമില്ല. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫ്രണ്ടിലുണ്ട്. പൊളിറ്റിക്കൽ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ആപ്പാടെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്. ഏത് പാർട്ടി ആയാലും ശരി. കാര്യം ബഡ്ജറ്റ് മേ കം ആൻഡ് ഗോ, പാർട്ടീസ് മേ കം ആൻഡ് ഗോ. നമുക്ക് ആവശ്യം നമ്മുടെ റൈറ്റ്സ് ആണ്, അത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. കുറച്ചുകൂടി ഗവൺമെൻറ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് എക്സിക്യൂഷനിലേക്ക് മുന്നോട്ട് പോയാൽ നന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2020 ക്രിക്കറ്റ് മാച്ചിന്റെ സൂപ്പർ ഓവർ പോലെയായിരുന്നു നിർമ്മലാ സീതാരാമൻ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ. ഇന്ത്യ വാസ് ഇൻ ICU എന്നാണ് അരവിന്ദ് സുബ്രഹ്മണ്യം പറഞ്ഞത്. ICUലുള്ള ഇന്ത്യക്ക് ഈ ബഡ്ജറ്റിലൂടെ എല്ലാം നൽകാൻ സാധിച്ചു. ബട്ട് ദ മേജർ ക്വസ്റ്റ്യൻ ഈസ്, വേണ്ട ഓക്സിജൻ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ആൻസർ ഇനിയും വരേണ്ടിയിരിക്കുന്നു വിവിധ കോണുകളിൽ നിന്നും. യൂണിയൻ ബഡ്ജറ്റ് 2020 പ്രസന്റഡ് ബൈ ഇന്ത്യൻ സ്കൂൾ ഓഫ് കൊമേഴ്സ് പവർഡ് ബൈ മാക്സ് വാല്യൂ ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. ഗുഡ് ബൈ.